എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമുക്ക് നോക്കാം ഭാവന ഉപനിഷത്തിൽ എന്താണ്. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഈശ്വര ഉപാസന എന്ന് പറയുന്നതിൽ 4 ഘട്ടമുണ്ട്. ഈശ്വര ഉപാസനയില് 4 ഘട്ടമുണ്ട്. ഒന്ന് പ്രതീക ഉപാസന. എന്താണ് പ്രതീക ഉപാസന? വിഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രതീകത്തെ ഈശ്വരനാണെന്ന് കണ്ട് ഉപാസിക്കുന്നു. നമ്മൾ ക്ഷേത്രത്തിൽ എന്താ ചെയ്യണത്? ഇത് തന്നെയല്ലേ, ഒരു പ്രതീകത്തിന് ഒരാണോ പെണ്ണോ ഏതാണ്, പുരുഷ വിഗ്രഹമാണെങ്കിൽ പുരുഷ വിഗ്രഹം, സ്ത്രീ വിഗ്രഹമാണെങ്കിൽ സ്ത്രീ വിഗ്രഹം, കണ്ണാടിയാണെങ്കിൽ കണ്ണാടി, അല്ലെങ്കിൽ എന്താ പിന്നെ ഒരുപാട് നമുക്ക് കാണാറുണ്ട്. എന്താ വാള്, ചെലമ്പ്. ഇപ്പൊ ഭദ്രകാളി ഉപാസനയിലാണെങ്കിൽ വാളും ചെലമ്പും ഇങ്ങനെ പ്രതീകങ്ങളായിട്ട് ഒരു വിഗ്രഹത്തെയോ പ്രതീകത്തെയോ ഈശ്വരനാണെന്ന് കണ്ടിട്ട് അതിനെ ഉപാസിക്കുക. ഒന്ന്. രണ്ട്, പ്രതിരൂപ പ്രതിമ ഉപാസന. എന്താണ് പ്രതിരൂപ പ്രതിമ ഉപാസന? സർവ്വവ്യാപിയായിട്ടിരിക്കുന്ന ഈശ്വരന്റെ പ്രതിരൂപമാണ് പ്രതിമ എന്ന അറിവോടെ. സാധാരണഗതിയിൽ ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മൾ ഈശ്വരന്റെ പ്രതിരൂപമായിട്ട് കണ്ടിട്ട് തന്നെയാണ് പോകുന്നത്, ഇല്ലേ, പ്രതിമ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ സർവ്വവ്യാപിയായിരിക്കുന്ന ഈശ്വരന്റെ പ്രതിരൂപമാണ് പ്രതിമ എന്ന് ഉറച്ചു വിശ്വസിച്ച് അതിൽ ഈശ്വരൻ ഉണ്ടെന്നുള്ള രീതിയിൽ പലർക്കും പല സമയത്തും ഈശ്വരൻ ഉണ്ടോ, നമ്മൾ വിചാരിക്കുന്ന കാര്യം ക്ഷേത്രത്തിൽ നിന്ന് നടന്നില്ലെങ്കിൽ അത് ക്ഷേത്രോപാസനയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈശ്വരൻ ഉണ്ടോ, എനിക്ക് വേറൊരു ക്ഷേത്രത്തിൽ. എത്ര പേര് നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പോകുന്നത്? നമുക്കിപ്പോ അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ തന്നെ പോയാൽ പോരെ, അവിടുത്തെ ശക്തിയുണ്ട്. അവിടെ നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മൾ അടുത്ത ക്ഷേത്രത്തിൽ പോകുന്നു. നമ്മളെ ശക്തിയുടെ ബലമനുസരിച്ച് ഏത് ഈശ്വരനാണോ നമുക്ക് കാര്യങ്ങൾ നടത്തി തരുന്നത് ആ കാര്യങ്ങൾ ആ നടത്തിത്തരാൻ ശക്തിയുള്ള ഈശ്വരൻ. ദേവിയുടെ തന്നെ പല ഫോമില്ലേ, കാളി ഫോം ഉണ്ട്, ലക്ഷ്മി ഉണ്ട്, സരസ്വതി ഉണ്ട്. നമ്മൾ വിദ്യക്ക് സരസ്വതിയുടെ അടുത്ത് പോകുന്നു, ധനത്തിന് ലക്ഷ്മിയുടെ അടുത്ത് പോകുന്നു, നമുക്ക് വിജയത്തിന് വേണ്ടി ദുർഗയെ സമീപിക്കുന്നു. അപ്പൊ നമുക്ക് ശക്തി എവിടെയാണ് കൂടുതൽ, ശക്തി എവിടെ നിന്നാണ് വരണമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. കാരണം ആ ഒരു പ്രതിമയിലല്ല ശക്തി, ആ ശക്തി സർവ്വവ്യാപിയായിട്ട് ഈശ്വരൻ സർവ്വവ്യാപിയാണ്. ആ പ്രതിമയിലുമുണ്ട്, എന്നിലുമുണ്ട്. എനിക്കൊരു കാര്യം നടക്കുന്നത് എൻ്റെ ഉള്ളിൽ ആത്മശക്തി കൊണ്ട്, എൻ്റെ ഒരു ഉപാസനാ മാർഗം കൊണ്ട് ആ ശക്തിയെ തൻ്റെ ഉള്ളിൽ തിരിച്ചറിയുമ്പോൾ തനിക്ക് ആ കാര്യത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്നു. ആ ഒരു അറിവ് കൊണ്ട് ഉപാസിക്കുന്നത്, അതിനെയാണ് പ്രതിരൂപ പ്രതിമ ഉപാസന എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഭാവപ്രതിമ ഉപാസന. ഭാവപ്രതിമ ഉപാസന എന്ന് പറഞ്ഞാൽ സ്വഹൃദയത്തിലിരിക്കുന്ന ഈശ്വര ഗുണങ്ങളെ ധ്യാനിക്കുന്നത്. നമുക്കറിയാം ഭഗവാൻ എന്ന് പറയുന്നത് ഭഗങ്ങൾ ഉള്ളത് കൊണ്ടാണ്. 6 ഗുണങ്ങളോട് കൂടിയ ഈശ്വരനാണ് ഭഗവാൻ, ഭഗവതി എന്ന് പറയുന്നത്. അപ്പൊ ആ ഗുണത്തോട് ഇരിക്കുന്ന എന്താണോ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് രൂപമില്ലാതെ തുടക്കത്തിൽ ധ്യാനിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഉയർന്ന തലത്തിലാണെങ്കിൽ ആ ഗുണങ്ങളെ മാത്രമായിട്ട് ധ്യാനിക്കും. അതും സഗുണോപാസനയാണ്, നിർഗുണ ഉപാസന അല്ല. സഗുണോപാസനയിൽ നമുക്ക് എപ്പോഴും ഒരു രൂപം വേണം. അപ്പോ ഭാവപ്രതിമ ഉപാസന, ഹൃദയത്തിലിരിക്കുന്ന ഈശ്വര ഗുണങ്ങളെ ധ്യാനിക്കുന്ന. നാലാമത്തത് നിദാന ഉപാസന. നിദാനോപാസന എന്ന് പറഞ്ഞാൽ അരൂപിയും സർവ്വവ്യാപിയുമായിട്ടുള്ള ഈശ്വരനെ സർവത്തിലും ദർശിച്ച് സിംബോളിക്കായി അവയെല്ലാം ആരാധിക്കുക. അപ്പൊ ഈ 4 തരത്തിലാണ് ഈശ്വരാരാധന. ഇതെല്ലാം തന്നെ എന്തിനാണ്? ഇതെല്ലാം ഒടുവില് ഭഗവാനും ഭക്തനുമായി പൂർണ്ണ തന്മയീ ഭാവത്തിൽ കലാശിക്കുന്നതോടുകൂടി അവസാനിക്കുന്നു. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ബ്രിഡ്ജാണ്. ഭഗവാൻ ദൂരത്തിരിക്കുന്നു, ഭക്തൻ വേറെ ഇരിക്കുന്നു. അപ്പൊ ഇതിനെ ഘടിപ്പിക്കാനുള്ള ഒരു വഴി, ഒരു സേതുബന്ധനം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പോവാനായിട്ട് നമുക്കറിയാം, ഒരു മല ഇപ്പുറത്തെ മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലോട്ട് പോകണമെങ്കിൽ നമ്മളൊരു പാത്ത് വേ ഉണ്ടാക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഒരു തടാകത്തിന്റെ മേളിലാണെങ്കിൽ ഒരു പാലം പണിയും, അങ്ങനെ നമ്മൾ അപ്പുറത്തെത്തും. അതുപോലെ ഇതെല്ലാം തന്നെ എന്തിനാണ്? ഈ പറഞ്ഞ ഉപാസനാ മാർഗങ്ങളെല്ലാം തന്നെ ഭഗവാനും ഭക്തനുമായിട്ട് പൂർണ്ണ തന്മയീ ഭവിക്കുന്നതിനാണ്. അപ്പൊ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, അതാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ പൂർണ്ണദ്വൈതമായിട്ട് ബഹിർയാഗം, അന്തർയാഗം എന്നീ താന്ത്രിക ഉപാസനകളുണ്ട്. എന്താണ് ഈ പറഞ്ഞ ബഹിർയാഗം, എന്താണ് അന്തർയാഗം? അത് നമ്മൾ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്. അന്തർയാഗം എന്ന് പറയുന്നത് ഉപചാരം, അതായത് അന്തർയാഗം ബഹിർയാഗം എന്നുള്ളതിനെല്ലാം 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഉപചാരം, അതിന് പൂജ എന്ന് പറയും. ഉപചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഷോഡശോപചാരങ്ങൾ കൊടുക്കുക, ബാഹ്യമായിട്ട് പഞ്ചോപചാരം ചെയ്യുക, പൂജിക്കുക. ഒന്ന്. 2 സ്തുതിക്കുക, സ്തോത്രങ്ങൾ വെച്ച് സ്തുതിക്കുക. മൂന്നാമത് നാമജപം. നാമജപം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്തോത്ര പാരായണമല്ല, ഗുരു തരുന്ന മന്ത്രം. അതിനാണ് നമ്മളിവിടെ നാമജപം എന്ന് പറയുന്നത്. ആ മന്ത്രം അനുസ്യൂതമായിട്ട് ജപിക്കുക. ഇങ്ങനെ 3 തലം. പിന്നെ ഇഷ്ടദേവതാ ധ്യാനം, ഇതെല്ലാം ബഹിർയാഗത്തിലുണ്ട്. ബഹിർയാഗം എന്ന് പറഞ്ഞാൽ പുറത്ത് ചെയ്യുന്നത്, ഇതിനെ സ്ഥൂല ആരാധന എന്ന് പറയും. അപ്പൊ അന്തർയാഗത്തിലുമുണ്ട് 2 ഘട്ടം. അന്തർയാഗത്തിന്റെ വേറൊരു പേരാണ് സമയാചാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് സാധാരം, അതായത് ഒരു ആധാരത്തെ ആശ്രയിച്ച്
അകത്ത് ചെയ്യുന്ന പൂജയ്ക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് സാധാരം, ഒന്ന് നിരാധാരം. ഒന്ന് പറഞ്ഞ സാധാരം എന്ന് പറഞ്ഞാൽ ഒരു ആധാരത്തെ ആശ്രയിച്ചിരിക്കുന്നത്, നിരാധാരം എന്ന് പറഞ്ഞാൽ ആധാരങ്ങളെ ആശ്രയിക്കാത്തത്. ഇപ്പൊ വിഗ്രഹം, പൂജാക്രമങ്ങൾ എന്നിവയുടെ ഉപയോഗം, അതിന്റെ പരിമിതി, ഇത് രണ്ടും അറിഞ്ഞ സമ്പൂർണ്ണ വിവേകം നേടിയ ഒരു അദ്വൈതിക്ക് മാത്രമേ നിരാധാരമായിട്ടുള്ള അന്തർയാഗം സാധിക്കൂ. സാധാരണക്കാർക്ക് ഇത് പറ്റില്ല. എന്താ കാരണം? കാരണം ഈ പറഞ്ഞ ഈ പൂജകളുടെ പരിമിതി, ക്ഷേത്ര ഉപാസനയുടെ പരിമിതികൾ അറിഞ്ഞിട്ട് സമ്പൂർണ്ണ വിവേകം നേടണം, അറിവ് നേടണം. വിവേകം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യ അനിത്യ വിവേകം. എന്താണ് നിത്യം, എന്താണ് അനിത്യം എന്നുള്ള ഒരു അറിവ് നേടിയിട്ട് ആ ഒരു വ്യക്തിക്ക് മാത്രമേ അകത്തോട്ട് നമ്മൾ ഈ നിരാധാരമായിട്ടിരിക്കുന്ന അന്തർയാഗം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളെല്ലാം പഠിക്കണം. ഏത് കാര്യവും നമുക്ക് അറിവില്ലാതെ ഒന്നും നടക്കില്ല. ബേസിക്കലി നമുക്ക് വേണ്ടത് അറിവാണ്. അറിവ് കൊണ്ട് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ വിവേകം ഉണ്ടാവുള്ളൂ, വൈരാഗ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആദ്യം അറിവ് നേടുക. അറിവ് നേടിക്കഴിഞ്ഞിട്ട് എന്താ? ഒരു ഡിസ്ക്രിമിനേഷൻ, ആ നിത്യ അനിത്യം ഏതെന്നുള്ള വിവേകം ഉണ്ടായിട്ട് നമ്മൾ ഉള്ളിലോട്ട് വന്നുകൊള്ളുക. അപ്പോ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നാമരൂപങ്ങള് ദൃശ്യമായ സ്ഥൂല രൂപത്തിലാണ് എന്ന് നമ്മൾ കാണണം. നാമം, രൂപം എന്ന് പറയുന്ന രണ്ടും എന്താണ്? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. രണ്ടാമത് കേൾക്കാവുന്നത്, അതിനെ സൂക്ഷ്മമായിട്ടിരിക്കുന്നത്, അത് വാക്ക്. അത് നമുക്ക് കാണാൻ പറ്റില്ല. എന്താ ചെയ്യുന്നത്? കേൾക്കാൻ പറ്റും. അതിനെ എങ്ങനെയാ കേൾക്കുന്നത്? മന്ത്രരൂപത്തിൽ കേൾക്കാം, സംഗീതത്തിൽ കേൾക്കാം, ശബ്ദത്തിൽ കേൾക്കാം, എല്ലാം. പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റും. വി കനോട്ട് സീ. അതിനൊരു മീറ്ററിൽ ഇപ്പൊ ഒരു എന്താ പറയുക, ECG മെഷീനിലൊക്കെ ഒരു സംഗീതം പോലെ ഒരു നമ്മുടെ ഹൃദയത്തിന്റെ താളമൊക്കെ നമുക്ക് കാണാം, എങ്ങനെയാ അത് പൊങ്ങിയും താണും പോണമെന്ന്, അല്ലേ? അതുപോലെ ഏത് കാര്യവും നമുക്ക് ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചാൽ, ഒരു യന്ത്രം ഉപയോഗിച്ചാൽ കാണാൻ പറ്റും. അല്ലാതെ സ്ഥൂലമായിട്ടുള്ള നേത്രം കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോ നമ്മുടെ വാസന ആത്മകമായിട്ടുള്ള നമ്മുടെ മനസ്സില് നമുക്ക് മാത്രം അറിയാവുന്ന വാസനാത്മകങ്ങളായ പരാരൂപത്തിലാണ് ആരാധന. ഇവിടെയാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനം ശ്രീവിദ്യ ഉപാസനയില്. കാരണം പരാരൂപത്തിലാണ് ആരാധന. പര എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കെല്ലാം അറിയാം. പര, ബിയോണ്ട്, അല്ലെ? നമ്മൾ കണ്ടു ശബ്ദത്തില് പരാപശ്യന്തി, മധ്യമ, വൈഖരി കണ്ടു. അപ്പൊ ഈ പര എന്ന് പറയുമ്പോ ബിയോണ്ട്. അപ്പൊ ബിയോണ്ട് ഇരിക്കുന്ന ഈശ്വരനെ എങ്ങനെയാണ് നമ്മൾ ഉള്ളിൽ കാണുക? അപ്പൊ എന്താണ് വാസന? അപ്പൊ ഈ പരാരൂപത്തിലാണ് ആരാധന എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത, നമ്മുടെ ഇന്ദ്രിയ ഗോചരമല്ലാത്ത, നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്ഥലത്തിരിക്കുന്ന, ആ ഒരു തലത്തില്, സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ, ആ ഒരു തലത്തിലിരിക്കുന്ന ഈശ്വരിയെ, അമ്മയെ എങ്ങനെയാണ് നമുക്ക് ആരാധിക്കാൻ പറ്റുക? അവിടെയാണ് ക്വസ്റ്റ്യൻ. നമുക്ക് കാണാൻ പറ്റണില്ലല്ലോ, അനുഭവിക്കാൻ പറ്റണ്ടേ? അനുഭവിക്കാൻ പറ്റണം. തീർച്ചയായിട്ടും ഉപാസനാ മാർഗങ്ങൾ എന്തിനാ? ആ ഒരു അറിവ് കൊണ്ട് നമുക്ക് അനുഭവിക്കണം നമ്മള് ആ ഒരു തലം. അപ്പൊ എന്താണ് പര എന്ന് നമ്മൾ വളരെ വിശദമായിട്ട് അറിയണം. കാരണം വാസയതി കർമ്മണ യോജയിതി ജീവ. അപ്പൊ എന്താണ് വാസന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ഉപചാരത്താൽ ഈ പറഞ്ഞ വാസനയിൽ ബദ്ധമായിട്ടിരിക്കുന്ന ജീവനെ നമ്മൾ അറിയുന്നത്, അതിനെ ആരാധിക്കുന്നത്. അതായത് ജീവന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത. ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ജീവനുകളാണ്, ജീവാത്മാക്കള്. അപ്പൊ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു അതെല്ലാം ചിന്തകളാണ്. പക്ഷെ ഒരു ഉപാസനാ മാർഗത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടദേവതയെ കുറിച്ചുള്ള ചിന്ത, അതിൽ നിന്നാണ് വാസന ഉണ്ടാകുന്നത്. ഈ വാസനയാണല്ലോ ഇതിനെല്ലാം പ്രശ്നമായിട്ട് വരുന്നത്. വാസന എന്ന് പറഞ്ഞാല് നമുക്കറിയാം, മനസ്സിന് അന്ധകരണങ്ങൾക്ക് നാല് തലമുണ്ട്. പശ്യന്തി, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, 4 തലം. മനസ്സെന്ന് പറയുന്നത് ചിന്താത്മകം, ആ ഒരു തോട്ട് പ്രോസസ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സെന്ന് പറയുന്നു. ബുദ്ധി നിശ്ചയാത്മിക ബുദ്ധി, നമ്മൾ ഒരെണ്ണം വേണോ വേണ്ടയോ ബുദ്ധി കൊണ്ട് ഉറപ്പിക്കും, അത് ബുദ്ധി. പിന്നെന്താ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ചിത്തം ഏറ്റവും മേളിലായിരിക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ശ്രീചക്രത്തിൽ വരുമ്പോൾ ചിത്തം ഏറ്റവും ഉയരത്തിൽ, ചിതഗ്നികുണ്ട സംഭൂത അമ്മ, അപ്പൊ അത് ഏറ്റവും ഉയരത്തിലായിരിക്കുന്നത്. മൂന്നാമത്തത് അഹം എന്ന ബോധം, ഞാൻ എന്നുള്ള വ്യക്തി, അത് 4ാമതാണ് ചിത്തം. അപ്പൊ നമ്മൾ പറയുന്നു വാസനയാകുന്ന ഒരു പേടകം, അതാണ് ചിത്തം. എന്താണ് വാസന എന്ന് ചോദിക്കുമ്പോൾ, പൂർവജന്മാർജിത കർമ്മങ്ങൾ നമ്മൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ അതിന്റെ ഇൻപ്രിൻസ്, അതിന്റെ ഒരു അടയാളം നമ്മളിൽ ഉണ്ടാക്കിയതിനെയാണ് ഈ വാസന ചെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാസന ചെപ്പ് അത് DNA അഫക്ട് ചെയ്യുന്നു, നമ്മുടെ കർമ്മങ്ങളെ അഫക്ട് ചെയ്യുന്നു, ജന്മങ്ങളെ അഫക്ട് ചെയ്യുന്നു. എല്ലാത്തിനും കാരണം ഈ വാസന ചിത്തമാണ്. അപ്പൊ ഈ വാസനകൾ എന്ന് പറയുമ്പോൾ ഒരു ഉപാസനാ മാർഗത്തിൽ കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചിന്തകള്, ഉപാസനാ മാർഗത്തിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ ചിന്തകളിൽ നിന്നാണ് വാസന ഉണ്ടാകുന്നത്. വാസന അഥവാ ചൈതന്യം ഒരാളുടെ ആത്മാവാണ്. അതാണ് പ്രധാനം.
ഈ ആത്മാവിനെ പൊതിഞ്ഞു വച്ചിരിക്കുന്ന, നമുക്ക് ആത്മാവിനെ അറിയാതെ നമ്മളിൽ നിന്ന് തടസ്സമുണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഈ വാസന. അപ്പൊ അതിനെയാണ് നമ്മൾ മലത്രയങ്ങൾ എന്ന് പറയുന്നത്. ആണവ, മായിക, കാർമിക മലങ്ങൾ, 3 മലത്രയങ്ങൾ കൊണ്ടും പഞ്ചകോശങ്ങളെ കൊണ്ടും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ജീവനെ, ആ ജീവാത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതെന്താണ് വലയം ചെയ്തിരിക്കുന്നത്? ഈ വാസന. ശരിക്കും ഈ വാസന എന്ന് പറഞ്ഞാൽ ആത്മാവാ. എന്തുകൊണ്ടാ ദേവി ചിത്തത്തിൽ നിന്ന് തന്നെ ആവിർഭവിക്കുന്നത്? ഈ ജീവാത്മാവിനെ ഇതിങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുക, നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ. അതിനെ നമ്മൾ പല പല ചിന്തകളായിട്ട് പുറത്തു കൊണ്ടുവരുന്നു. നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ വാസനാബദ്ധമാണ്. അതിനകത്താണ് ജീവാത്മാവ് ഇരിക്കുന്നത്. അപ്പോ ഈ ആത്മാവ് അഥവാ ചൈതന്യത്തെ തന്നെയാണ് വാസന എന്ന് പറയുന്നത്. സ്വന്തം വാസനയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മുടെ ദർശനങ്ങളെല്ലാം തന്നെ. നമ്മൾ ഈ ലോകത്തെ കാണുന്നത് അത് എങ്ങനെയാണ്? നമുക്ക് വേറൊരാളുടെ ഒരു പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങള്, നമ്മൾ പഠിച്ച രീതികള്, നമ്മൾ വളർന്ന സാഹചര്യം, നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള മനസ്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരാളിന് വിലയിരുത്തും പോലെ വേറൊരാൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ സ്വന്തം തന്നെ, അതായത് തന്നിൽ നിന്ന് നമുക്ക് ഈശ്വരനെ എങ്ങനെ വിഭാവനം ചെയ്യണത്? ഞാൻ കണ്ട ഈശ്വരൻ, എനിക്ക് വേറൊരാളെ കണ്ട ഈശ്വരനെ വിശ്വസിക്കണമെങ്കിൽ ഞാനത് അറിഞ്ഞാലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ, ഇല്ലേ? അപ്പോ തന്നിൽ തന്നെ ഈശ്വരനെ വിഭാവനം ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ വരികയുള്ളൂ. ഈ ക്രിയയാണ് ഭാവന എന്ന് പറയുന്നത്. അവിടെയാണ് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ട്രാൻസ്ഫോർമേഷൻ വരണം. ട്രാൻസ്ഫോർമേഷൻ വരണേന് എന്താ ചെയ്യേണ്ടത്? ഈ ക്രിയയാണ് നമ്മൾ ഭാവന എന്ന് പറയണം. അതാണ് ഈ ഒരു ഉപനിഷത്തായിട്ട് ഇത് വരാൻ കാരണം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം വാസനകളാണ് ജന്മത്തിന് കാരണം, വാസനകളാണ് കർമ്മത്തിന് കാരണം, വാസനയാണ് നല്ലതും ചീത്തയും. അവിടെയാണ് ദേവാസുര യുദ്ധം വരുന്നത്, അവിടെയാണ് അസുരന്മാര്, അവിടെയാണ് ദേവന്മാർ. ഇവിടെ ദേവന്മാര് വിജയിക്കണമെങ്കിൽ വാസന എന്തായിരിക്കണം? ശുദ്ധമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഇന്നസെന്റ് ആയിരിക്കണം, ആ സത്യത്തെ അറിയണം. ഇതൊക്കെയാണ് അവിടെ വേണ്ടത്. പക്ഷെ നമ്മുടെ ഭാവനകള് വളരെ വികലമായിട്ടാണ് ഈശ്വരനെ നമ്മൾ ഭാവന ചെയ്യുന്നത്. എവിടെയോ ഇരിക്കുന്ന ഈശ്വരൻ, ഏതോ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് തന്നെ ആദ്യത്തെ ഡ്രോബാക്ക് ആണ്. ആ നമ്മുടെ ജീവാത്മാവിനെ നമ്മൾ അറിയാതിരിക്കാൻ കാരണം ഈ പറഞ്ഞ വാസനാബദ്ധമായിട്ടുള്ള ആവരണമാണ്. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ 3 ആവരണങ്ങൾ എന്ന് നമ്മളെ പറഞ്ഞ മലത്രയങ്ങൾ എന്ന് പറഞ്ഞത്. ആണവമലം, അത് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഒരു ആണവം പോലെ വളരെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മളെ വിട്ടുപോകാതെ നമ്മുടെ കൂടെ ഇരിക്കുന്നതാണ് ആണവമലം. ബാക്കിയൊക്കെ വന്നു ചേരുന്ന കർമ്മം കൊണ്ടുവരുന്നത്, മായ കൊണ്ടുവരുന്നത്, ഈ രണ്ട് മലത്രയങ്ങള്. പക്ഷെ ആണവമലം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ജന്മം എടുക്കുന്നതിന് പല ജന്മങ്ങളുടെ വാസന കൊണ്ടാണ്. അപ്പൊ ഈ പല ജന്മങ്ങളുടെ വാസന, അതുകൊണ്ടാണ് നമുക്ക് ഒരാളോട് ദേഷ്യം, ഒരാളോട് വിരോധം, ഒരാളോട് സ്നേഹമൊക്കെ വരുന്നത്. എന്താ? വാസനാബദ്ധമാണ്. അതാണ് പറഞ്ഞത്, വാസനാബദ്ധമായിട്ടുള്ള ജീവനെ തന്നെയാണ് ഈ പറയുന്നത്. എന്ത്? ആ ഒരു ആത്മാവെന്ന് പറയുന്നത്. പക്ഷെ കുറെ കാര്യങ്ങൾ അതിനെ മറച്ചു വെച്ചിരിക്കുന്നു, ആത്മാവിനെ. അപ്പൊ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈശ്വരനെ എങ്ങനെ വിചാരിക്കണം? തൻ്റെ ഉള്ളിൽ, തന്നിൽ തന്നെ ഉള്ള ഈശ്വരനെ വിഭാവനം ചെയ്താൽ മാത്രമേ, അതാണ് ശ്രീവിദ്യ ഉപാസന. എൻ്റെ ഉള്ളിലെ, എൻ്റെ മനസ്സിലിരിക്കുന്ന ഈശ്വരി. അതിന് ഈ ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ രീതിയിൽ തന്നെ ഈശ്വരനെ കാണണം. ഈ ക്രിയയാണ് നമ്മള് ഭാവന. ഭാവന എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ എന്നല്ല. ഇമാജിനേഷൻ മീൻസ് നമ്മൾ കഥയോ കവിതയോ എഴുതുന്ന ഇമാജിനേഷൻ അല്ല. ദിസ് ഇസ് വിഷ്വലൈസേഷൻ. കാണുന്നു എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരി. അപ്പൊ എൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈശ്വരനാണെന്ന് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരും. ഈശ്വരൻ ഇരിക്കുന്നിടത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരില്ല, ചീത്ത ചിന്തകൾ വരില്ല, ആ ഒരു നമുക്ക് ആരെയും ദ്രോഹിക്കാൻ പറ്റില്ല. എന്നാൽ എൻ്റെ ഉള്ളിലെ ഈശ്വരനെ കാണുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഉള്ളിലും ഈശ്വരനെ കാണാൻ പറ്റും. അതാണ് വ്യത്യാസം. അപ്പോഴേ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ വരികയുള്ളൂ. ഈ ക്രിയയാണ് നമ്മൾ ഭാവന എന്ന് പറയുന്നത്. ഈ പറയുന്ന ഭാവനയാണ് ശ്രീവിദ്യ മന്ത്രത്തിന്റെ, ശ്രീവിദ്യ ഉപാസന. നമുക്ക് പ്രപഞ്ചത്തെ നമ്മളായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് അതിന് മൃഗങ്ങൾ വേറെ, മനുഷ്യര് വേറെ, മറ്റേ ജീവികൾ വേറെ, ഈ പ്രപഞ്ചത്തിലെ കാറ്റ് വേറെ, അത് ആരോ എവിടെയോ ഇരുന്ന് തരണു, ഞാൻ വേറെ. ഈ എല്ലാം ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന ഒരു തലത്തിൽ നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഒരു ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ ഈ ക്രിയ എങ്ങനെ ഭാവന ചെയ്യണം? എൻ്റെ ഉള്ളിൽ തന്നെ ഈശ്വരനെ ഭാവന ചെയ്യണം. അപ്പൊ ഈ ഭാവന എന്നുള്ളത് എങ്ങനെയാ വരണത്? ഭൂ എന്ന ധാതുവിൽ നിന്ന് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഒന്നിനെ സൃഷ്ടിക്കുക, ഒന്നിനെ ഉണ്ടാക്കുക. നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു വസ്തുവിനെ പുറത്തു കൊണ്ടുവന്ന് ഉണ്ടാക്കുക. അതിനെയാണ് ഭൂ എന്ന് പറയുന്നത്. അപ്പോ ചിന്തകൾ കൊണ്ടാണ് സൃഷ്ടിക്കുന്നത്, ഇല്ലേ? ചിന്ത കൊണ്ട് സൃഷ്ടിക്കാന്ന് വിശേഷാർത്ഥം പറയുകയാണെങ്കിൽ ചിന്ത കൊണ്ട്. എങ്ങനെയാണ്? ആ ചിന്തയാണ് അഥവാ ഭാവനയാണ് രൂപമാർജിച്ച് വരുന്നത്.
നമ്മൾ കൊടുക്കുന്ന ചിന്തകൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെയാണ് രൂപം ആർജിച്ച് പുറത്തു വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ ഇഷ്ട ദൈവം എങ്ങനെയാ പുറത്തു വന്ന് നിൽക്കുന്നത്? എന്റെ അമ്മ ഈ സാരി ഉടുത്ത് എനിക്ക് ഇങ്ങനെ കാണണം, ചതുർബാഹു ഇല്ല, രണ്ട് കയ്യിൽ കാണാം, എങ്ങനെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ അമ്മ വന്ന് നിൽക്കുന്നത്. അല്ലാതെ എവിടെയോ ഇരിക്കുന്ന ഈശ്വരൻ രൂപം ധരിച്ചിട്ടില്ല. എന്റെ ഭാവന, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്റെ അമ്മയ്ക്ക് കൊടുത്ത് ഞാൻ ആ അമ്മയുമായിട്ട് താതാത്മ്യം പ്രാപിച്ച ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിയുമ്പോൾ എന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ എന്റെ ഇഷ്ട രൂപത്തിൽ വന്ന് പുറത്തു നിൽക്കും. അതാണ് ഇഷ്ടദേവത സാരൂപ്യമുക്തി. ആ രൂപം കൊണ്ട് നമുക്ക് ദേവിയുടെ അടുത്തിരിക്കാൻ പറ്റുന്നു. ആ ലോകം കൊണ്ട് സാലോക്യമുക്തി, ആ ലോകത്ത് നമ്മളിങ്ങനെ ആ ചിന്താമണി ഗ്രഹമുണ്ട്, അമ്മ അവിടെ ഇരിക്കുകയാണ്, ചിന്താമണി ഗ്രഹത്തിന് ഇരിക്കണ എന്റെ അമ്മ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ വന്ന് ഓൾറെഡി അവിടെ ഒരു ചിന്താമണി ഗ്രഹം നമ്മൾ കാണുന്നു, നമ്മുടെ ജീവൻ കാണുന്നു, അവിടെ പോകുന്നു. മഹാപത്മാടവി സംസ്ഥ, അമ്മേ മഹാപത്മാവടിയിലൂടെ ആ പറയുന്ന സുധാ സിന്ധോർ മധ്യേ ആ ഒരു ചിന്താമണി ഗ്രഹത്തില് കാമേശ്വര അംഗസ്ഥില് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷ്വലൈസേഷൻ, അതാണ് വിഷ്വലൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ എന്താ പറയുക, എന്താ പറയാ, ഞാൻ അതിന് ഇമാജിനേഷൻ ആയിട്ട് ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. എന്റെ ആത്മാവ് ആ താതാത്മ്യം പ്രാപിച്ച് അമ്മയെ കാണണം. ആ ഭൂ എന്ന് പറഞ്ഞാല് സൃഷ്ടിക്കുക എന്നാണ് അർത്ഥം, ചിന്ത കൊണ്ട് സൃഷ്ടിക്കുന്നത്. ആ ചിന്ത ഭാവനയാണ്. ആ ഭാവനയ്ക്ക് എന്ത് വേണം? നമ്മൾ എന്തൊക്കെ കൊടുക്കണം? ധ്യാനം കൊടുക്കണം. ആ ഭാവനയ്ക്ക് അവനവന്റെ ആത്മസാക്ഷാത്കാരത്തിനാണെന്ന് മനസ്സിലാക്കി ശില്പി തന്റെ ധ്യാന ഭാവനകളിൽ എങ്ങനെയാണോ ഒരു വിഗ്രഹം തീർക്കുന്ന പോലെ യോഗി ധ്യാന ഭാവനകളില് ആത്മാവിന് ബ്രഹ്മസ്വരൂപം കൊടുക്കുന്നു. അങ്ങനെ സാക്ഷാത്കരിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയെ നമ്മൾ എന്താ പറയേണ്ടത്? ഈശ്വര സ്വരൂപമാണ്. രമണ മഹർഷി, നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസര്, വിവേകാനന്ദ സ്വാമി, അവര് ഭാവന കൊണ്ട് ഈ പറഞ്ഞ വിഷ്വലൈസേഷൻ ടെക്നിക്കിലൂടെ ഈശ്വരനെ ആ ഒരു എന്താ പറയാ പുറത്ത് അവതരിപ്പിച്ചവര്. രാമകൃഷ്ണ പരമഹംസർക്ക് നമുക്കറിയാം, സദാ അമ്മയുടെ മടി കിടക്കുക, അമ്മ ചോറ് വാരി കൊടുക്കുക, അമ്മ വന്ന് ഉറങ്ങുന്നിടത്ത് കാവലിരിക്കുക, എല്ലാം ദേവിയുടെ രൂപം. കാളി 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 എന്ന് പറഞ്ഞ് അമ്മ യന്ത്രമാണ്, ഞാൻ അമ്മയുടെ കയ്യില്, അമ്മ യന്ത്രിയാണ്, ഞാൻ യന്ത്രമാണെന്നുള്ള അമ്മയുടെ കയ്യിൽ നമ്മുടെ ജീവാത്മാവിനെ കൊടുക്കുക. ആ ഒരു വിഷ്വലൈസേഷൻ കൊണ്ട് സാധിക്കണം. ഇതില് ശ്രീവിദ്യ ഉപാസനയിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് എന്താണ്? ഈ ഒരു ഭാവനയാണ് വേണ്ടത്. ഇന്ദ്രിയങ്ങളെ യോജിപ്പിക്കാതെ, അതായത് യോഗ്യതയില്ലാത്ത ഒരാൾക്ക്, യോഗയുക്തനല്ലാത്തവന് ഭാവനയോ ധ്യാനമോ ശാന്തിയോ ബുദ്ധിയോ ലഭിക്കില്ല. അതെന്താ നമുക്ക് കിട്ടാത്തത്? കാരണം ഒരു നമുക്കറിയാം, ധ്യാനാത്മകമായിട്ടുള്ള മനസ്സിൽ ആ ഒരു കോൺസെൻട്രേഷനിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ഒരു ചൂടുള്ള ഒരു സൂര്യരശ്മി തന്നെ നമുക്ക് അതിന്റെ ചൂട് അറിയണമെങ്കിൽ വ്യാപിച്ചു കിടന്നാൽ നമുക്ക് ചൂടറിയാൻ പറ്റില്ല. അതേസമയം ഒരു ചെറിയ ഒരു ദ്വാരത്തിൽ കൂടെ കയറ്റിവിട്ട് ഒരു പ്രസത്തിലൂടെ കൊണ്ടുവന്ന് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യിച്ചാൽ അവിടെ വെച്ചിരിക്കുന്ന പേപ്പർ കരിയും. ഏത് കാര്യവും നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ അത്യാവശ്യമാണ്. ധ്യാനാത്മകമായിട്ടുള്ള മനസ്സിൽ മാത്രമേ ഈശ്വരൻ ആവിർഭൂതമാവുള്ളൂ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ ഇഷ്ടദേവതയെ, നമ്മുടെ ഒരു ശില്പി എങ്ങനെയാണോ തന്റെ ശില്പത്തിന് അകത്തൊരു ഭാവന കൊടുക്കുന്നത്, അതുപോലെ നമ്മുടെ ഇഷ്ടദേവതയ്ക്ക് നമ്മളൊരു ഭാവം കൊടുക്കണം. എവിടെ കൊടുക്കണം? മനസ്സിൽ കൊടുക്കണം. അതിനാണ് ആ കൊടുക്കുമ്പോ തന്നെ ഈ പറഞ്ഞ ഈശ്വരി ആവുമ്പോ, ഭഗവതി ആവുമ്പോ, അതൊരു ഫുൾ പ്രപഞ്ച രൂപിണി ആവുമ്പോ ഈ ചിത്തശുദ്ധി, ചിത്തം ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ നിറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ എന്ത് ചെയ്യും? പതുക്കെ വിട്ടുപോകാൻ തുടങ്ങും. കാരണം നമ്മൾ എവിടെയാ വിഭാവനം ചെയ്യുന്നത്? അമ്മേ, നമ്മുടെ മനസ്സിന്റെ 4 തലങ്ങളിൽ ഒരു തലമാണല്ലോ ചിത്തം. ആ ചിത്തശുദ്ധി ഉണ്ടായി കോൺസെൻട്രേറ്റ് ചെയ്ത് അമ്മ അതിനകത്ത് കണ്ടു തുടങ്ങുമ്പോൾ എന്താ? ആ ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് അതൊരു അഗ്നിയായിട്ട് മാറും, ചൂടെടുക്കും. ആ ബ്രഹ്മാവ് തന്നെ എങ്ങനെയാണ് തപസ് ചെയ്തത്? ബ്രഹ്മാവ് 4 വശവും നോക്കിയപ്പോഴത്തേക്ക് താനൊരു നാഭിയിൽ ഒരു താമര തണ്ടിലിരിക്കണു, ചുറ്റും നോക്കിയപ്പോ മുഴുവൻ ജലം. ഇത് ആരുടെ നാഭി? എവിടെ കിടക്കണു? ആരാണ് ഈ കിടക്കണു? ഒന്നും അറിഞ്ഞൂടാ. അപ്പോ ആ പറഞ്ഞ നാളത്തിൽ കൂടെ തന്നെ ആ താമര തണ്ടിലൂടെ ഉള്ളിലോട്ട് പോയപ്പോ ബ്രഹ്മാവ് കേട്ടത് എന്താണ്? തപ, ചിന്തിക്കൂ, തപസ് ചെയ്യൂ, കോൺസെൻട്രേറ്റ് ചെയ്യൂ, നിന്റെ ഉള്ളിലോട്ട് പോകൂ. ആ ഉള്ളിലോട്ട് പോയി താമരയുടെ പൂവിലിരുന്ന് 4 വശവും നോക്കിയപ്പോ കാണാൻ പറ്റിയില്ല. പക്ഷെ താമരയുടെ ദളത്തിൽ കൂടെ, അതിന്റെ ആ ഒരു തണ്ടിൽ കൂടെ അകത്ത്, അതാണ് അന്തർമുഖമാവുമ്പോ കണ്ടു. മഹാവിഷ്ണുവാണ് അവിടെ കിടക്കുന്നത്, അനന്തശയ്യയിലാണ് കിടക്കുന്നത്. അനന്തമായ കാലത്തിന്റെ പുറത്ത് ആ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 തലയുള്ള ഭണമുള്ള ആ അനന്തന്റെ പുറത്ത് ശയിക്കുന്ന മഹാവിഷ്ണുവിനെ കാണുകയും അദ്ദേഹം തപസ് ചെയ്ത് തന്റെ ഉള്ളില് അകത്തോട്ട് പോയപ്പോ കാര്യങ്ങളെല്ലാം വെളിവിട്ടു. അതിനെയാണ് വേദം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു യോഗി അല്ലെങ്കിൽ ഒരു ശില്പി എങ്ങനെയാണ് താൻ കൊത്താൻ ഉദ്ദേശിക്കുന്നത്, എന്റെ ഉപാസ്യദേവത ഇതാണ്, എനിക്ക് വിഷ്വലൈസ് ചെയ്യണം, എങ്ങനെ ആ ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്തോളണം, അമ്മയെ കണ്ടോളണം. എന്റെ ഹൃദയത്തിൽ അമ്മ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എനിക്ക് ഇങ്ങനെ കാണണം.
അതുപോലെ അപ്പൊ ആ ശില്പിക്ക് ആ രൂപമാണ് വെളിയിൽ കല്ലിലോ മരത്തിലോ കൊണ്ടുവരുന്നത്. അതിന്റെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ എടുത്തു കളയുമ്പോൾ ഒരു മരം, കാട്ടിൽ കിടക്കുന്ന ഒരു മരത്തടിയാവട്ടെ, ജലത്തിൽ കിടക്കുന്ന ഒരു കല്ലാവട്ടെ, ആ ഒരു ആവശ്യമില്ലാത്ത ഭാഗങ്ങളെയൊക്കെ ചെത്തിക്കളയുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ആവശ്യമുള്ളത് മാത്രമേ ഇല്ല അവിടെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആ ഒരു ഈഗോ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈഗോയാണ് ഇല്ലേ? ആ ഈഗോ, നമുക്ക് ബാക്കിയുള്ളവരോടുള്ള വിരോധങ്ങള്, ജലസി, ഇതെല്ലാം മാറ്റിവെച്ച് ഇതിനെല്ലാം ചെത്തി കളയുമ്പോൾ എന്ത് വരും? അവിടെ വിഗ്രഹ രൂപത്തില്, വിശേഷേണ ഗ്രഹിക്കുന്ന രൂപത്തിൽ അമ്മ വന്നിരിക്കും. അപ്പോഴേ നമുക്ക് അമ്മയെ കാണാൻ പറ്റൂ. ഒരു ശില്പിയുടെ അതേ ചാതുര്യത്തോടു കൂടി വേണം ഒരു ഉപാസകൻ ദേവിയെ ഉപാസിക്കാൻ. അല്ലാത്തവർക്ക് എന്താ? ഇന്ദ്രിയങ്ങളെ യോജിപ്പിക്കാതെ അയുക്തൻ, അവനെയാണ് അയുക്തൻ എന്ന് പറയുന്നത്, യോഗ്യതയില്ലാത്തവൻ. അവൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഭാവനയില്ല, കുറെ മന്ത്രം ലിപ്പൊക്കെ എക്സസൈസ് ആയിട്ട് ചെയ്യുന്നു, വാഗൊണ്ട് എന്തൊക്കെയോ ജപിക്കുന്നു, അമ്മ എവിടെയാണെന്ന് അറിയില്ല. ഞാൻ എന്റെ ജോലി തീർത്തു, ഇത്രയും രാവിലെ ജപിച്ചു, ഇത്രയും വൈകിട്ട് ജപിച്ചു, ഞാൻ ബാഹ്യമായിട്ട് എന്തൊക്കെയോ കൊടുത്തു അമ്മയ്ക്ക്. ഇതിലൊന്നും ഒരു കാര്യമില്ല. കാര്യമില്ല എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ചിത്തശുദ്ധിക്കാണ്. അതേസമയം ഒരു ഉയർന്ന ഉപാസകന് ഒരുപാട് ജപിക്കേണ്ട ആവശ്യമില്ല. അവൻ ഒരു 10 പ്രാവശ്യം ഇല്ലെ 100 പ്രാവശ്യം ഒരു വർഷം അവന്റെ കോൺസെൻട്രേഷൻ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലോട്ട് അതിവേഗം എത്തിച്ചേരും. അതുകൊണ്ടാണ് ഗുരു പരമ്പരയിലെ ഗുരുക്കന്മാർ നമ്മളെ ഓരോ തലം കയറ്റി വിടുന്നത്. അവർക്കറിയാം ഏത് തലത്തിലാണ് തന്റെ ആ ഒരു ശിഷ്യൻ നിൽക്കുന്നതെന്ന്. ആ രീതിയിൽ ആ യോഗയുക്തനായിട്ടിരിക്കുന്ന ഒരു ശിഷ്യനെ പെട്ടെന്ന് ഈ പറഞ്ഞ അനുഭവം കിട്ടും. ആ ഒരു ധ്യാനവും ശാന്തിയും ഒക്കെ നമുക്ക് കൈവരണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ഉപാസിക്കണം. അപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടത്? ഈ 3 കാര്യങ്ങൾ വേണം. ബ്രഹ്മാക്യ ഭാവന, കർമാക്യ ഭാവന, ഉഭയാത്മിക. ഇപ്പൊ പറഞ്ഞത് തന്നെ ഇതിനെ 3 ഈ പറഞ്ഞ ഒരു തത്വത്തിലൂടെ പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ദേവിക്ക് സൂക്ഷ്മമായിട്ട് പഞ്ചദശാക്ഷരി മന്ത്രശരീരമുണ്ട്. സൂക്ഷ്മമായിട്ടുള്ള പഞ്ചദശി മന്ത്രം, അതാണ് ദേവിയുടെ ശരീരം. സൂക്ഷ്മതരമായിട്ടുള്ള ആത്മകുണ്ടലിനി രൂപം, അവയ്ക്കിടയില് സൂക്ഷ്മതരമായിട്ടുള്ള കാമകലാ സ്വരൂപം. ഇങ്ങനെ 3 വിധമുണ്ട്. എന്താണ് കാമകല എന്നുള്ളത്? നമ്മൾ ശ്രീചക്രം കിട്ടുമ്പോഴത്തേക്ക് കൂടുതൽ നമുക്ക് കാമകല, അതായത് ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തികൾ. ആദ്യം ഉണ്ടായിട്ടുള്ള ഇച്ഛ, അത് കഴിഞ്ഞിട്ടുള്ള ജ്ഞാനം, അത് കഴിഞ്ഞ് ക്രിയ, ഇതിനെ 3-നെയാണ് നമ്മൾ കാമകല എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ദേവിക്ക് പഞ്ചദശാക്ഷരി മന്ത്രശരീരമുണ്ട്, സൂക്ഷ്മതമമായിട്ടുള്ള ആത്മകുണ്ടലിനി രൂപമുണ്ട്, അതിന്റെ ഇടയിൽ ഈ കാമകല, ഇങ്ങനെ 3 ഉണ്ട്. ഇവയെ ധ്യാനിക്കുന്നതാണ് ഈ പറയുന്ന 3 വിധ ഭാവനയും തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും ദേവിയെ ഉപാസിക്കാം. അപ്പൊ നമ്മള് ഈ 3 തരത്തിലും ദേവിയെ ഉപാസിക്കുന്നുണ്ട്. കാരണം പഞ്ചദശി മന്ത്രമുണ്ട്, നമുക്ക് കുണ്ടലിനി രൂപത്തിൽ ദേവിയെ ഉപാസിക്കാം. കുണ്ടലിനി ഉത്ഥാപനമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എന്താ? ഈ പറഞ്ഞ കാമകലാ സ്വരൂപത്തില് കുറച്ചുകൂടെ ഉയർന്ന തലത്തില് സമയാചാരത്തില് നമ്മുടെ ത്രിബിന്ദുക്കളായിട്ട് ഉപാസിക്കുന്നതിനെയാണ് കാമകല എന്ന് പറയുന്നത്. അത് നമുക്ക് ഗുരുമുഖത്ത് നിന്ന് മഹാഷോഡശി മന്ത്രത്തിനൊക്കെ ശേഷം നമ്മൾ ഉപാസിക്കേണ്ട ഒരു തലമാണ്. അപ്പൊ ഈ 3 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ധ്യാനിക്കാം. ഈ 3 മാർഗങ്ങളും നല്ലതാണ്. പൂജാ സങ്കേതം എന്ന് പറഞ്ഞത് പഞ്ചദശിയിലെ മന്ത്രസങ്കേതവും ശ്രീചക്രത്തിലെ ചക്രസങ്കേതവുമാണ്. കാരണം എന്താണ്? കായികം സ്ഥൂലമായിട്ടുള്ള തലമുണ്ട്, വാചികം എന്ന് പറയുന്ന സൂക്ഷ്മതലമുണ്ട്, മാനസികം എന്ന് പറയുന്ന പരാതലമുണ്ട്. ഈ 3 തലവും ഇപ്പൊ നമ്മൾ കണ്ടു. ഈ 3 തലത്തിലും എവിടെയാണ് നമുക്ക് പറ്റുന്നത്? ഈ തലം എവിടെയാണ് അതിന്റെ സാക്ഷാത്കാര തലങ്ങൾ എന്ന് ചോദിച്ചാൽ ഇത് 3ഉം വേറെയല്ല. ഇത് പലതരത്തിലുള്ള ഉപാസകർക്ക് അവരുടെ വാസനയ്ക്ക് അനുസരിച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഒന്ന്, ഈ കുറച്ച് പതുക്കെ വരാൻ പറ്റുന്നവർക്ക് സ്ഥൂലമായിട്ടുള്ള ആരാധനാ ക്രമങ്ങൾ കൊടുക്കും. ദേവിയുടെ എന്താ പറയാ ശ്രീചക്രം അല്ലെങ്കിൽ പ്രതീക ഉപാസന കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് പതുക്കെ അവര് ഇതിന്റെ സത്യത്തെ മനസ്സിലാക്കിയിട്ട് പതുക്കെ ഞാൻ എവിടുന്നാണ് ആവാഹിക്കുന്നത്, എന്റെ ശക്തി എവിടുന്നാണ് എടുക്കുന്നത്, ശരീരത്തിൽ നിന്നാണെന്ന് മനസ്സിലായിട്ട് പതുക്കെ അതിനെ ഉപേക്ഷിക്കും. അപ്പോ ആ ഓരോരുത്തരുടെയും വാസനയ്ക്കനുസരിച്ച് നമുക്കിത് 3 ഒന്നാണ്. പക്ഷെ എടുക്കുന്നത് ഓരോരുത്തരുടെ തലം അനുസരിച്ച് സ്വീകരിക്കാം. എങ്ങനെ? മന്ത്രസങ്കേതമായിട്ട് പൂജയായിട്ട് എടുക്കാം, അത് കഴിഞ്ഞ് മന്ത്രമായിട്ട് മാത്രം ജപിക്കാം, അത് കഴിഞ്ഞ് പരാരൂപത്തിലും ധ്യാനിക്കാം. കാമകലയാണ് പരാരൂപം. അപ്പോ ത്രിപുരതാപിനി ഉപനിഷത്തിലെ മന്ത്രചക്ര സങ്കേതങ്ങളെ ഭാവന ഉപനിഷത്തില് പറയുന്ന പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഭാവന എന്ന് പറയുന്നത് മാനസികമാണ്. ഭാവന ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ഈഹ ഖലു ശ്രീ ത്രിപുര സുന്ദരിയ സ്ഥൂല സൂക്ഷ്മ പരഭേദന ത്രിവിധയ. അപ്പൊ ഈ പറയുന്ന ത്രിപുര സുന്ദരി ഭാസ്കരായർ പറയുന്നു എങ്ങനെ ഉപാസിക്കണം? ദേവിയെ സ്ഥൂലമായിട്ട് ഉപാസിക്കാം, സൂക്ഷ്മമായിട്ട് ഉപാസിക്കാം, പരയായിട്ട് വേണമെങ്കിലും ഉപാസിക്കാം. ഇത് 3ഉം ഒന്ന് തന്നെ. അവസാനം ഈ 3 വഴികളും ഒന്നിൽ തന്നെ ചെന്ന് ചേരും. അപ്പൊ മന്ദ അധികാരികൾക്ക് സ്ഥൂലം. ഇതിൽ മന്ദ അധികാരി എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാക്കാൻ കുറച്ച് താമസം എടുക്കും ഇല്ലേ? നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അയ്യോ എനിക്കിതൊന്നും അറിഞ്ഞൂടാ, എനിക്ക് മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അതിനെയാണ് മന്ദ അധികാരി. കുറച്ച് പതുക്കെ,
കുറച്ച് താമസം എടുക്കും, അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്തൂല്ല, പെട്ടെന്ന് മനസ്സിലാവാൻ പ്രയാസമാണ്. ഇപ്പൊ ജിയോമെട്രിക്കൽ ഫോം ഈ പറഞ്ഞ ബിന്ദു, ത്രികോണ, വസുകോണ, ദശാര, യുഗ്മം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അവർക്ക് എന്ത് ചെയ്യണം? പതുക്കെ സ്ഥൂലമായിട്ടുള്ള ആരാധന കൊടുക്കണം. അവര് ദേവിയെ വെളിയിലെ കരചരണാദികളോട് കണ്ട് ശ്രീചക്രത്തിൽ ഉപാസിച്ച് പൂജ ചെയ്ത് സദാ അതിൽ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ബാഹ്യ പൂജ എന്ത് ചെയ്യും? പതുക്കെ പതുക്കെ ഉള്ളിലോട്ട് വരും. രണ്ടാമത് മധ്യമാധികാരികൾ, അവർക്ക് എന്ത് കൊടുക്കാം? അവർക്ക് മന്ത്രം മാത്രം കൊടുത്താൽ മതി. മന്ത്രജപം കൊണ്ട് നമുക്ക് ആ ദേവിയെ അറിയാൻ പറ്റും. ഉത്തമാധികാരികൾക്ക് എന്താ? അതിസൂക്ഷ്മമായിരിക്കണ എന്താ പറയുക, ഈ പറഞ്ഞ പരാരൂപം. തുടക്കത്തിൽ തന്നെ മഹാഷോഡശിയൊക്കെ കൊടുത്ത് നമ്മൾ ആ ഒരു തലത്തിലോട്ട് പരാമന്ത്രം കൊടുത്തിട്ട് ആ ഒരു തലത്തിലോട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു മാർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടി അത് ഗുരുക്കന്മാർ കൊടുക്കും. ഇങ്ങനെ 4 വിധം, 3 വിധത്തിൽ നമുക്ക് കൊടുക്കാം. ഈ 3ഉം കൂടെ ചേർന്നതിനെ 4ാമത്തെ വിധം. അതായത് ചിലരോട് പറയും എന്താ, സമയാചാരത്തിൽ ചെയ്യൂ, അകത്ത് കുറച്ച് ഉപാസന ചെയ്യൂ, കുറച്ച് ബാഹ്യം ചെയ്യൂ, കുറച്ച് അത് പരാതലത്തിൽ എത്തുമ്പോൾ നിനക്ക് പരാ തരാം എന്ന് പറഞ്ഞിട്ട് ആ രീതി കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ബ്രഹ്മ സദ്ഭാവത്തിനെയാണ് നമ്മൾ ഭാവന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഭാവന എന്ന് ചോദിച്ചാൽ, എന്താണ് ഭാവന ഉപനിഷത്ത് എന്ന് ചോദിച്ചാല്, ആ ബ്രഹ്മത്തിനെ ഭാവനയിലൂടെ കാണുന്നത്. ബ്രഹ്മത്തിനെ ഏത് ഭാവനയിൽ വേണമെങ്കിലും കാണാം. ബ്രഹ്മത്തിനെ എന്താ ഈ പറഞ്ഞ എന്താ മറ്റു നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു നാറാണത്തെ ഭ്രാന്തന്റെ കൂടെ ഉള്ള ആൾ, അദ്ദേഹം പോത്തിന്റെ രീതിയിൽ കണ്ടു, ബ്രഹ്മത്തിനെ പോത്തായിട്ട് കണ്ടു. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബ്രഹ്മത്തെ ഭാവന ചെയ്യാം. ശിവനായിട്ട് ചെയ്യാം, വിഷ്ണുവായിട്ട് ചെയ്യാം, ദേവിയായിട്ട് ചെയ്യാം. അപ്പൊ ഭാവന എന്ന് പറഞ്ഞാല് നിങ്ങൾ എങ്ങനെയാണോ ബ്രഹ്മത്തെ കാണുന്നത് അതിനെയാണ് ഭാവന എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ പരാവിദ്യ, നമ്മൾ ശ്രീവിദ്യയിൽ വരുമ്പോൾ ദേവിയെ പരാവിദ്യ, അതാ വിദ്യ എന്ന് പറഞ്ഞാൽ തന്നെ ആ ടെക്നിക്ക്, ആ അറിവ്, അതിനെ നമ്മൾ പരാവിദ്യ എന്ന് പറയണം. പരാവിദ്യ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് മോക്ഷത്തെ തരുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എന്തൊക്കെ ഉപാസിക്കാം, സന്തോഷം തന്നെ, ആനന്ദം തന്നെ. പക്ഷെ ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ 4ാമത്തെ മോക്ഷം കൊടുക്കണമെങ്കിൽ എന്താ? പരാവിദ്യ. അതായത് ഞാനും ബ്രഹ്മവും രണ്ടല്ല, ആ ഒരു ഐക്യ ഭാവനയിൽ മനസ്സിനെ കൊണ്ട് എത്തിച്ചാൽ മാത്രമേ മോക്ഷം എന്ന് പറഞ്ഞ മോഹങ്ങളുടെ ക്ഷയം വന്ന ഒരു അവസരം, അതായത് വൈരാഗ്യം, വിഗതക, രാഗം, എല്ലാത്തിനോടുള്ള രാഗങ്ങള്, ഒരു അഭിനിവേശം, ഒരു ആഗ്രഹങ്ങള്, ഡിസയേഴ്സ്, ഇതെല്ലാം തീരുമ്പോൾ നമുക്ക് യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞ് ഇനി എനിക്ക് വേണ്ട, മതിയായി എന്നൊരു തൃപ്തി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു മോക്ഷത്തിന് നമ്മൾ പാത്രമാകും. അങ്ങനെയാണ് നമുക്ക് ഈ പരാ ഉപാസന മാത്രമേ മോക്ഷത്തിന് സാധ്യതയുള്ളൂ. അതായത് തന്ത്രവും ഉപനിഷത്തും പറയുന്ന അദ്വൈത ബ്രഹ്മഭാവന, ഈ അദ്വൈതം ഏകമായിട്ടുള്ള, നമ്മളെല്ലാം ദ്വൈതത്തിൽ കണ്ടിട്ട് ഈ പൂജകളെല്ലാം തന്നെ എന്താ നമ്മൾ കണ്ടില്ലേ, പ്രതീകം എന്ന് പറയുന്ന എല്ലാം ബാഹ്യമായിട്ട് ചെയ്യുന്ന ആ ഒരു ഡ്യുവാലിറ്റി, അതിൽ നിന്ന് പതുക്കെ 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 പൂജ ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഏകമായിട്ടുള്ള അദ്വൈത ബ്രഹ്മഭാവന, അതാണ് പരമം, അതാണ് അതാണ് ഏറ്റവും ഉയർന്ന തലം. ധാർമ്മിക ജീവിതം, പൂജാദികളെല്ലാം തന്നെ എന്തിനാണ്? അതിലേക്ക് പോകാനുള്ള സഹായിക്കുന്ന വഴികൾ മാത്രമാണ്. അത് നമ്മുടെ ലക്ഷ്യവും മാർഗവും എന്ന് പറയും പോലെ ലക്ഷ്യവും മാർഗവും കുറച്ച് വ്യത്യാസമാണ്. കാരണം ലക്ഷ്യം അദ്വൈതമാണ്, ഈ പറയുന്ന വഴികള് ദാറ്റ് ഇസ് ഡിഫറെന്റ് ഇൻ വേദം ആൻഡ് തന്ത്രം, രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷെ എത്തിച്ചേരുന്നത് ഏകമായിട്ടിരിക്കുന്ന ഏകം സത് വിപ്ര ബഹുദാ വദന്തി, ആ ഒരു സത്യത്തിലേക്കാണ് ഏത് വഴിയും എത്തിച്ചേരുന്നത്. അപ്പോ ഈ പറഞ്ഞ വഴികൾ നമ്മൾ ഈ പറഞ്ഞ ഏത് സ്വീകരിച്ചാലും ശ്രീവിദ്യാമാർഗത്തില് പൂജിക്കേണ്ടവർക്ക് പൂജിക്കാം, അല്ല ജപിക്കേണ്ടവർക്ക് ജപിക്കാം, അല്ലെങ്കിൽ പരാ ഉപാസന ചെയ്യാം. എന്ത് ചെയ്താലും ഈ മോക്ഷം എന്നുള്ളത് പരാവിദ്യയിലൂടെ മാത്രമേ പറ്റുള്ളൂ. കാരണം പരാ എന്ന് പറയുന്നത് അകത്ത് ചെയ്യുന്ന വിദ്യ, ബിയോണ്ട് ഇരിക്കുന്ന ആ ബ്രഹ്മ ഐക്യം, ബ്രഹ്മഭാവന, അദ്വൈത ബ്രഹ്മഭാവന. അദ്വൈതം അതാണ്, ദ്വൈതമല്ല, അദ്വൈതം. അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞാല് ഈ ഇരിക്കുന്ന ഞാനും എന്നെ ഉള്ളിലിരിക്കുന്ന ശക്തിയും ഈ പ്രപഞ്ചവും എല്ലാം ഒന്നാണെന്നുള്ള അദ്വൈത ഭാവന. താന്ത്രികമായിട്ട് നമ്മൾ പറയുന്ന പഞ്ചമകാരങ്ങളെല്ലാം തെറ്റായ ഉപയോഗിക്കുകയാണ്. കാരണം ഈ പഞ്ചമകാരങ്ങളെയൊക്കെ ആഭിചാര ക്രിയകൾ ഇവയെല്ലാം തന്നെ അധമ ഭാവനകളാണ്. ബാഹ്യപൂജയിൽ പെടുന്നത് പോലും ഇത് തെറ്റാണ്. കാരണം ഒരുപാട് താന്ത്രികര് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല. അതൊന്നും സ്വീകരിക്കുന്നതോ ഭൈരവി ചക്രത്തില് ഉപാസിക്കുന്നതോ ശ്മശാനത്തിലെ ആഭിചാരങ്ങളോ പ്രേത ആവാഹനമോ ഒന്നും ഉത്തമമായിട്ടുള്ള തന്ത്രമല്ല. ശത്രു സംഹാരത്തിന് മന്ത്രങ്ങളെ യൂസ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും പാടില്ല. കാരണം മന്ത്രദേവതയെ നമ്മൾ കെട്ടിയിട്ട് വേറൊരാളെ, ശത്രു എന്ന് പറയുന്നത് തന്റെ ഹൃദയത്തിലിരിക്കുന്ന, തന്റെ ഉപാസനയ്ക്ക് വിഘാതങ്ങളായിട്ട് നിൽക്കുന്ന നമ്മുടെ തന്നെ വികാരങ്ങളാണ്, നമ്മുടെ ഷഡ്വൈരികള്, ഷഡൂർമികള്. അപ്പൊ അതിനെ മന്ത്രങ്ങളെ എടുത്ത് വേറൊരാളെ സംഹരിക്കാൻ ഉപയോഗിക്കുന്നവൻ എന്താണ്? അധമനായിട്ട് തീരും. അവൻ ഒരിക്കലും മുകളിലോട്ട് പോകാൻ പറ്റില്ല. തന്ത്രശാസ്ത്രം പറയുന്നു അവൻ അധമമാണ്, അധമമായിട്ടുള്ള സ്ഥലത്തേക്ക് അവർ പോകും. അപ്പോ മദ്യം സഹസ്രാരത്തിൽ നിന്ന് ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? താന്ത്രികത്തില്
തന്ത്രശാസ്ത്രം പറയുന്നത് അത് അമൃതരസമാണ്. കേജരി മുദ്രയില് മാംസം മനുഷ്യന്റെ മൃഗീയ വികാരങ്ങളെ ഇല്ലാതാക്കി, മത്സ്യം എന്ന് പറയുന്നത് ഇടാപിങ്കള അഥവാ ഗംഗ യമുന നദികളിൽ ഒഴുകുന്ന പ്രാണനാണ്. മൈഥുനം എന്ന് പറയുന്നത് സഹസ്രാരത്തിൽ വെച്ച് സുഷുമ്നയിൽ വെച്ചുണ്ടാകുന്ന ശിവശക്തി സംയോഗം. മുദ്ര എന്ന് പറയുന്നത് ഭൗതികവും അധമവുമായിട്ടുള്ള ബന്ധങ്ങളുടെ വരൾച്ചയാണ്. അപ്പോ മദ്യം അഗ്നി, മാംസം വായു, മത്സ്യം ജലം, മൈഥുനം ആകാശം. നോക്കൂ, നമ്മുടെ പഞ്ചഭൂതങ്ങളെ ശുദ്ധമാണ്. ഇതിനാണ് ഭൂതശുദ്ധി എന്ന് പറയുന്നത്. ഈ എങ്ങനെയാണ് ഭൂതശുദ്ധി വരുന്നത്? ആദ്യത്തെ മദ്യം എന്താണ്? അഗ്നിയാണ്. അഗ്നി എന്ന് പറയുന്ന പഞ്ചഭൂതമാണ്. മാംസം എന്ന് പറയുന്നത് എന്താ? വായു. മത്സ്യം എന്ന് പറയുന്നത് ജലം. മൈഥുനം എന്ന് പറയുന്നത് ആകാശം. അതിൽ മുദ്ര എന്ന് പറയുന്നത് പൃഥ്വി. പൃഥ്വിയിലെ ധാന്യം എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോ ഒരു കുലം അഥവാ ഒരു കുടുംബമാണ്. അതായത് നമ്മുടെ ഈ പൃഥ്വി എന്ന് പറയുന്ന ഈ ഭൂമിയിൽ ജനിച്ച എല്ലാം തന്നെ ഒരു കുലം, ഒരു ശക്തിയിൽ നിന്നുണ്ടായതാണെന്നുള്ള തിരിച്ചറിവ്. അപ്പൊ അങ്ങനെ ഒരു കുടുംബം, ഈ ഒരു ബ്രഹ്മ ആത്മ ഐക്യ ഭാവനമാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീവിദ്യ ഉപാസന ആത്മവിദ്യ എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് മാത്രം എന്തൊക്കെയോ ഉയർച്ച കിട്ടി, ഞാൻ മാത്രം കൊമ്പത്ത് കയറി എന്തൊക്കെയോ നേടിപ്പോവാനല്ല. എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിഞ്ഞ് നമുക്ക് കഴിയുന്ന വ്യക്തിഗതമായിട്ടുള്ള രീതിയിൽ എല്ലാവരെയും സഹായിച്ചും സഹകരിച്ചും. കാരണം ഞാൻ എന്നുള്ള ഒരു എൻറ്റിറ്റി മാത്രം ഇല്ല ഈ ഭൂമിയിൽ. ഞാൻ എന്നുള്ള വ്യക്തി മാത്രമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഒരു മുറിയിൽ നമുക്ക് കയറി അടച്ചിരിക്കാൻ ഞാൻ മാത്രം. പക്ഷെ നമുക്ക് ആഹാരം വേണം, ഈ പ്രപഞ്ചത്തിലെ വായു വേണം, വെളിച്ചം വേണം. എല്ലാം തന്നെ നമുക്ക് എന്താ, അത് ഈശ്വരൻ തരുന്ന ഒരു എന്താ പറയുക ദാനമാണ്. അതെല്ലാം തന്നെ നമ്മളെല്ലാവരും ഒരുപോലെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ സെപ്പറേഷൻ വരുന്നത്? ശരീരം കൊണ്ടുള്ള സെപ്പറേഷൻ. അപ്പൊ ശരീരം ഞാനാണോ? അല്ല. ഈ ഒരു ഭാവം വന്നു കഴിയുമ്പോൾ എന്താ, അത് ബ്രഹ്മ ഐക്യ ആ ഒരു ബ്രഹ്മ ഐക്യത്തിന്, ബ്രഹ്മവുമായിട്ട് ഐക്യപ്പെടാൻ ഈ ഒരു ഭാവന നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ശ്രീവിദ്യ ഉപാസനയിലെ ഭാവന ഉപനിഷത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ തന്ത്രാചാരത്തിലാണെങ്കിൽ വേദാചാരം എന്ന അഹിംസയായിട്ടുള്ള വേദചര്യ എന്നൊക്കെ പറയുന്നത് എന്താ? നമ്മൾ വേദം കണ്ടിട്ടില്ലേ? വേദത്തിനും കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട്. അവര് പറയുന്നത് ഈ അഹിംസയാണ്, മറ്റാണ്, മറിച്ചാണ്, നിങ്ങൾ സത്യം പറയണം, അഹിംസയിൽ ജീവിക്കണം, സത്യം ധർമ്മം എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യണത്? സഹസ്രാര പത്മത്തിൽ ദേവിയെ ധ്യാനിക്കുക. ഏറ്റവും ഉയർന്ന തലം. തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും ആ വേദത്തിനേക്കാൾ 1000 മടങ്ങ് ഉയരാൻ കാരണം സ്വശരീരത്തിലെ സഹസ്രാര പത്മത്തിലെ ദേവിയെ കാണുക. പിന്നെന്താ? ഐം എന്നുള്ള ബീജമന്ത്രജപം. ഐം എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന, സരസ്വതി വാഗ്ദേവി മേധയായിട്ടിരിക്കുന്ന, ശാരദ സരസ്വതി മേധ 3 സ്വരൂപത്തിലിരിക്കുന്ന ആ വാഗ്ദേവിയെ ഉപാസിക്കുന്നതാണ് ഐം എന്ന് പറഞ്ഞുള്ള ബീജം. ഇത് രണ്ടും നമ്മളെ വേദശാസ്ത്രത്തിൽ, വേദം പഠിച്ച് എത്രയാണ് ഈ വേദം പഠിക്കുന്നവരൊക്കെ എന്താ ചെന്നിരുന്ന് കുറെ സമയം വേദം കേൾക്കും, അവർ കുറച്ച് ഗായത്രി മന്ത്രം ജപിക്കും, വരും. അതേസമയം തന്ത്രശാസ്ത്രം എന്താ ചെയ്യുന്നത്? ആ ഒരു ഉപാസനാ മാർഗത്തില് ഈ ഗുരുമന്ത്രത്തോടുകൂടി നമ്മളെ ഇനിസിയേഷൻ തന്ന് ഗുരു കൈ പിടിച്ച് കയറ്റി കൊണ്ടുപോവുക. അതാണ് വേദവും തന്ത്രവും തമ്മിൽ. വേദം നമുക്ക് കുറെ കേൾക്കാം, കാലം കഴിയുമ്പോൾ അത് മറന്നുപോകും. വേദത്തിന്റെ സാരമല്ലേ ഭഗവത്ഗീത. ഇന്ന് എത്ര പേരാണ് ഭഗവത്ഗീത അനുസരിച്ച് ജീവിക്കുന്നത്? ഒരാള് ഭഗവത്ഗീത പറയുന്ന ഒരു സെന്റൻസ് ഈ പറഞ്ഞ തന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു സെന്റൻസ് ഇന്ന് വലിയ ഗീത ആചാര്യന്മാര് നമ്മൾ കണ്ടിട്ടില്ലേ? വെട്ടിപ്പിടിക്കുകയും തട്ടിയെടുക്കുകയും ബാക്കിയുള്ളവരുടെ ആശ്രമങ്ങൾ പണിയും ബാക്കിയുള്ളവരുടെ കുതിര കയറിയും പണം തട്ടിച്ചെടുക്കുകയും. ഇതാണോ വേദാധ്യായനം? ഇതാണോ വേദ പണ്ഡിതൻ എന്ന് പറയുന്നത്? ശരിക്കും ഗീത എന്ന് പറയുന്നത് ആ പറയുന്ന വേദങ്ങളുടെ സാരമാണ്. സർവോപനിഷദോ ഗാതോ, ആ എല്ലാ ഉപനിഷത്തിന്റെയും സാരമാണ് ഗീത. അത് പഠിച്ചവരിന്ന് എന്താ ചെയ്യുന്നത്? എന്തുകൊണ്ട് അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല? അവർക്ക് നിഷ്ഠയായിട്ടുള്ള ഒരു ചര്യ, ഈ പറഞ്ഞ ഭാവന ഉപനിഷത്തിൽ പറയുന്ന പോലെ ഒരു ബ്രഹ്മസത്യത്തെ മനസ്സിലാക്കാൻ ഒരു ഉപദേശം എടുത്ത് ഒരു വഴി കൂടെ നിഷ്ഠയായിട്ട് അവർ സഞ്ചരിക്കുന്നില്ല. കാരണം അവർക്ക് അവിടെ കേൾക്കുക പറയുക എന്നുള്ളതല്ലാതെ ചര്യയില്ല. അവരത് ജീവിതത്തിൽ നിഷ്ഠയായിട്ട് കൊണ്ടുപോകുന്നില്ല. എന്തുകൊണ്ടാണ് തന്ത്രശാസ്ത്രത്തിൽ ഗുരുവുണ്ട്, നമുക്കൊരു പരമ്പരയുണ്ട്, അതനുസരിച്ച് പോണം എന്ന് പറയാൻ കാരണം ഇതിനു മുമ്പേ പോയ ഗുരുക്കന്മാരെല്ലാം സാക്ഷാത്കരിച്ച സത്യത്തെ നമുക്ക് തരുന്നതുകൊണ്ടും നമുക്കത് ഉപാസിക്കാൻ പറ്റുന്നതുകൊണ്ടും ഇതാണ് ശരി കുഞ്ഞ്, എന്റെ പുറകെ വരൂ, ഞാൻ കണ്ട സത്യം നിനക്ക് തരാം. നമ്മുടെ അടുത്തുള്ള അപാരമായിട്ടുള്ള കരുണ. അഗസ്ത്യനൊക്കെ എന്താ ചെയ്യണത്? ആ ഭൂമിയിലുള്ള മനുഷ്യരുടെ ദുഃഖം കണ്ടിട്ട് അവരെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹം. അപ്പൊ അത് പിന്തുടർന്ന് പോകുമ്പോൾ എപ്പോഴും നമുക്ക് കാലടി പാദങ്ങളെ പിന്തുടരണം, ഏത് ശ്രേഷ്ഠമായിട്ടുള്ള. അതുകൊണ്ടാണ് ഗുരു പാദുകങ്ങൾ നമ്മൾ പൂജിക്കുന്നത്. അവര് നടന്ന വഴി, അവര് കാണിച്ചു തന്ന വഴി, അവര് എന്താ പറയാ, അവർക്ക് ഒന്നും അവരുടേതായിട്ട് വെക്കാതെ പ്രപഞ്ചത്തിന് കൊടുത്ത് പ്രപഞ്ചത്തിലെ ജീവികളെ എല്ലാം സഹോദരങ്ങളെ പോലെ കണ്ടിട്ടുള്ള ആളുകൾ നമുക്ക് തന്നത്. അപ്പോൾ ആ ഒരു വഴിയിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെ എത്തിച്ചേരാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ഡൈവേർട്ടഡ് ആയി. ഇപ്പൊ നമ്മുടെ കർമ്മങ്ങള്, ഒരു ധർമ്മ അനുഷ്ഠാനമായിട്ടുള്ള കർമ്മങ്ങള്, ആ നമ്മുടെ ഈ പറയുന്ന ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്
ഗീതയിലെ ഒരു വാക്കിന് തുല്യമാണ്. രമണ മഹർഷി എപ്പോഴും പറയും എന്താണ്? അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത അഹം ആദിശ്യ മധ്യസ്ഥ ഭൂതാനാം അന്തരേവജ. അദ്ദേഹം എപ്പോഴും പറയും ഈ ഒരു കാര്യം, നിങ്ങൾ തന്ത്രമാണെങ്കിലും വേദമാണെങ്കിലും ഇത് അറിഞ്ഞവന് അഹം ആത്മാ ഗുഡാകേശ, ഞാൻ ആത്മാവാണ് അർജുന, നീ നിന്റെ ആത്മാവായിട്ട് എന്നെ അറിയുക. സർവഭൂതാശയ സ്ഥിത, എല്ലാ ഭൂതങ്ങളിലും ഭവിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും അന്തരാത്മാവില് അകത്തിരിക്കുന്ന ആളായിട്ട് കാണുക. അഹം ആദിശ്ച മധ്യസ്ഥ, ഞാൻ ആദിയും അവസാനവും ഇല്ലാത്ത പരമ്പൊരുളാണ്. ഭൂതാനാം അന്തരേവജ, ഏത് ഭൂതങ്ങളുടെയും അകത്തും പുറത്തും ഞാൻ മാത്രമാണ്. ഈ ഒരു സെന്റൻസ് ഭഗവത്ഗീതയിലെ പഠിച്ച തന്ത്രശാസ്ത്രം പഠിച്ചതിന് തുല്യമാണെന്ന് രമണ മഹർഷി പറയും. എന്താ? ആ ഉള്ളിലിരിക്കുന്ന ചൈതന്യം, ഈ ഉള്ളിൽ കാണാത്തതുകൊണ്ടല്ലേ നമ്മൾ നമ്മുടെ ശരീരമാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ നടക്കുന്നത്. ശരീരത്തിനല്ലേ എന്തൊക്കെയോ കൊടുത്ത് പോഷിപ്പിക്കാനും കുറെ വില കിട്ടേണ്ടതും കുറെ എന്താ പറയാ എല്ലാവരുടെയും മുമ്പിൽ കുറെ വില മേടിക്കുക, അങ്ങനെ മേടിക്കുക, ഇങ്ങനെ മേടിക്കുക നമ്മൾ ഓടുന്നത്. ഈ ഇരിക്കുന്ന അകത്ത ആത്മാവിനെ അറിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടേണ്ടത്? മനസമാധാനം, സന്തോഷം, നിർവൃതി. നമുക്ക് പുറത്തെ കാര്യങ്ങൾ പോലും പിന്നെ അറിയില്ല. അകത്ത് ഇതിനേക്കാളും മനോഹരമായിട്ട് ഒരു ചിന്താമണി ഗ്രഹങ്ങളും അവിടെ ഫലവൃക്ഷങ്ങളും അവിടെ ഒഴുകുന്ന ജലവും ആ ഒരു പഞ്ചഭൂതങ്ങളുടെ ഒരു എന്താ പറയാ അവിടെ ക്രൂരമൃഗങ്ങളും നല്ല മൃഗങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്ന് ആ ഈശ്വരിയുടെ അതാണ് എല്ലാവരുടെ ഉള്ളിലും അന്തസ്ഥിതനായിട്ടിരിക്കുന്ന ആത്മാവിനെ കണ്ട് ദേവിയുടെ ചുറ്റുമിരിക്കുന്ന ആ ഒരു തലത്തിൽ എത്തുന്ന ഒരു ജീവൻ എങ്ങനെ ഈ പുറത്തുള്ള മാത്സര്യങ്ങളിൽ ചെന്ന് പെടാൻ പറ്റും? അപ്പൊ ഇത് ഉള്ളിൽ കയറാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ തന്ത്രാചാരങ്ങളില് ഏറ്റവും ഉയർന്ന തലം ആ ബ്രഹ്മ ഐക്യമാണ്. അതുകൊണ്ടാണ് നമ്മള് സഹസ്രാര പത്മത്തിൽ ദേവിയെ കാണുകയും ഐം എന്നുള്ള ആ ബോധസ്വരൂപമായിട്ടുള്ള മന്ത്രബീജം, ഐം എന്ന് പറഞ്ഞാൽ നമ്മുടെ അജ്ഞാനങ്ങളെ ഇല്ലാതാക്കുന്ന ഐം ബീജം ജപിക്കുകയും ചെയ്യുന്നത്. അപ്പോ ഭക്തന് എന്തൊക്കെ ഭാവമാണ് ഉള്ളതെന്ന് ചോദിച്ചാല് ഭക്തന് പശുഭാവമുണ്ട്, വീരഭാവമുണ്ട്, ദിവ്യഭാവമുണ്ട്. 3 ഭാവങ്ങളാ. എന്താ പശുഭാവം? അയ്യോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലേ, ഞാൻ പശുക്കളാണ്, ആരെന്ത് പറയുന്നു അതുപോലെ കേട്ട് ഞാനിങ്ങനെ നടക്കുന്ന ആളാണ്. പശു എന്താ? കെട്ടി കയറ് യജമാനൻ പോകുന്നിടത്തെല്ലാം പോയി നിൽക്കും. പാവം പശുവിന് ശരിക്കും പറഞ്ഞാൽ ഫ്രീഡം ഒക്കെ ഉണ്ട്. നമ്മൾ പശുവിനെ ഉദാഹരിക്കുക. നമ്മൾ കെട്ടി തൊഴുത്തിക്കൊണ്ട് നിർത്തി നമ്മൾ പാലെടുക്കാൻ വേണ്ടി പശുവിനെ കെട്ടിയിടും. അതിനെ തുറന്നു വിട്ടാൽ എന്താ? അത് വളരെ ഫ്രീ ആയിട്ട് മേഞ്ഞ് നടക്കും സന്തോഷത്തോടെ, ഇല്ലേ? നമ്മൾ കൊണ്ട് കെട്ടി നിർത്തി അതിന് കുറെ അടിച്ചേൽപ്പിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ. അതാണ് പശുഭാവം. ആരെന്ത് പറഞ്ഞാലും സ്വന്തമായിട്ട് ചിന്തിക്കില്ല, വ്യക്തിത്വമില്ല, തന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അറിയില്ല, ആര് പറഞ്ഞാലും കേൾക്കുക, ഒന്നിലും വിശ്വാസമില്ല. ഇതിനാണ് പശുഭാവം എന്ന് പറയുന്നത്. വീരഭാവം എന്ന് പറഞ്ഞാൽ എന്താ? വീരം എന്ന് പറഞ്ഞാൽ എന്തോ ഇതിലൊക്കെ ഉണ്ട്, ഒന്നും ചിന്തിക്കാതെ ഉത്തരം പറയില്ല, ഒന്നും നമ്മളെ ആലോചിക്കും. ഈ പറഞ്ഞ ബാഹ്യമായിട്ടുള്ള കുറെ എന്താ പറയാ പ്രകടനങ്ങളിൽ ഒന്നും മനസ്സ് പോവാതെ വീരമായിട്ട് ദേവി ദുർഗ വീരഭാവത്തിൽ നിൽക്കുന്നു. നമുക്ക് ശത്രുക്കളെയൊക്കെ വെട്ടി ജയിച്ച് എന്റെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ ഞാൻ ജയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി പോകുന്നത് വീരഭാവം. അങ്ങനെയുള്ളവർക്കേ ഉപാസന പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ? പശുഭാവമായാല് ഒന്നും ചെയ്യില്ല, എപ്പോഴും മിണ്ടാതിരിക്കുക, ഈ പറഞ്ഞ പോലെ ഒന്നും വിടാൻ തയ്യാറല്ല. അങ്ങനെയുള്ളവർ ഇങ്ങനെ എന്താ പറയാ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഇങ്ങനെ ആ ചതഞ്ഞും പൊതഞ്ഞും ഒക്കെ കിടക്കുന്നവർക്കൊന്നും ഉപാസന പറ്റില്ല. വീരഭാവത്തോടു കൂടി എനിക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റാത്ത എന്താ? എല്ലാവരുടെയും ഉള്ളിൽ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമായിട്ടിരിക്കുന്ന ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഓരോ ജീവികളുടെ ഉള്ളിലും ഉണ്ട്. അതിന് തിരിച്ചറിയാൻ മനുഷ്യന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, മനസ്സ് കൊടുത്തിട്ടുണ്ട്, ചിന്ത എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ നമുക്ക് തയ്യാറല്ല. കാരണം ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത്, എനിക്കതൊന്നും മാറ്റാൻ പറ്റില്ല. അവർക്ക് പറ്റില്ല. ഈ പറഞ്ഞ ഉപാസനാഭാവം, വീരഭാവം വേണം. പിന്നെ 3ാമത്തത് ദിവ്യഭാവം. അത് ജനനത്തോടെ കിട്ടുന്നതാണ്. അത് നമ്മുടെ ചര്യയിൽ കാണും, ദിവ്യമായിട്ട് കിട്ടുന്ന. എന്താ? ശ്രീരാമകൃഷ്ണ പരമഹംസർ, വിവേകാനന്ദ സ്വാമികള്, ഈ പറഞ്ഞ രമണ മഹർഷി ജന്മത്തിൽ തന്നെ അവർക്ക് കിട്ടും. അവർക്ക് ആ ഒരു വേറൊന്നുമില്ല, അവര് ജനിക്കുമ്പോഴേ ദിവ്യരാണ്. അത് ദിവ്യ ജനനം. ഭഗവാന്റെ അവതാരമെല്ലാം ദിവ്യമാണ്. എന്താ? ദിവ പ്രകാശം കൊണ്ട്. അവർക്ക് ഇരുട്ടില്ല, അജ്ഞാനമില്ല, ആ ഒരു പ്രകാശിക്കുന്ന ജീവൻ, അതാണ് ദിവ്യഭാവം. അങ്ങനെ 3 തരത്തിലുള്ള ഭാവമുണ്ട്. അത് മനസ്സിന്റെ സ്വഭാവം അനുസരിച്ചാണ്. അപ്പൊ നമുക്ക് എന്താ? ഉപാസനയിലോട്ട് മേളിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ എന്താ പറയാ എല്ലാം വിട്ടുകളയാൻ. ഇന്നലെ ആ കേട്ട ഒരു ഇതിനകത്തിട്ടിരുന്ന ആ സെൻ സ്റ്റോറി ഭയങ്കര നല്ലതാണ്. ആ സെൻ സ്റ്റോറിയിൽ എന്താ പറയുന്നത്? സെൻ ബുദ്ധിസ്റ്റ്, ഈ സെൻ മോങ്സ് എന്ന് പറയുന്നത് ഇന്ന് ജീവിക്കണവരാണ്. അവര് പാസ്റ്റിൽ ജീവിക്കണതോ ഫ്യൂച്ചറിൽ ജീവിക്കണവരല്ല. ഇന്ന് നമ്മുടെ മനസ്സ് ഒരു ഉപാസനയിൽ കയറുമ്പോൾ ആ മനസ്സിനെ എത്രത്തോളം ശുദ്ധമാക്കി കഴുകിയ ഒരു പാത്രം. നമുക്കറിയാം, ഒരു അച്ചാർ, ഒരു മാങ്ങ അച്ചാർ ഇരുന്ന കുപ്പി, അതിനകത്ത് നമ്മൾ നാരങ്ങ ഇട്ട് വെച്ചാൽ കുറെ കാലം കഴിയുമ്പോൾ മാങ്ങയുടെ ഒരു ടേസ്റ്റ് വരും നാരങ്ങയ്ക്ക്. നമ്മൾ എന്താ ചെയ്യണത്? കഴുകി ചൂടുവെള്ളം ഇട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അടുത്ത അച്ചാറിടും, ഇല്ലേ? ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ബാക്കി ഭാഗം ഇരുന്നിടത്ത് വേറൊരു സാധനം ഇട്ട് വെച്ചാൽ കാലക്രമേണ കേട് വരും, ഉറപ്പാണ്. ഏത് സാധനമാണെങ്കിലും എടുത്തോളൂ. ഇല്ലെങ്കിൽ അത്രത്തോളം ഉണങ്ങിയതായിരിക്കണം, വറുത്ത വിത്തുകളായിരിക്കണം. നമ്മുടെ മനസ്സ് വറുത്തതാണോ?
ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ എപ്പോഴും നനഞ്ഞ് കരഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന നമ്മുടെ വറുത്ത വിത്ത് എന്ന് പറഞ്ഞാൽ ഉപാസന ബലം വന്നവര്. അവരെ എവിടെ കൊണ്ടിട്ടാലും അവർ ജീവിക്കും, അവർക്ക് പ്രശ്നമില്ല. അവർക്ക് ഉപാസനയുടെ ആവശ്യം പോലും ഒരു തലം കഴിഞ്ഞാൽ അവർ കുത്തി മറ്റേ സൈഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ വടിയുടെ ആവശ്യമില്ല. പക്ഷെ അല്ലാതെ ഉപാസന തുടങ്ങുന്നവർക്ക് എങ്ങനെയാ? ആ ഒരു പാത്രം മനസ്സെന്ന് പറയുന്ന പാത്രം ചിത്തശുദ്ധി വേണം. അതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഉപാസനാ മാർഗത്തിൽ കയറുമ്പോൾ, ഒരു ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ, ഒരു മാർഗത്തെ സ്വീകരിക്കുമ്പോൾ ആ കുപ്പിയെ നല്ലവണ്ണം കുലുക്കി കളഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി ശുദ്ധമായിട്ട് വേണം അടുത്ത ഒരു ഉപാസനാ മാർഗത്തിലെ കാര്യങ്ങൾ അതിനകത്തോട്ട് ഇടാൻ. അത് ഹാഫായിട്ട് കിടന്ന് ഇദ്ദേഹം സെൻ ബുദ്ധിസ്റ്റ് ഒഴിച്ച പോലെ ചായ അരക്കപ്പിൽ നിറച്ചൊഴിച്ച് വീണ്ടും വീണ്ടും തുളുമ്പി കളഞ്ഞുകൊണ്ടിരിക്കും. അതെന്താ? ഓൾറെഡി അരക്കപ്പ് ഉണ്ട് അവിടെ. അപ്പൊ പിന്നെ എങ്ങനെ ചായ ഒഴിച്ച് നിറയുക? നമുക്ക് ഒഴിച്ച് നിറയണോ, ആ തുളുമ്പി നിൽക്കണമെങ്കിൽ, ആ പൂർണ്ണത്വം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മനസ്സ് ശുദ്ധമായിട്ട് വളരെ ഒരു എന്താ പറയാ, ഒരു സിലിണ്ടർ പോലെ മനസ്സിനകത്ത് നമുക്ക് എത്രത്തോളം അമ്മയെ നിറയ്ക്കാൻ പറ്റും. അവിടെ വേറെ പലതും നേരത്തെ നിറച്ചു വെച്ചിരിക്കുന്ന ദേവിയുടെ ഈ 64 ഉപചാരങ്ങളില്, ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളിൽ കൊടുക്കുന്ന 3-4 ഉപചാരം ദേവിക്ക് എന്താ പറയാ, ചൂടുവെള്ളം കൊടുക്കണു, പച്ചവെള്ളം കൊടുക്കണു, അമ്മയെ രത്നപീഠത്തിൽ ഇരിക്കണു, ദേവിക്ക് കുളിപ്പിക്കുകയാണ് 3, അതാണ് ഗംഗാ സ്നാനം കൊടുക്കുന്നു. എന്താ കാര്യം? എത്രയോ ജന്മങ്ങളായിട്ട് കൊണ്ടുവന്ന വാസനകളുടെ കറ പിടിച്ച മനസ്സാ നമ്മുടേത്. കാരണം അതിനകത്ത് പല പല കാര്യങ്ങൾ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കള് നമ്മുടെ കുറ്റമല്ല അതുണ്ട്, പക്ഷെ ഈ ജന്മത്തിൽ ആർജിച്ചതും കൂടെ അതിനകത്ത് ഇട്ടിരിക്കുക. അപ്പൊ എങ്ങനെ ആ ഓരോന്നിനും അതിന്റെ ഉപചാരങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ, സിംബോളിക്കായിട്ട് അർത്ഥമുണ്ട്. അമ്മയ്ക്ക് അവസാനം കൊടുക്കുന്നു രത്ന കലശത്തിൽ അഭിഷേകം, സ്വർണ്ണ കലശത്തിൽ അഭിഷേകം. എന്താ? അമ്മ എന്റെ ചിത്തശുദ്ധി, അമ്മയെ ഇരുത്തുക. രത്നപീഠ ഉപവേശമാണ് അമ്മയ്ക്ക്. മനസ്സാകുന്ന രത്നപീഠത്തില്, ചിന്താമണി ഗൃഹത്തിൽ അമ്മ അവിടെ ഇരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ശുദ്ധമായ സ്ഥലത്തെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റൂ. അഴുക്ക് പിടിച്ചെടുത്ത് വന്ന് ഇരിക്കാൻ പറ്റുമോ? ഇത് എന്റെ വേറൊരു ഉപാസനയിൽ എന്റെ ഒരു മാർഗമാണ്, ഇത് കുറച്ച് ഞാൻ കാണും, ബാക്കിയുള്ളവരെയും കാണും എന്നുള്ള മനസ്സിൽ അവിടെ അമ്മ ഇരിക്കില്ല. പിന്നെ ഉപാസനയിൽ മേളിലോട്ട് കയറിയില്ല എന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒരു ഇനിസിയേഷൻ എടുക്കുമ്പോൾ മനസ്സിനെ ക്ലിയർ ആക്കണം. ക്ലിയർ ആക്കി ഇതുവരെ കൊണ്ടുവന്നത് അത് വിടാൻ തയ്യാറല്ലാത്ത ഒരു ഉപാസനയിൽ കയറരുത്. 100% കുറച്ചു കാലം കഴിയുമ്പോൾ അവരെ ദേവി വിട്ടുപോകും. കാരണം ഈ പറഞ്ഞ ആ ഒരു വിധി നിഷേധങ്ങള് ഗുരുപരമ്പര വച്ചിരിക്കുന്ന എന്തിനാ? അത് ആചരിച്ചു കൊണ്ടുപോകാനാണ്. ആചരിച്ചാൽ മാത്രമേ ആ ഒരു നിയമമായിട്ട് തീരൂ. നിയമം മാത്രമേ നാളെ നമ്മുടെ ചര്യ സ്വഭാവമായിട്ട് തീരൂ. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ വാസനകളാണ് ഇന്ന് ഈ ദിവസം നമ്മൾ ഇരിക്കാൻ കാരണമെങ്കിൽ ഇനിയും അത് തുടരാനാണ് നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് ഈ ഉപാസന നമുക്ക് ബലപ്പെടും? നല്ലവണ്ണം കഴുകി ശുദ്ധമാക്കണം. അവിടെ എന്താ, ഒരു പരമ്പരയെ കയറുമ്പോൾ അവര് പറയുന്ന വിധി ഡൂസ് ആൻഡ് ഡോൺസ് പറയും, അത് ചെയ്യണം. അതിനെന്താ? ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത്, എനിക്കിത് പറ്റില്ല, ഞാൻ എന്തൊക്കെയോ അഹങ്കാരത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് ആരുടെ അടുത്ത് പറയണത്? അവരവർക്ക് തന്നെ നഷ്ടമുള്ളൂ, വേറെ ആർക്കും നഷ്ടമില്ല. നമുക്ക് നഷ്ടം എന്താ? ഒരു മഹാമന്ത്രം കിട്ടിയിട്ട് ദേവിയെ ഈ ജന്മത്തിലല്ല പല ജന്മത്തിൽ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഗുരുപരമ്പരയെ നിഷേധിച്ചുകൊണ്ട് ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. ഒരു ചില കാര്യങ്ങൾ പറയുന്നത് കട്ട് ആൻഡ് റൈറ്റ് അത് വിട്ടേക്കുക. കാരണം എന്താ? പകുതി നിറഞ്ഞ പാത്രമാണ് നമ്മുടെ മനസ്സ്. കാരണം ഈ ജന്മങ്ങളിൽ മാത്രമല്ല പലപ്പോഴും കൊണ്ടുവന്ന മനസ്സ്. അതാണ് ദേവി ഈ പറഞ്ഞ 64 ഉപചാരം കൊടുക്കുന്നത്. ആദ്യം നിങ്ങളുടെ ഈ നേരത്തെയുള്ള ജന്മങ്ങളിലെ ഉപാസന കൊണ്ടുവന്ന ആ കുറെ എന്താ പറയുക നെഗറ്റീവ് എനർജി പല ഉപാസനകളിലൂടെ നമുക്ക് അവിടെ പകുതിയാക്കി വെച്ചു, ഇവിടെ പകുതിയാക്കി വെച്ചു, പകുതിയാക്കി വെച്ചിരിക്കുന്ന പലതിന്റെ ദോഷഫലങ്ങൾ കളയാനാണ് ഗണപതി കൊടുക്കുന്നത്. നമ്മൾ എത്രയോ ജന്മങ്ങളിൽ പല ഉപാസനകളും മുഴുമിപ്പിച്ചിട്ട് ഏത് കർമ്മവും പൂർത്തിയാക്കാതെ ഫലം കിട്ടിയില്ല. ഈ പൂർണ്ണ ദീക്ഷ എന്ന് പറയുന്നത് എന്താ? പൂർണ്ണമായിട്ട് ഫലം കിട്ടുക എന്നാണ് അതിനർത്ഥം. അതായത് ഒരു മാല പൊട്ടി 64 മുത്തുകൾ ഉണ്ടെങ്കിൽ അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന പെൻഡന്റ് ആണ്. നമ്മൾ പെൻഡന്റ് ആദ്യം എടുത്ത് കൊടുത്ത് യോജിപ്പിക്കാം, പക്ഷെ അവർക്ക് ആ തലത്തിൽ ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല. കാരണം ആ ഉപാസന മാർഗത്തിൽ ആ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല. അതിനകത്ത് നമുക്ക് പൂജകളുണ്ട്, പുരസ്ചരണങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തിനാ? ചിത്തശുദ്ധിക്ക് വേണ്ടി. അവിടെ എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ഞാൻ ഇത് ചെയ്യില്ല, അത് ചെയ്യില്ല. എവിടെ ഈ പറഞ്ഞ പോലെ വിധി നിഷേധങ്ങൾ ആ പറയുന്നതിനെ നിഷേധിച്ച് സംസാരിച്ചാൽ നമുക്ക് ഒരു അടിക്ക് പോലും മേളിലോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് ഗുരുവിലൂടെ വരുന്ന പരമ്പരയാണ്. ഈ പരമ്പര എന്ന് പറയുന്ന ഭാവന ഉപനിഷത്തിൽ പറഞ്ഞ പോലെ ആ ദേവിയുടെ ബ്രഹ്മ ഐക്യ ഭാവനയാണെങ്കിൽ ഈ പറഞ്ഞ തുറന്ന മനസ്സ് അവിടെ വേണം. ആ ഇരിക്കുന്ന പഴയ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഞാൻ വളർന്നു, ശരി വളർന്നു, അതിനെന്താ? എപ്പോ കളയാൻ പറ്റണോ എടുത്ത് ദൂരെ എറിഞ്ഞേക്കുക. അപ്പൊ എങ്ങനെയാ ഈ പറഞ്ഞ രമണ മഹർഷിയുടെ അമ്മ പറഞ്ഞത്? ആ ആത്മസാക്ഷാത്കാരം കിട്ടിയപ്പോ പറഞ്ഞു, എന്റെ ശരീരത്തിൽ നീ കാരമുള്ളിൽ എടുത്ത് എറിഞ്ഞു കളാ, എന്നെ അടക്കുക പോലും വേണ്ട പറയാണ്. ഈ ശരീരത്തിന് അവിടെ പ്രാധാന്യമില്ല. നമ്മൾ ഈ നേടിയതൊക്കെ എവിടെയാണ്? ഈ ബുദ്ധിയിലാണോ? കുറെ മനസ്സിനകത്ത് കുറെ ഞാൻ അതാണ് ഇതാണ് എന്റെ ഇതാണ് എനിക്കിതാണ് ഇഷ്ടം എന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ മുറിക്കകത്ത്, ഒരു ഇരുട്ട് മുറിക്കകത്ത് ഇരിക്കണം ഞാനെന്നും പറഞ്ഞുകൊണ്ട്. അവിടെ ഈ ഞാൻ ആരാ?
അവിടെ ഈശ്വരൻ വന്നിരിക്കണമെങ്കിൽ, അവിടെ ഒരു പ്രകാശം വരണമെങ്കിൽ ഇതൊക്കെ ഉപേക്ഷിക്കണം, ധൈര്യപൂർവ്വം ഉപേക്ഷിക്കണം. അതിനാണ് നമ്മൾ ഗായത്രി, അത് കൊച്ചു കൊച്ചു കുട്ടികൾക്ക് കൊടുത്താൽ അത് മനസ്സിലാവും. കാരണം അവര് ഒരു മെഴുക് പ്രതിമ പോലെയാണ്, അവരെ എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കുക. അതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് 6 വയസ്സ് 8 വയസ്സിൽ നമ്മൾ ഉപനയനം ചെയ്യിപ്പിക്കുന്നത്. അവർക്ക് ജപിച്ച് ജപിച്ച് ആ മോൾഡിങ് പ്രോസസ്സ് വളരെ ചെറുതിലേ നടക്കും. കാരണം അവർക്ക് ഇതുപോലെ പിടിവാശികളില്ല. പ്രായം കൂടുന്തോറും പിടിവാശികളും ഞാൻ മാറില്ല എന്നുള്ള ഉറച്ചതും, എനിക്ക് എന്തൊക്കെയോ ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണ്, ഞാൻ കിട്ടി, എനിക്ക് ഭക്തി എന്ന് പറയുന്നത് എന്താ? സ്വരൂപ അനുസന്ധാനം ഭക്തി രിത്യവിധീയത. നാരദ ഭക്തി സൂത്രം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തന്റെ സ്വരൂപത്തെ അറിയണമെങ്കിൽ ത്യജിക്കേണ്ടത് ത്യജിച്ചേ പറ്റുള്ളൂ. അല്ല എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്, ഞാൻ ഭയങ്കര ഈഗോ ആണ്, എനിക്ക് ഇതിലൊന്നും പറ്റില്ല, ഇങ്ങനെയൊക്കെയാണ് ഞാൻ, എങ്കിൽ എനിക്ക് മന്ത്രം ജപിക്കണം. അത് വെറും നമ്മൾ വാക്കുകൾ പറയുന്നതിന് തുല്യമുള്ളൂ. അത് മന്ത്രമല്ല. മന്ത്രം കൊണ്ട് മനസ്സ് മാറില്ല. അപ്പോ ഈ ഉദാഹരണം പറയാൻ കാരണം, ഈ പറഞ്ഞ ദിവ്യഭാവം എന്ന് പറയുന്നത് നമുക്ക് ജന്മങ്ങളിലൂടെ കിട്ടുന്നതാണ്. അവർക്ക് പിന്നെ ഉപാസനാ മാർഗങ്ങളുടെ ആവശ്യമില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസര് 1 or 2 മാസേ കാളി വിഗ്രഹത്തെ പൂജിച്ചുള്ളൂ, അദ്ദേഹത്തിന് ആ സാക്ഷാത്കാരം കിട്ടി. അതുപോലെ ജന്മത്തോടെ കിട്ടുന്നത് വേറെ, ഈ പറഞ്ഞ വീരഭാവം, അറ്റ്ലീസ്റ്റ് ഒരു സാധകന് വീരഭാവമെങ്കിലും വേണം, ആ ഒരു ധൈര്യം വേണം. അല്ലാതെ എല്ലാത്തിലും കയറി ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാത്തിനും ദുഃഖം, എല്ലാത്തിലും സന്തോഷം, ഒരു സന്തോഷവും ഇല്ല, ദുഃഖവും ഇല്ല. എല്ലാം എവിടെയാ? മനസ്സിന്റെ ഉള്ളിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സിന് മാത്രമേ ഉപാസന ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ എന്താ ഒരു ഭാവന ഉപനിഷത്ത് അനുസരിച്ച് 3 ആത്മീയ പാതകളാണ്: ദക്ഷിണം, വാമം, ഉത്തരം. അതിൽ ഉത്തരഭാവമാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. എന്താണ് ഉത്തരഭാവം? ബ്രഹ്മ ഐക്യഭാവന. ഇതാണ് പരശുരാമ കൽപ്പസൂത്രവും ധ്യാനത്തെ പറയുന്നത്. പരശുരാമ കൽപ്പസൂത്രം പറയുന്നു, ധ്യാനം എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമം. ധ്യാനിക്കുക, ധീയുടെ അയനം, നമ്മുടെ ബുദ്ധിയുടെ അയനം. ബുദ്ധി എവിടെ പോണം? ധിയോയോ ന പ്രചോദയാത്. എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കൂ. ഈ ഇരിക്കുന്ന ബാഹ്യ സൂര്യൻ, വെളിയിലിരിക്കുന്ന സൂര്യൻ എങ്ങനെയാണോ ഉദിച്ചു വരുമ്പോ ഈ ഭൂമിക്ക് ഇരുട്ട് മാറുന്നത്, അതുപോലെ എപ്പോഴാണ് എന്റെ ജ്ഞാനസൂര്യനായിരിക്കുന്ന എന്റെ ഭഗവതി എന്റെ ഉള്ളിൽ മന്ത്രസ്വരൂപത്തിൽ കടന്നു വരുമ്പോ എന്റെ ഉള്ളിലിരിക്കുന്ന ഇരുട്ട് മാറ്റിയിട്ട് എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കൂ. എന്റെ ബുദ്ധിയെ പ്രചോദിതമായ ബുദ്ധിക്ക് മാത്രമേ അമ്മയെ ഉൾക്കൊള്ളാൻ പറ്റൂ. അവിടെ ഇരുട്ടില്ല. അവിടെ എന്താണ് ഭാവന? എന്നാൽ അഹം എന്നാണ്, ചിത് ശക്തി എന്നാണ് അതിന്റെ പേര്. ഇതിനെ ധ്യാനിച്ച് ഉറപ്പിക്കലാണ് ഭാവന. വളരെ വ്യക്തമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്ന ഭാവന ഉപനിഷത്തിലെ. കാരണം അഹം എന്ന ചിത് ശക്തി, ചേതന, രൂപ എന്നൊക്കെ നമ്മള് ലളിതാ സഹസ്രനാമത്തിൽ പറയണില്ലേ? ആ ചിത് ശക്തി അഹംബോധമാണ്. ഈ പറയുന്ന ഞാൻ എന്നുള്ള വ്യക്തി എന്റെ ആ ബ്രഹ്മ സ്വരൂപമായിട്ട് എന്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ജീവഭാവത്തെ വെടിഞ്ഞ് പരാവിദ്യ, അതായത് ശ്രീവിദ്യയുമായിട്ട് തന്മയീഭവിക്കണം. അതിനെയാണ് ദ്രവ്യഹ്യം എന്ന് പറയുന്നത്. അതായത് ദേഹത്തെ വിട്ടിട്ട് എന്താണോ നമുക്ക് ആ ദ്രവ്യമായിട്ടിരിക്കുന്ന ശരീരത്തെ വിട്ടിട്ട് നമ്മുടെ ആത്മാവുമായിട്ട് ചേരുന്ന ആ രൂപം, അതിനെയാണ് നമ്മൾ ജീവഭാവം വെടിഞ്ഞിട്ട് ദിവ്യഭാവത്തിലെത്തുക. ദേവന്മാരായി തീരുക, പ്രകാശിക്കുന്ന ഭാവത്തില്. ആ ഭാവത്തിലെത്തിയ ഒരു ജീവാത്മാവിന് മാത്രമേ ഈ സ്വയം പ്രകാശമായിട്ടിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ ഐക്യം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ശ്രീവിദ്യ ഉപാസന. വളരെ വളരെ കറക്റ്റ് ആയിട്ട് പറയണം. അതായത് ഞാൻ ദേവിയാണെന്നുള്ള ഭാവനയോടുകൂടി ഭാവയുക്തമായിട്ട് സ്വശരീരത്തില് സാധകൻ വജ്രന്യാസം ചെയ്യണം. വജ്രന്യാസം നമുക്ക് ഷഡംഗന്യാസം വരുന്നുണ്ട്, പ്രപഞ്ചന്യാസം വരുന്നുണ്ട്. ന്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരൽ കൊണ്ട് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ശക്തിയെ ഹൃദയം, ശിരസ്, ശിഖയൊക്കെ തൊട്ട് ന്യസിക്കുക, തൊടുക, അതിനെ ഉണർത്തുക. ശക്തികളെല്ലാം ഉറങ്ങിക്കിടക്കുകയല്ലേ, അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഉണർത്തണം. ആ ഉണർത്തി ന്യാസം ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഞാൻ ദേവിയാണ്. എന്താ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിലെ ധ്യാന ശ്ലോകം പറയണത്? അഹം ഇത്യേവ വിഭാവയേ ഭവാനി. എന്താ ഈ 4 ശ്ലോകമാണ് നമ്മുടെ എന്താ പറയാ ശ്രീവിദ്യയിലെ ധ്യാന ശ്ലോകങ്ങളില്. ഈ പറഞ്ഞ ദത്താത്രേയ പരമ്പരയില് ദത്താത്രേയൻ എന്ന് പറയുന്ന അവധൂതൻ എഴുതിയ 4 വരി ദേവിയെ കുറിച്ചുള്ള ധ്യാന. ഏറ്റവും ഉയർന്ന ഉപാസകൻ, ശ്രീവിദ്യ ഉപാസകൻ ദത്താത്രേയനായിരുന്നു. അദ്ദേഹം എഴുതിയതാണ് അരുണാം കരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശ പുഷ്പബാണ ചാപം അണിമാതിവിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. എന്താ? അരുണാം കരുണാതരംഗി, ആ കരുണയുള്ള കണ്ണുകളോടുകൂടി ഇരിക്കുന്ന അല്ലയോ അമ്മേ കരുണാതര ധൃത പാശാങ്കുശ, പാശവും അങ്കുശവും വെച്ചിരിക്കുന്ന പാശാങ്കുശ പുഷ്പബാണ ചാപം അണിമാതിപിരാവൃതം. ആരാണ്? അണിമ, ലഘിമ തുടങ്ങിയ ശക്തികളോടുകൂടി ആവൃതപ്പെട്ടിരിക്കുന്ന എന്റെ ഹൃദയ പത്മത്തിലിരിക്കുന്ന അണിമ, ഗരിമ, ലഘിമ തുടങ്ങിയ ശക്തികള് അണിമാതിരാവൃത മയൂഖൈ, അവരുടെ കിരണങ്ങൾ കൊണ്ട്, അവരുടെ ആ ഒരു വെളിച്ചം കൊണ്ട്, ദേവിയുടെ ശരീരത്തിലെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്ന ഈ ദേവതകളാൽ ചുറ്റപ്പെട്ട് അണിമാതിപിരാവൃതം മയൂഖൈ, കിരണങ്ങൾ കൊണ്ട് ആ അഹമിത്യേവ വിഭാവ, അഹം ഞാൻ,
ഞാനാണ് എന്റെ അകത്തിരിക്കുന്ന അമ്മ, ഞാനും അമ്മയും വ്യത്യാസമല്ല. അഹമിത്യേവ വിഭാവയെ ഭവാനി, ഭവന്റെ ഭാര്യയായിട്ടിരിക്കുന്ന, ഭവിച്ചതിനെ ഭവിപ്പിക്കുന്നതിനെ ഭവിച്ചതിനെ നിലനിർത്തുന്നതായിട്ടുള്ള അല്ലയോ ഭവാനി അമ്മ, ഞാൻ ഇത് അമ്മയെ ഇങ്ങനെ ധ്യാനിക്കുന്നു. എന്താ, ഏത് ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോഴും ഏത് പഞ്ചദശി മന്ത്രം ജപിക്കാനിരിക്കുമ്പോഴും ഇത് ജപിക്കുക. അഹമിത്യേവ വിഭാവവേ ഭവാനി, ഞാൻ അമ്മ അഹമിത്യേവ, ഞാൻ അമ്മ അഹമായിട്ട്, എന്റെ അഹംബോധമായിട്ട് ഞാൻ അമ്മയെ കാണുന്നു. ഏറ്റവും ഉയർന്ന സാധന, ഏറ്റവും ഉയർന്ന ധ്യാന ശ്ലോകം ദേവിയെ കുറിച്ച്. പഞ്ചദശി ജപിക്കാനിരിക്കുമ്പോൾ എന്ത് ചെയ്യാം? അഹമിത്യേവ വിഭാവയെ ഭവാനിയും, അമ്മ ഞാനും അമ്മയും രണ്ടല്ല, എന്റെ ചിത്ശക്തി ചേതനാരൂപിണിയായിട്ടിരിക്കുന്ന അല്ലയോ ഭഗവതി, ഞാനും അമ്മയും വ്യത്യാസമില്ല. കാരണം ഇതിനകത്തിരിക്കുന്ന ആ പറഞ്ഞ ആ അണിമാതി ഗരിമാതി എന്റെ ജീവശക്തി, എന്റെ കർമ്മങ്ങൾക്ക് ചെയ്യാനുള്ള അണിമ ലഘിമ ഗരിമയെല്ലാം ഇരിക്കുന്ന ശക്തികൾ അമ്മയിൽ നിന്ന്, അമ്മയുടെ മയൂഖങ്ങൾ, അമ്മയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന രശ്മികളിൽ നിന്നുണ്ടായിട്ടുള്ളവരാണ്. ഈ അണിമ ലഘിമയൊക്കെ ഈ പറഞ്ഞ ശ്രീചക്രത്തിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് സ്ക്വയറിൽ ഇരിക്കണവരാ, അവരാൽ ചുറ്റപ്പെട്ടിരിക്കണം. കാരണം നമുക്ക് ശക്തി വേണം, നമ്മുടെ ശരീരത്തിൽ ശക്തി വേണം, ജീവശക്തി വേണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അതിന് ഈ ശക്തികളാൽ ആവൃതപ്പെട്ടിരിക്കണം. മാത്രമല്ല ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ, അതിന് എന്താ പറയാ, ധ്യാന ശ്ലോകത്തിനകത്ത് ഈ 5 പേരും ദേവിയെ ചുറ്റിയിരിക്കുന്നുണ്ട്. ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന ശബ്ദാകർഷിണി, ബുദ്ധിയാകർഷിണി, ആ പറഞ്ഞ ആകർഷിണിമാരിൽ 5 പേരും ദേവിയെ ചുറ്റി നമ്മുടെ ഉള്ളിലിരിക്കുക. കാരണം നമുക്ക് ചിത് ശക്തി തരാന്, നമ്മുടെ കർമ്മങ്ങളെ ചെയ്യാന്, പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ചെറിയ എന്താ പറയാ, ഈ ചെറിയ കുറച്ചു കാലം ജീവിച്ചിരിക്കുന്ന ഈ കളിമൺ പ്രതിമയില്, വെറും ഭൂമി പൃഥ്വിയാണ് നമ്മുടെ ഈ ശരീരം, വെറും മൺകട്ട. അത് കുറച്ചു ദിവസം കഴിഞ്ഞാൽ എല്ലാം ചെതലരിച്ച് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് ഇത് പഞ്ചഭൂതങ്ങളിൽ ചെന്ന് ലയിക്കും. ഇവിടെ എന്താ ഉള്ളത്? അസ്ഥിയുണ്ടോ, മാംസമുണ്ടോ, മജ്ജയുണ്ടോ, രക്തമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ ഈ ശരീരത്തില്? ഈ ഞാനെന്ന് അഭിമാനിക്കണ ഈ ശരീരത്തില് ഒന്നുമില്ല. ഒരു 6 മാസം കിടത്തി നോക്കൂ, എല്ലാം പൊടിഞ്ഞില്ലാതായി. എവിടെ പോയി ഇത്? ഇതിനകത്തിന് ഇന്റഗ്രേറ്റ്, എല്ലാത്തിനും ആ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സഹായിച്ചതും ഇതിനെല്ലാം കൂട്ടി ഉറപ്പിച്ചു നിന്ന ശക്തി പോയി. അമ്മ വെളിയിൽ പോയപ്പോ ഇതെന്തായി? ശവമായി. ശിവനില്ല. ആ മംഗളകരമായിട്ട് ശിവത്വമായിട്ടിരുന്ന ഈ ശരീരം എന്തായി തീർന്നു? ശവമായിട്ട് തീർന്നു. അതുപോലെ അപ്പോ എന്റെ ശരീരത്തിന് അഹമിത്യേവ, ഞാൻ അമ്മയാണ് എന്റെ ശരീരത്തില് ഇതിനെല്ലാം കൊടുക്കുന്ന ശക്തിയായിട്ട് കാണുന്നത് എന്ന് ആര് വിഭാവന ചെയ്യണോ അവന് ഉയർന്ന തലത്തിൽ പോകാൻ പറ്റും. ദത്താത്രേയൻ പറയുന്നതാണ്. ദത്താത്രേയന്റെ ഈ പറഞ്ഞ എന്താ പറയാ ധ്യാന ശ്ലോകം ഗുരുജി എപ്പോഴും പറയാറുണ്ട്. ഇത് പറയൂ നിങ്ങൾ, അഹമിത്യേവ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശക്തി നിങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ശരീരമല്ല, മനസ്സെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കുന്നേ? ആരോ ഒരാൾ വരുകയും പോവുകയും ചെയ്യുന്നുണ്ടല്ലോ, ഇല്ലേ? ജനിക്കുമ്പോ വരുന്നു, മരിക്കുമ്പോ പോകുന്നു. ഇതാരാ? നമ്മൾ കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അമ്മയാണെന്ന് ചിന്തിച്ചുകൂടാ? നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരാൾ വരുവോ, മരിക്കുമ്പോ പോകുന്നു, ജനിക്കുമ്പോ വരുന്നു. അപ്പൊ ഈ ഗമനാഗമനസ്ഥം, അതായത് വരിക പോവുക, വന്നാലും പോയാലും എല്ലാം വരുമ്പോ അതിന് ചിദ്രൂപിണിയായിട്ടിരിക്കണ, ആ ചിത് സ്വരൂപമായിട്ടിരിക്കുന്നത് ഭഗവതിയാണ് എന്ന് ചിന്തിച്ച് ഏത് കർമ്മം ചെയ്താലും അത് സാധകന്റെ നിലയിൽ അത് ഒരുപാട് ഉയരത്തിലെത്തും. കാരണം അവിടെ ഞാൻ പറയുന്ന അഹങ്കാരമില്ല, അഹംബോധം. നമ്മുടെ ആ ഒരു കടിഞ്ഞാണ് എവിടെ കൊടുത്തു? അമ്മയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ വേണം നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. കാരണം അപ്പോഴെന്താ, ഈ തിരകളിൽ നമ്മൾ താണു പോവില്ല. സുഖദുഃഖങ്ങളാകുന്ന തിരകള്, ഉയർന്ന തിരകള്, ആ പറഞ്ഞ ദ്രവ്യനഷ്ടം, നമ്മുടെ ഇഷ്ടജന നഷ്ടം, ഇതിലൊക്കെ വരുമ്പോ നമ്മൾ അങ്ങ് താണു പോകും. കാരണം ദുഃഖം നമ്മൾ എന്തൊക്കെ ശരീരത്തോട് ചേർത്ത് വെച്ചിരുന്നോ അതെല്ലാം നമ്മളെ വിട്ടുപോകുന്നത് നമ്മൾ കാണും. അപ്പൊ നമ്മൾ താണു പോവില്ല. കാരണം എന്താ? ഈ പറഞ്ഞ ആ ഒരു ഇത് ശരീരമല്ല, ആ ഒരു ശക്തിയുമായിട്ട് എനിക്കുണ്ട്, എനിക്ക് താങ്ങാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം. കാരണം വന്നത് പോയേ പറ്റുള്ളൂ. അത് എന്നെന്ന് നിശ്ചയിക്കുന്ന നമ്മളല്ല, നമ്മുടെ ശരീരവും എന്ന് പോണെന്ന് നിശ്ചയിക്കുന്ന നമ്മളല്ല. ഇതിന് വേറൊരാളാണ് നിശ്ചയിക്കുന്നെങ്കിൽ ആ നിശ്ചയത്തെ മാറ്റാൻ നമുക്കിപ്പോ ജഡ്ജി ആണെങ്കിൽ കോടതിയിലെ വിധി ഇന്ന് അത് കൈക്കൂലി കൊടുത്ത് മാറ്റാം, എവിടെയും കൈക്കൂലി കൊടുത്ത ആളുകളെ മാറ്റാം. പക്ഷെ ഇതോ എവിടെ കൊണ്ടുപോകും? കൈക്കൂലിക്ക് ആരെ കാണും? നമ്മള് ഒന്നും പറ്റില്ല. കുനിഞ്ഞ് നിൽക്കാനേ പറ്റുള്ളൂ, ആ മുമ്പിൽ കയ്യും കെട്ടി. കാരണം പോവേണ്ട സമയത്ത് പോവാൻ ആ പറഞ്ഞ യമൻ, ആ യമധർമ്മരാജാവ് ധർമ്മത്തിനനുസരിച്ച് വരും, നമ്മളെ കൊണ്ടുപോകും. അപ്പൊ അവിടെ എന്താ പറയാ, ഒന്നും പറയാനില്ല, നമുക്ക് കൈകെട്ടി നിൽക്കാനേ പറ്റൂ. അപ്പൊ കൈകെട്ടി നിൽക്കുമ്പോ പുണ്യപാപങ്ങൾ ആര് വരും? യമൻ വരണോ, അമ്മയുടെ ശക്തി ദേവതകൾ വരണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ആ ഒരു ദേവിയെ ഉപാസിക്കുന്നവർക്ക് ശക്തി ദേവതകൾ വന്ന് സന്തോഷത്തോടെ നമുക്ക് കണ്ടു. രാമന്റെ ആ സരയൂ നദി പ്രവേശിച്ച സമയത്ത് എന്താ, ദേവതകൾ വന്ന് രാമനെ ആനയിച്ചു കൊണ്ടുപോകണം തന്റെ സ്വധാമത്തിലേക്ക്. രാമൻ മാത്രമാണോ പോയത്? തന്റെ കൂടെ ഇരുന്ന എല്ലാവരെയും, ആ ചെടികളെയും മൃഗങ്ങളെയും മനുഷ്യരെയും എല്ലാം അദ്ദേഹം കരുണാപൂർവ്വം അദ്ദേഹം കൊണ്ടുപോയി. അതുപോലെ ആ പറഞ്ഞ ദേവിയെ നമ്മൾ ഉപാസിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒറ്റയ്ക്കേ പോകാൻ പറ്റൂ.
ആ ഒരു വന്നത് ഏകാന്ത പഥികനാണ്. നമ്മളെല്ലാം ഏകാന്തമായിട്ട് വന്നവരും ഏകാന്തമായിട്ട് തിരിച്ചു പോകേണ്ടതാണ്. അപ്പോ ഇപ്പൊ നമ്മൾ കുറച്ച് ഏകാന്തത്തിൽ ഇരിക്കാൻ ശീലിക്കണം. നമ്മുടെ അമ്മയുമായിട്ട് നമ്മൾ എപ്പോഴും ബാക്കിയുള്ളവരുമായിട്ടല്ല ഇരിക്കണം. 24 മണിക്കൂറും നമ്മുടെ ജീവിതത്തില് എന്താ പറയാ, 24 മണിക്കൂർ തന്നിട്ടുണ്ട്. അതിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഈ മന്ത്രശരീരം തന്നിരിക്കുന്ന അമ്മയുമായിട്ട് എന്തുകൊണ്ട് ഇരുന്നുകൂടെ? അതല്ലേ ഉപാസന എന്ന് പറയുന്നത്. എന്തുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൂടെ? എനിക്ക് പറ്റില്ല, എനിക്ക് ഈ പറഞ്ഞ എന്റെ പ്രൊഡക്റ്റീവ് ടൈം ഒന്നും നഷ്ടപ്പെടാതെ ആ ഒരു പ്രൊഡക്റ്റീവ് ടൈം എന്തുകൊണ്ട്, എന്ത് പ്രൊഡക്ഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്? ഈശ്വരനുമായിട്ടുള്ള ഐക്യം. ആ ഒരു പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ സമയത്തെ യൂസ് ചെയ്ത് അമ്മയുമായിട്ട് ഇരുന്ന് ബാഹ്യമായിട്ടുള്ള ആ ഒരു ബഹിർമുഖത്വം കുറച്ച് ആ ഒരു അന്തർമുഖത്വം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ഉപാസന മാർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് മുകളിലോട്ട് പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ പോയില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ട. അവിടെ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്, നമ്മുടെ തന്നെ കർമ്മങ്ങളാണ് അതിന് കാരണമാണെന്ന് തിരിച്ചറിയും. അപ്പോ എങ്ങനെയാണ് ദേവിയെ കാണേണ്ടത്? ഞാൻ ദേവിയാണെന്നുള്ള ഭാവനയോടുകൂടി ഭാവയുക്തമായിട്ട് സ്വശരീരത്തിലെ സാധകൻ കാണണം. ഇനി നമ്മൾ ന്യാസങ്ങൾ പഠിക്കും, ചര്യാകാണ്ഡത്തിൽ ന്യാസങ്ങളെല്ലാം പഠിക്കും. നമ്മുടെ വിരലുകള്, കർമ്മങ്ങൾ ചെയ്യുന്ന വിരലുകള്, ഷഡംഗന്യാസം എന്ന് പറഞ്ഞ വിരലുകള്, മനസ്സ്, ചിന്തകള്, ഈ പറഞ്ഞ ഹൃദയം, കണ്ണ്, ശിരസ്, നമ്മൾ കാണുന്നത്, പഞ്ചേന്ദ്രിയങ്ങളെല്ലാം തന്നെ വജ്രന്യാസം, അതായത് ആ ഒരു വജ്രം പോലെ ഒരു കോട്ടയുണ്ടാക്കി നമ്മൾ അതിനകത്തിരിക്കണം. അതിനാണ് വജ്ര പഞ്ചര ന്യാസം എന്ന് പറയുന്നത്. ആ ഒരു കോട്ടയ്ക്കകത്ത് ഒന്നും എന്തിനാ ന്യാസം ചെയ്യണത്? നമ്മുടെ മനസ്സ് പുറത്തു പോകാതിരിക്കാൻ, ആ പറഞ്ഞ ആത്മശക്തിയുമായിട്ടിരിക്കാൻ ന്യസിക്കുകയാണ്. നമ്മുടെ ചുറ്റും ഭൂർഭുവസ്വ, അതായത് ഈ 3 ലോകങ്ങള്, 3 ആയിട്ടിരിക്കുന്ന ദേവിയെ, 3ആയിരിക്കുന്ന ദേവിയെ നമ്മുടെ ചുറ്റും വരുന്ന ബാഹ്യമായിട്ടുള്ള യാതൊരു ഇന്റർഫിയറൻസും ഇല്ലാതിരിക്കാൻ നമ്മളൊരു കോട്ടയുണ്ടാക്കി, ഞാനും അമ്മയും മാത്രം. എന്ത് സുഖമാണ്, ആലോചിച്ച് നോക്കൂ. അമ്മയുടെ മടിയിൽ തലവെച്ച് എന്തെല്ലാം പറയാൻ, നമുക്ക് എന്ത് സന്തോഷത്തോടു കൂടി അമ്മയായിട്ടിരിക്കാം. പിന്നെയും ആ കോട്ട വിട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് ദുഃഖമാണ്. കാരണം ദുഃഖകരമായിട്ടുള്ള പ്രവൃത്തികൾ, കാരണം നമ്മുടെ മനസ്സിനെ നമ്മൾ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുക. കാരണം മറ്റുള്ളവരുടെ നാവിലും മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിലാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. അവര് പൊക്കുക, അവര് താക്കുക, അതനുസരിച്ച് നമ്മുടെ ജീവിതം കൊണ്ടുപോവുക. ഒരു ഉപാസകന് ഒരിക്കലും അത് പറ്റില്ല. കാരണം ആ ഒരു ബാലൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് ഭാവന ഉപനിഷത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അടുത്ത ആദ്യത്തെ പറയുന്നത് ഈ പറഞ്ഞ ഭാവന ഉപനിഷത്തിലുള്ള ശ്ലോകങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം പറയുന്നത് ശ്രീ ഗുരു സർവകാരണഭൂത ശക്തി എന്നാണ്. അപ്പൊ നമ്മൾ അറിയണം ഈ ശ്രീ ഗുരു ആരാണ്. നമ്മുടെ ഈ ഭാവന ഉപനിഷത്തിലെ ആദ്യത്തെ വാക്യമാണ് ശ്രീ ഗുരു സർവകാരണഭൂത ശക്തി. ശ്രീ എന്ന പദം എന്താണ്? ശ്രീ ശരിക്കും ഗുരു എന്നുള്ള പദം ഈ ഗ്രീ എന്നുള്ള ധാതുവിൽ നിന്നാണ് വരുന്നത്. ഗുരു അതായത് ശിഷ്യന് വേദശാസ്ത്രങ്ങളെ ഉപദേശിച്ച് ഗ്രഹിപ്പിക്കുന്ന ആള്, അതിനാണ് നമ്മൾ ഈ പറഞ്ഞ ഗുരു എന്ന് പറയുന്നത്. ശീര്യതേ സ്തൂയതേ സൗ മഹത് ജ്ഞാനം തപോവൃത്തനാഥ്, അതായത് മഹത്വത്വാലും ജ്ഞാന തപോ വൃത്തത്വാലും സ്തുതിക്കപ്പെടുന്ന വ്യക്തിയാണ് ഗുരു. ഗു എന്ന് പറഞ്ഞാൽ അജ്ഞാന അന്ധകാരം, രു എന്ന് പറഞ്ഞാൽ അതിന്റെ വിനാശം, അത് ഇല്ലാതാക്കുന്നത്. ഗുരുത്വ അന്ധകാരസ്യാത് രുകാരസ്തൻ നിവർത്തകം. എന്താണ്? അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ വീണ ഒരു ജീവനെ അന്തർയാമി സ്വരൂപേണ അവിദ്യ ഇല്ലാതാക്കി ആ അന്തർയാമിയെ കാണിച്ചു കൊടുത്ത് വിദ്യയെ പ്രകാശിപ്പിക്കുന്ന ആള് ഗുരു. അപ്പൊ ഗുകാരം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു അന്ധകാരമാണ്. അവിടെ രകാരം എന്ന് പറയുന്ന ദീപത്തെ കൊളുത്തി വെച്ചിട്ട് അതിനാണ് ജ്ഞാനവാചകം എന്ന് പറയുന്നത്. കാരണം ആ സത്യജ്ഞാന സ്വരൂപമായിട്ടിരിക്കുന്ന വസ്തുവിനെ കാണിച്ചു തരുന്ന ആള് ഗുരു. നമ്മുടെ ഉള്ളിലാണ് ആ വസ്തു, പുറത്തല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്താ ഗുരു ഉപദേശത്തില് ഗുരു ദീക്ഷ എടുക്കുന്നത്. ദീക്ഷത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എന്ത് സ്വീകരിക്കുമ്പോഴാണോ നമ്മുടെ ഉള്ളിലെ ഇരുട്ട്, നമ്മുടെ ഉള്ളിലെ അജ്ഞാനം, ഇരുട്ടെന്ന് പറയുന്നത് ഇരുട്ടല്ല, ശരിക്കും പറയാം അജ്ഞാനത്തിനാണ് ഇരുട്ടെന്ന് പറയുന്നത്. കറുത്തിരിക്കും, അത് കറുത്തരും. അതുകൊണ്ടല്ലേ ആ പറയുന്ന യമനെ നമ്മൾ തമോ ഗുണപ്രധാനമായിട്ട് നമ്മുടെ മരണം യമന്റെ രൂപത്തിൽ വരണു. എന്താ? അവിടെ അറിവില്ല, എന്താണ് മരണമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഭയക്കുന്നതിന്. അപ്പൊ അതിനെയാണ് തമോ ഗുണം എന്ന് പറയുന്നത്. ആ ഭയമില്ലാതെ ആ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് ഇതാണ് നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സത്യത്തെ കാണിച്ചു തരുന്ന ആള് ഗുരു. മാതാ പിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പഠിക്കണു. ഗുരുവിന്റെ നിർവചനം മേൽ പറഞ്ഞതാണെന്ന് നാം കാണുന്നു. പക്ഷേ താന്ത്രിക സമ്പ്രദായത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. താന്ത്രിക സമ്പ്രദായത്തില് ശിക്ഷാഗുരുവും ദീക്ഷാഗുരുവും ഉണ്ട്. എന്താണ്? ശിക്ഷാഗുരു, ദീക്ഷാഗുരു. വൈദിക സമ്പ്രദായത്തിൽ ഉപനയനമുണ്ട്, ശിക്ഷയുണ്ട്. ഇപ്പൊ ഗുരു ഉപദേശിച്ച മന്ത്രത്തെ മനനം ചെയ്യേണ്ടത് മന്ത്രോ ഗുരു പുനസ്തു സോ അസ്മൈ, അതായത് മന്ത്രം എന്ന് പറയുന്നത് അതിശക്തമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിലിരിക്കുന്ന ശക്തികളെ ഉണർത്തുകയും നമുക്കൊരു ട്രാൻസ്ഫോർമേഷനും തരുന്നതാണെന്ന് മനസ്സിലാക്കി അതിന്റെ അർത്ഥഭാരത്താൽ അത് ശ്രേഷ്ഠമാണ്. എന്താ? മന്ത്രം. അപ്പൊ ആ വാക്ക് തന്നെയാണ്, ആ മന്ത്രം തന്നെയാണ് ഗുരു. അതായത് ആരാണോ നമുക്ക് മന്ത്രം തരുന്ന ആ വാക്ക് തന്നെയാണ് ഗുരു. അതായത് മന്ത്രദാതാവ് ഗുരു ആകുന്നത് മന്ത്രത്തിന്റെ ശക്തിയിലാണ്.
മന്ത്രത്തിന് എത്ര ശക്തിയുണ്ടോ അത്രത്തോളം ശക്തിയാണ് ഗുരു തരുന്ന ഗുരുവിനുള്ളത്. അപ്പൊ പരമഗുരു എന്നാല് സർവകാരണഭൂതമായിട്ടുള്ള ശക്തി, അതായത് ശ്രീ ഗുരു. അതുകൊണ്ടാണ് ശ്രീ ഗുരു, ശ്രീ ഗുരു ശ്രീ പാദുകാഭ്യം പൂജയാമി തർപ്പയാമി എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീ ഗുരു എന്ന് പറയുന്നത്. അതായത് ശ്രീവിദ്യയെ ഉപാസിക്കുന്ന ഓരോരുത്തരും അറിയണം എന്താണ് ഈ പറഞ്ഞ ശ്രീ ഗുരു അകത്തല്ല, പുറത്തല്ല, അകത്താണ്, അന്തർയാമിയാണ്. ആ ഒരു കുഞ്ഞിന്റെ ഉള്ളില് ആത്മശക്തിയെ ഉണർത്തുന്നതാണ്. അതിനാണ് നമ്മൾ ഇതിനകത്ത് എന്താ ഉപനയനം, ദീക്ഷ, മന്ത്രസ്വീകരണം, ശിക്ഷ മുതലായിട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പൊ ദീയതേ ജ്ഞാന സദ്ഭാവോ എന്നതിലെ ആദ്യ അക്ഷരം. ദീക്ഷ എന്നുള്ളതിന്റെ ദീ എന്താ? ദീയതേ ജ്ഞാന സദ്ഭാവോ, ജ്ഞാനം എന്ന് പറയുന്ന സദ്ഭാവത്തെ കൊടുക്കുകയാണ്. അപ്പോ രണ്ടാമത്തെ അക്ഷരം ഇക്ഷ, ക്ഷീയതേ പാപസഞ്ചയ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാപങ്ങളുടെ സഞ്ചയം ഇല്ലാതാക്കുന്നത്. അപ്പോ ദീയതേ ജ്ഞാന സദ്ഭാവോ, ആദ്യാക്ഷരം ദീയതേ ക്ഷീയതേ പാപസഞ്ചയ എന്ന രണ്ടാമത്തെ അക്ഷരം. ഇത് രണ്ടും ചേർന്നാലാണ് ദീക്ഷ എന്ന് പറയുന്ന വാക്ക്. ഒരാൾക്ക് 3 ജന്മം ഉണ്ടെന്നാ പറയുന്നത്. എങ്ങനെയാണ് 3 ജന്മം? ഒന്ന്, അമ്മയുടെ ഗർഭത്തില് ഒരു ജന്മം, അമ്മയുടെ ആ 9 മാസം കിടക്കുന്നത് ഒരു ജന്മം. അത് കഴിഞ്ഞിട്ട് എന്താ? ഉപനയന വേളയില് ഗുരുമുഖത്ത് നിന്ന് രണ്ടാമത്തെ ജന്മം. അവസാനത്തെ ജന്മം മരണശേഷം, അതായത് ശരീരം ചിതയിൽ സമർപ്പിക്കുമ്പോൾ. സ്പർശം, വാക്ക്, ദൃക്ക്, അതായത് നോട്ടം, ദൃക്ക് എന്ന് പറഞ്ഞാൽ നോട്ടം, വേദം എന്ന് പറഞ്ഞാൽ ശിഷ്യനിലേക്ക് തുളച്ച് കയറുക എന്നർത്ഥം. ഇങ്ങനെ പല വിധത്തില് യോഗ്യന്മാരായ ശിഷ്യരെ ഗുരുക്കന്മാര് ഉപനയിപ്പിക്കുകയാണ്. വേദം സാധിക്കുന്ന ഗുരു, അതിന് ഭാഗ്യവും ചെയ്ത ശിഷ്യൻ. വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദം എന്ന് പറഞ്ഞാല് ഉപനയന വേളയില് ഗുരുമുഖത്തുനിന്ന് ആ ഒരു ശിഷ്യന്റെ നോട്ടത്തിലൂടെ തന്നെ തനിക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളെ അറിയാൻ പറ്റുന്നത്. അത് വളരെ അപൂർവമാണ്. അത്തരം ഗുരു നടക്കുന്ന ഉപനയനത്തെയാണ് അങ്ങനെ നടത്തുന്ന ഗുരു, ആ ഒരു കഴിവുള്ള ഗുരു നടത്തുന്ന ഉപനയനത്തിന് അവർക്ക് പിന്നെ പൂർണ്ണാഭിഷേകം ആവശ്യമില്ല. അങ്ങനെ ഒരു ഗുരു ഉപദേശം കൊടുത്താൽ അതിനെ പൂർണ്ണാഭിഷേകം എന്ന് പറയും. അപ്പൊ ഗുരുവിന്റെ മുമ്പില് ശ്രീ എന്ന് ചേർത്താൽ എന്താണ്? ദൈവികമായിട്ടുള്ള ഗുരുനാഥനായി, അതായത് ഗുരുപാദുകം എന്ന ചിന്തനം കഴിഞ്ഞ് ഇഷ്ടദേവതാ ചിന്തനം ചെയ്യേണ്ടതുള്ളൂ. നമ്മളൊക്കെ എന്താ ദേവിയെ എപ്പോഴാണ് സ്മരിക്കുന്നത്? ഗുരുവിനെ സ്മരിച്ചിട്ട്. ഗുരുപാദുക മന്ത്രം ജപിച്ചതിന് ശേഷമാണ് ദേവിയെ, ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ദേവിയെ ഉപാസിക്കുന്നത്. കാരണം ഇഷ്ടദേവതാ ചിന്തനം രണ്ടാമതേ വരുന്നുള്ളൂ. അത്രയും ഉയർന്ന സ്ഥാനമാണ് ഗുരുവിനുള്ളത്. ശ്രീചക്ര ആരാധനയ്ക്ക് മുമ്പ് ന്യാസത്തില് ബിന്ദു സ്ഥാനത്തില് ദേവിയെ ശക്തിയായിട്ട് ഭാവന ചെയ്ത് ഓഘത്രയത്തിന് മുമ്പില് ശക്തി രൂപത്തെ ദർശിക്കണം. എന്താണ് ഓഘത്രയം? സിദ്ധൗഖ, ദിവ്യൗഖ, മാനൗഖ ഗുരുത്രയങ്ങള്. ആ ഗുരുക്കന്മാര് മുഴുവനും ദേവിയുടെ ശ്രീചക്രത്തില് ദേവി ബിന്ദുസ്ഥാനത്തിരിക്കണമെങ്കിൽ ദേവിയുടെ കൂടെ ചേർന്നിരിക്കുകയാണ് ഈ പറഞ്ഞ ഗുരുമണ്ഡലം. അപ്പൊ ഗുരുമണ്ഡല രൂപിണിയായിട്ട് ബിന്ദുസ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദേവിയെ ആരാധിക്കുമ്പോൾ അതിന്റെ ഓഘത്രയത്തിന്, അതായത് ഈ പറഞ്ഞ ഗുരുക്കന്മാരുടെ മണ്ഡലത്തിന് മുമ്പിൽ ദേവിയെ ആ വിഷ്വലൈസേഷൻ, ദേവി രൂപത്തെ അങ്ങനെ വേണം കാണാൻ. ഒരു സാധാരണ മനുഷ്യനെ ഒരു ഉത്തമ ശിഷ്യനും പിൽക്കാലത്തെ ഗുരുവുമാക്കി മാറ്റാൻ ഒരു ഗുരുവിന് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ മുള്ളിനെ മലരാക്കാൻ ഗുരുവിന് കഴിയും. അപ്പോ മത്സ്യഗന്ധിയായ താമരഗന്ധിയെ, അതായത് പത്മിനിയെ ആക്കാൻ പറ്റും. മത്സ്യഗന്ധി എന്ന് പറഞ്ഞാൽ മീൻ മണക്കുന്ന ഒരാളിനെ എന്താ ആക്കാൻ പറ്റും? താമരയുടെ മണമുള്ള ഒരാളാക്കാൻ പറ്റുന്നതാണ് ഗുരു. താമര എന്ന് പറഞ്ഞാൽ താമര മുട്ടിനെ പത്മമാക്കി വിടർത്തുന്ന സൂര്യനെ പോലെയുള്ള ഗുരു. ഞാൻ ഈ പറഞ്ഞ എന്താ പറയാ ഭാസ്കരരുടെ ഭാഷ്യമാണ് ഞാൻ ഈ വായിക്കുന്നത്. ആ ഗുരു ശിഷ്യന്റെ മേൽ പ്രവർത്തിക്കുകയാണ്. കാരണം ആത്മീയമായ ഉണർച്ച അതിപ്രധാനമാണ്. ഗുരു, മന്ത്രം, ദേവത, ശിഷ്യന്റെ ആത്മാവ്, ഇതെല്ലാം ഒന്നിച്ചു വേണം ഈ ഉണർച്ചയെ സംഭവിക്കുക. ഇത് ഏതെങ്കിലും ഒരെണ്ണം വിഘടിച്ചു നിന്നാൽ പൂർണ്ണമായിട്ടുള്ള തന്മയീഭാവം നമുക്ക് കിട്ടില്ല. ഇവരെല്ലാം തന്നെ എന്ത് ചെയ്യണം? ശിഷ്യനില് തന്മയീഭവിക്കണം. ഏതൊക്കെ? ഗുരു, മന്ത്രം, ദേവത, ഇതെല്ലാം തന്നെ ശിഷ്യനുമായിട്ട് ചേർന്നിട്ട് ഈ പറയുന്ന ത്രിപുടി, ഞാന്, ഈശ്വരൻ, ഗുരു, ആ ഒരു വ്യത്യാസം മാറിയിട്ട് എന്ത് ചെയ്യും? എല്ലാം ഒന്നാണെന്നുള്ള ഒരു അദ്വൈത ചിന്താഗതിയിൽ എത്താൻ പറ്റും. അതുകൊണ്ടാണ് ഗുരുവിന്റെ മാനസപുത്രനാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ മന്ത്രം കൊടുത്തു കഴിഞ്ഞാൽ മക്കളാണ്, എല്ലാവരും മക്കൾക്ക് തുല്യമാണ്. മനസ്സിൽ നിന്നാണ് അവർക്ക് എന്താ പറയാ നമ്മൾ കൊടുക്കുന്നത്. ഗുരു ഒരു ആത്മാ അനുഭവത്തിനുള്ള ഉപായമാണ്, ഉപേയമാണ്, ലക്ഷ്യമാണ്. ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ തന്ത്രരാജ തന്ത്രം എന്താ പറയണത്?
ഗുരുവിന്റെ പ്രാധാന്യം പറയുകയാണ്. നമസ്തേ നാഥ ഭഗവൻ എന്നൊക്കെ പറഞ്ഞ് ശിവായ ഗുരുരൂപിണെ വിദ്യാവതാര സിദ്ധേ എന്നൊക്കെ പറഞ്ഞ് ദേവിയെ തന്നെ എന്താ നവരൂപായ പാരമാർത്ഥിക രൂപിണെ സർവജ്ഞാന തമോഭേദ ഭാവനെ ചിത്ഖനായ സ്വതന്ത്രായ ദയാക്ലിപ്തായ വിഗ്രഹേ പരമാത്മനെ പരതന്ത്രായ ഭക്താനാം ഭവ്യാനാം ഭവ്യരൂപിണെ വിവേകിനാം വിവേകായ വിമർശായാം വിമർശാനാം പ്രകാശാനാം പ്രകാശായ ജ്ഞാനിനാം ജ്ഞാനരൂപിണെ പുരസ്താത് പാർശ്വയോ പൃഷ്ഠേ നമസ്കൃതാം ഉപരത്യ സദാ ചിത്തരൂപിണെ വിദ്യേഹം ഭാവദാസാനാം. ഞാനിതാ എന്റെ ഗുരുവിനെ ദാസഭാവത്തിൽ എപ്പോഴും എന്റെ ഗുരുവിനെ എന്താ ഭാവിക്കണു, എന്റെ ഉള്ളിൽ സദാ കാണുന്നു. ഒരു മാനവ ഗുരു, അദ്ദേഹത്തിന്റെ ഗുരു പരമ്പരയുടെ മുഴുവനും പ്രതിനിധിയാണ്. അദ്ദേഹം എന്താ മഹാബോധരൂപമായിട്ടുള്ള വിദ്യയെ നിലനിർത്താനാണ് അത് തന്റെ ശിഷ്യനിൽ കൊടുക്കുന്നത്. അപ്പോ ഇന്ദ്രിയാതീതമായിട്ടുള്ള സത്ത മാത്രമല്ല, കാരണം ഇന്ദ്രിയാധീനമായ സത്തയും അറിയണം. അതായത് ഇന്ദ്രിയങ്ങൾക്ക് മേളിലിരിക്കുന്ന സത്യത്തെ മാത്രമല്ല, എന്താ ഇന്ദ്രിയങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്ന സത്യം സ്വയം അറിയണം. അതിന് ഗുരു വഴിയൊരുക്കുന്നു. അപ്പോ സ്വാർത്ഥ പരമാർത്ഥ പ്രകടന പരോ ഗുരു, അതായത് ആ സമ്പ്രദായത്തിന്റെ മുഴുവനും ആ ഒരു എന്താ പറയാ കർമ്മത്തിന്റെ പ്രതീകമായിട്ട് വേണം നമുക്ക് ഗുരുവിനെ കാണാൻ. താന്ത്രികർക്ക് ആദി ഗുരു എന്ന് പറയുന്നത് ആരാണ്? മഹാകാലൻ, ആദിനാഥനായിരിക്കുന്ന മഹാകാലനായിരിക്കുന്ന ശിവനാണ്. സർഗവേളയില് ശിവന്റെ ആദ്യത്തെ ഛായയാണ് ആദിനാഥൻ, അതായത് മഹാകാലൻ. നമുക്ക് മത്സ്യാനന്ദനാഥൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗുരുത്രയങ്ങള് ഒരുപാട് നാഥന്മാരുണ്ട്. നാഥാദി ഗുരുത്രയം പീഠത്രയം ഭൈരവം എന്നല്ലേ. അപ്പൊ അതില് നാഥന്മാര് ഏകദേശം 12 നാഥന്മാരുണ്ട്. നമ്മുടെ അമൃതാനന്ദനാഥ സരസ്വതിയും അതിലൊരാളാണ്. അദ്ദേഹം ആ പറഞ്ഞ പരമ്പരയിലെ അവസാനത്തെ ഇതാണ് അമൃതാനന്ദനാഥൻ. അപ്പൊ അതുപോലെ നാഥ സമ്പ്രദായം തുടങ്ങിയിരിക്കുന്ന ശിവനിൽ നിന്നാണ്, മഹാകാലനിൽ നിന്നാണ്. അപ്പൊ ശിവൻ ശക്തിപാദം അഥവാ ശക്തി അവതാരമായിട്ട് ആരിലൂടെ പ്രവർത്തിക്കണു? ഗുരുരൂപിണിയായിരിക്കണ ദേവിയിലൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഈ അവരോഹണം, അതായത് ദേവി ആ ഒരു ശിവൻ താഴോട്ട് ദേവിയിലൂടെ വന്ന് ഈ പ്രപഞ്ചത്തില് വന്നിരിക്കുകയാണ്. അതാണ് ആദ്യ ഗുരുവിന്റെ തത്വമാണിത്. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് ഇന്ന് വരെ കാലരഹിതമായി ഗുരു പരമ്പരയിലൂടെ ഒരേ ജ്ഞാനമാണ് നമ്മൾ കൈമാറി പോകുന്നത്. ഒരേ ജ്ഞാനം, ഇതിന് ഒരു മാറ്റവും ഇല്ല. സത്യത്തിന് ഒരിക്കലും മാറ്റമില്ല. അത് സ്ഥാണുവാണ്, അതിന് മാറ്റമില്ലാതെ വരികയാണ്. ഓരോ ഗുരുവും ആദി മഹാകാല അവതാരമായി കാണണം. മന്ത്രവീര്യത്തെ ആദ്യം ദർശിച്ച് പ്രകാശിപ്പിച്ച മന്ത്രദ്രഷ്ടാവാണ് മാലിനി തന്ത്രപ്രകാരം ഗുരു. മന്ത്രശക്തിയിൽ 4 പുരുഷാർത്ഥങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റും. മാലിനി മന്ത്രസഹിതം ഗുരോർ മണ്ഡലം എന്ന് നമ്മൾ ഭജിക്കണില്ലേ? എന്താ ഒരു നമ്മുടെ ശ്രീവിദ്യ ഗുരുധ്യാനത്തിലും ഗണപതിയും പീഠത്രയം ഭൈരവം സിദ്ധൗക്കം വടുകത്രയം ദൂതീക്രമം മണ്ഡലം വീര്യാധ്യഷ്ട ചതുഷ്ട ഷഷ്ടി നവകം വീരാവലി പഞ്ചമം ശ്രീമൻ മാലിനി മന്ത്രരാജ സഹിതം വന്ദേ ഗുരോർ മണ്ഡലം. ഇതാണ് ശ്രീവിദ്യ ഗുരുക്കന്മാര്, എല്ലാ ആംനായങ്ങളിൽ ഇരിക്കുന്ന ഗുരുക്കന്മാര്. അപ്പോ ഈ പുരുഷാർത്ഥങ്ങളെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുരു മന്ത്രശക്തിയാൽ നമ്മളെ അനുഗ്രഹിക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. പാരമാർത്ഥമായിട്ട് ഗുരു ജ്ഞാനദാനം ചെയ്യണം. അതിനാൽ സമുദായത്തിലെ ഗുരു സർവ കാമപ്രാപ്തിക്ക് ഉപയോഗിക്കുന്ന ശിവസൂക്തം, അതായത് ഗുരു ഉപായമാണ്. ഈ നമുക്ക് തരുന്ന എല്ലാ മന്ത്രങ്ങളും എന്താ? ഗുരുവിന്റെ ഉപായ മാർഗം. എന്തിനാണ്? ഈ പറഞ്ഞ സംസാര സാഗരത്തെ കടത്തിവിടാനായിട്ട്. ആ ഗുരുവിനെ നമ്മൾ എങ്ങനെ കാണണം? ഗുരുരാധ്യ ഭവേ ശക്തി. നമ്മളെ ഗുരു തന്നെയാണ് ശക്തി, സത്ത അഥവാ പരസംവിത്ത്. അതിനാൽ 36 തത്വങ്ങള് 3 നൂലായിട്ട് ഉത്ഭവിച്ച് പരസംവിത്തായ ബിന്ദുവാണ് ശിവൻ. അത് ശിവനിലൂടെ ചേർന്നതാണ് ശക്തി. അതായത് അഹം ശിവൻ, ഇതം ശക്തി. അതായത് ചിത്തും ആനന്ദവും. സത്ത് ചിത്ത ആനന്ദം. സത്ത് ചിത്തിനോട് ചേരുമ്പോ എന്താ അവിടെ ഉണ്ടാവുന്നത്? ആനന്ദം. അപ്പൊ അത് 3ഉമായിട്ട് ചേർന്ന് അത് വേറെയല്ല, അത് ചേർന്നാണ് പരസംവിത്തായിട്ടുള്ള ബിന്ദുവിൽ ഇരിക്കുന്നത്. അപ്പൊ ശക്തി പ്രകാശിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഇച്ഛ, ജ്ഞാനം, ക്രിയ എന്ന 3 നൂലുകള് അഥവാ പ്രവാഹം അതിൽ കാണപ്പെടുകയാണ്. അപ്പൊ ഞാനും ഇതും, അതായത് അഹം ഇതം, അത് ഒന്നാണ്, ഇപ്പൊ രണ്ടല്ല. ആ ഒരു ബോധം, അതായത് ശിവൻ എന്ന് പറയുന്ന അഹവും ഇതം എന്ന് പറയുന്ന വിമർശശക്തി, പ്രകാശശക്തിയും വിമർശശക്തിയും ഒന്നാണ്. ഒന്നിന്റെ പ്രതിബിംബമാണ് മറ്റതെന്ന് നമുക്ക് തിരിച്ചറിയണം. അതിനെന്ത് ചെയ്യണം? അത് തിരിച്ചറിയുന്നതിനാണ് ശുദ്ധവിദ്യ എന്ന് പറയുന്നത്. അത് ഒന്നാണെന്നുള്ള ബോധം. ആ ബോധം ഉറച്ചു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും? ശുദ്ധവിദ്യ. അതായത് ഞാൻ ഇത് എന്നിവ ഭേദമറ്റ അവസ്ഥ, അതാണ് മായ. മായ എന്താണ്? ഭേദഭാവനയാണ് മായ. മായ ഇല്ലാത്ത അവസ്ഥ. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കണം, എന്താണ്? ഈ ഞാൻ വേറെ നീ വേറെ എന്ന്. പക്ഷെ ആ തെറ്റിദ്ധാരണ മാറിയിട്ട് ശക്തി എന്നുള്ളത് ഒന്നാണ്. അതിന്റെ നിത്യ അവസ്ഥ ശിവനാണ്. വ്യാപക ശക്തി ആനന്ദമാണ്. പൂർണ്ണ ശക്തി
നിത്യതൃപ്തയാണ്, സദാശിവശക്തി, സർവജ്ഞ ശക്തി, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. പല ഭാവത്തിൽ അറിയപ്പെടുന്നു. ഏകമായിട്ടുള്ള ഒരേ ഒരു സാധനം 5 ഭാവത്തിൽ അറിയപ്പെടുന്നു. സർവകർത്തൃത്വവും ശുദ്ധവിദ്യയിലുണ്ട്. എല്ലാം 5 വിധമാണ് ശുദ്ധത്വം, അതായത് ശുദ്ധമായിട്ടുള്ള പാതകള്, ചിത് രൂപത്തിലെ വ്യവസ്ഥ പാതകളുണ്ട്. ഇതെല്ലാം ഒന്ന് കേട്ടുപോയാൽ മതി. പരസംവിത്തിന്റെ 5 വിധ ശക്തികളുണ്ട്. നിത്യ എന്നത് ശിവമാണ്, വ്യാപകം എന്നത് ആനന്ദ ശക്തിയാണ്, പൂർണ്ണം എന്നാൽ നിത്യതൃപ്തിയാണ്. അപ്പോ സദാ ശിവൻ എന്നാല് സർവജ്ഞത്വം, അതാണ് ഈശ്വരത്വം, സർവകർത്തൃത്വം, ഇതാണ് ശുദ്ധവിദ്യ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ഒന്നിന്റെ പല ഭാവങ്ങളാണ്. മായാശക്തിയാണ് അഹന്ത, ഇതെന്താ ഈ പറഞ്ഞ അഹം ഇതം എന്ന് പറയുന്ന 2 ശക്തികള്. അത് വ്യതിരേകമാകുമ്പോൾ ശുദ്ധവിദ്യക്ക് വിഘ്നം വരണു. ഈ ശുദ്ധവിദ്യ എന്താ? എല്ലാം ഒന്നാണെന്ന് അറിയുന്നത് ശുദ്ധവിദ്യ, പലതായിട്ട് കാണുന്നത് കൊണ്ടാണ് നമുക്ക് ആ വിഘ്നങ്ങൾ വരുന്നത്. ഈ പഞ്ചഭാവങ്ങള് പരിമിതമായിട്ട് കഞ്ചുകം അഥവാ ആവരണമായിട്ട് തീർന്നിരിക്കുകയാണ്. എന്താണ് പഞ്ചകഞ്ചുകങ്ങള്? നമ്മൾ കണ്ടു, പഞ്ചകോശങ്ങള്, പഞ്ചകഞ്ചുകങ്ങള്. ജീവൻ തന്നെ പല പല ഉടുപ്പിട്ട് മറച്ചിരിക്കുകയാണ്, മായയാകുന്ന മറ കൊണ്ട് മറച്ചിരിക്കണം. അപ്പോ എന്താ, നമ്മൾ പരിമിതമായിട്ട് തോന്നാൻ കാരണം നമ്മൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള കോൺഷ്യസ് ലെവലാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അപരിമേയമായിട്ടുള്ള എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ശിവബോധമാണെന്ന് അറിയാതിരിക്കാൻ 5 കഞ്ചുകങ്ങളെ മായ ഇട്ടിരിക്കുകയാണ്. ആ 5 കഞ്ചുകങ്ങളെ മാറ്റിയാൽ മാത്രമേ യഥാർത്ഥ ശുദ്ധ ബോധത്തെ നമുക്കറിയാൻ പറ്റൂ. അപ്പൊ ശിവൻ എന്ന് പറയുന്നത് നിത്യമാണ്, കാലത്താല് പരിമിതം പെടാൻ പറ്റാത്തതാണ്. പക്ഷെ അതിനെന്താണ്? കാലമാണ് ഇതിനെ പരിമിതിപ്പെടുത്തുന്നത്. ആരാ പരിമിതിപ്പെടുത്തുന്നത്? ശക്തി കാലത്തിലൂടെ, നിയതിയിലൂടെ ഇതിനെ ദേശം കൊണ്ട്, അതാണ് ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്നത്. ആ ഒരു അൺലിമിറ്റഡ് കോൺഷ്യസ് തലത്തിന് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ശക്തിയെ, ഈ പറയുന്ന ശക്തി എന്ന് പറയുന്ന ദേവീ സ്വരൂപിണി എന്ത് ചെയ്യുന്നു? കാലത്തിനെയും സ്പേസിനെയും, അതാണ് ടൈം ആൻഡ് സ്പേസ് കൊണ്ട് ലിമിറ്റ് ചെയ്യുക. ഈ ടൈം ആൻഡ് സ്പേസ് ലിമിറ്റേഷൻ എപ്പോഴാ വരുന്നത്? ജന്മം എടുക്കുമ്പോൾ. ഈ ശരീരം എടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ടൈമിനകത്താവൂ. സ്പേസ് കൊണ്ട് നമുക്ക് അതിന് കാലം, ഞാൻ ഇത്ര വർഷം, 50 വയസ്സ്, 30 വയസ്സ്, 10 വയസ്സും നമ്മൾ കാലത്തിനെ മുറിക്കുകയാണ് കലകളായിട്ട്. അപ്പൊ നമുക്ക് ശരീരത്തിന്റെ പ്രായമാണ് നമ്മൾ പറയുന്നത്. കാലം ഈസ് ഇൻഫിനിറ്റ്, അതിന് യാതൊരു ആദിയും അന്തവുമില്ല, അത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. കാലപ്രപഞ്ചം എന്ന് പറയുന്നത് അതിനൊരു എന്താ പറയാ, ആദിയും അന്തവുമില്ല. എപ്പോ തുടങ്ങി എപ്പോ അവസാനിക്കണം നമുക്കറിയില്ല. പക്ഷെ ലിമിറ്റേഷൻസ് വരുന്നത് ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളിലൂടെ ശരീരത്തെ നിർമ്മിച്ച് ഒരു വ്യക്തിബോധം വന്ന് അതിനകത്ത് ഈ പറഞ്ഞ അൺലിമിറ്റഡ് ആയിരിക്കുന്ന ശിവബോധം ശക്തി രൂപേണ കയറി രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോൾ ഞാനാണെന്നുള്ള വ്യക്തിബോധം വരുന്നു. ശരീരം ഉണ്ടാവും. ശരീരം വിട്ടുപോകുമ്പോൾ എന്ത് ചെയ്യണു? വീണ്ടും പഴയ പോലെ ആവണം. വീണ്ടും നമ്മൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള തത്വത്തിൽ ചേരുന്നു. അപ്പോ ഈ 5 കഞ്ചുകങ്ങൾ മാറ്റണം. ആ കഞ്ചുകങ്ങൾ മാറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യണം? ആ ഒരു നിയതി, ഡെസ്റ്റിനി അനുസരിച്ച് ഇവിടെ എന്ത് കാര്യങ്ങളും നടക്കുള്ളൂ. ഏത് പരിമിതമായാലും എന്താ പറയാ, നിത്യതൃപ്തി വന്നാലും എന്തൊക്കെ ആയാലും ഒരു ധർമ്മത്തിന് അടിസ്ഥാനപ്പെടുത്തി ഒരു സർവജ്ഞത്വം, അതാണ് ഇൻട്രിൻസിക് ആൻഡ് ഇൻഹറന്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ഉണ്ടാവുന്ന, നമ്മുടെ കൂടെ ജനിക്കുന്ന ഒരു ബോധ സത്ത. ഒരു മീനിനെ ഓടാൻ പഠിപ്പിക്കുന്നതിന് അറിയാം, അതുപോലെ ഒരു ചെടിക്ക് വളരാൻ അറിയണ്ട, ഓക്സിജൻ എടുക്കണം, അല്ല കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനെ കളയണം. ഇങ്ങനെ ഓരോന്നിന്റെ ഉള്ളിലും, ഒരു തവളയ്ക്ക് വെള്ളത്തിൽ ചാടണം, കരയിൽ ജീവിക്കണം എന്നറിയാം, ആമയ്ക്ക് രണ്ടും അറിയാം. എന്തിനാണ്? ഏത് ജീവജാലങ്ങൾക്കും അതിന് എന്ത് ചെയ്യണം, അതിന് ആഹാരം കഴിക്കണം എന്നറിയാം, ഉറങ്ങണം എന്നറിയാം, മൈഥുനം അറിയാം, അതിന്റെ വംശപരമ്പര ഉണ്ടാക്കണം. ആ അറിവ് ഇതാരാണ് വെച്ചിരിക്കുന്നത്? ആ അറിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ശിവബോധം, ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു ബോധസത്ത, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ചിത്ത് എന്ന് പറയുന്നത്. സത്ത് എന്ന് പറയുന്നത് എന്താ? ആ എക്സിസ്റ്റൻസ്, ഉണ്ടായിരുന്ന സംഭവം ഈ പറഞ്ഞ ആളിന്റെ ആ ഓരോ വ്യക്തികളുടെ ഉള്ളിൽ കയറുമ്പോൾ അത് ചിത്തായിട്ട് മാറി. അപ്പൊ സത്തും ചിത്തും കൂടെ ചേരുമ്പോൾ, ശിവനും ശക്തിയും കൂടെ ചേരുമ്പോൾ ആനന്ദ സ്വരൂപം. അത് മനുഷ്യന് മാത്രമേ അറ്റൈൻ ചെയ്യാൻ പറ്റൂ, മൃഗങ്ങൾക്ക് പറ്റില്ല. കാരണം അവർക്ക് ബുദ്ധിയില്ല, മനസ്സില്ല. മനുഷ്യനോ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ബുദ്ധിയുണ്ട്. അവര് ചിന്തിച്ച് മനസ്സിലാക്കണം. കാരണം ഈ പറയുന്ന മനു കുലം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നവരാണ്. അവര് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് അറിഞ്ഞ് എപ്പോഴെങ്കിലും ഈ പറയുന്ന കാലപ്രവാഹത്തില് നമ്മുടെ ടൈം ആൻഡ് സ്പേസിനെ ലിമിറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്താ, ആ ലിമിറ്റേഷനെ ഇല്ലാതാക്കണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സദ്യോജാത മുക്തി എന്ന് പറയാം. അതിനെ ഇരുന്നുകൊണ്ട്, ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഈ സത്യത്തെ അറിയുന്നവനെന്താ? അവനാണ് മൃത്യുഞ്ജയൻ, മൃത്യുവിനെ ജയിച്ചവൻ. പിന്നെ മൃത്യു കൊണ്ടുപോകാൻ പറ്റുന്ന എന്തിനാ? ഇതിനകത്ത് ഇരിക്കുന്ന ആളിന് മരണമില്ലെന്ന് പറഞ്ഞാൽ മൃത്യുവിന് കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ വെറും ചവറ് പഞ്ചഭൂതങ്ങള്, ഈ വെറും ഒരു ശരീരം, ഒരു ഇന്റിഗ്രേഷൻ, അതിനകത്തുള്ളതിനെ ഡിസ്ഇന്റിഗ്രേറ്റ് ചെയ്യുക, കൂടിച്ചേർന്നതിനെ ഇല്ലാതാക്കുക. അപ്പൊ അത് പോയാലും നമുക്കെന്താ? അത് പോണ്ടേ? എന്നുവെച്ചാൽ കൂടിച്ചേർന്ന് വെച്ച ഒരു കളിമൺ പ്രതിമ എത്ര കാലം ജീവിച്ചിരിക്കും?
താഴെ വീണ ഉടയും, കാറ്റ് വന്നാൽ നനഞ്ഞാലൊക്കെ അത് പോവില്ല. അതുപോലെ ഈ ശരീരം പോവേണ്ടതാണെന്ന് അറിഞ്ഞാൽ, ഇതിനകത്തിരിക്കുന്ന അശരീരിയായിട്ടിരിക്കുന്ന, ശരീരത്തോട് യാതൊരു ബന്ധവുമില്ലാതിരിക്കുന്ന ഉണ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ എന്താ, ആ സദ്യോ ഉടനടി മുക്തിയ. ഭഗവാന് 5 മുഖങ്ങളുണ്ട് അല്ലെ, സദ്യോജാതം, അഘോരം എന്നൊക്കെ പറഞ്ഞ് തത്പുരുഷം എന്നൊക്കെ. അപ്പൊ ഇതില് ആ ഒരു മുക്തി എന്ന് പറയുന്നത് എന്താ, മരണമില്ല. മരണം ട്രാൻസ്ഫോർമേഷൻ ആണ്. മരണം എന്ന് പറഞ്ഞൊരു ഒന്നിന്റെയും എൻഡ് പോയിന്റ് അല്ല, ഒരു അവസാന വാക്കല്ല. കാരണം ഈ ജീവൻ അടുത്ത ജന്മത്തിലൂടെ അടുത്ത ശരീരം സ്വീകരിക്കും. ഇതാണ് മായ. ഇപ്പൊ ഡെസ്റ്റിനിക്ക് അനുസരിച്ച്, ധർമ്മത്തിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കും. അവിടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയാ കൂടുതൽ കൈക്കൂലി കൊടുത്തോ മാറ്റാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. ഒന്നേ നമുക്ക് ചെയ്യാൻ പറ്റൂ, നമ്മുടെ കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യുക. അപ്പൊ സർവകർത്തൃത്വം വിഭജിക്കപ്പെട്ട കാലത്തിന്റെ പരിമിതിയാലും സങ്കോചിച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ അനുഭവപ്പെടും. സർവകർത്തൃത്വം എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് എന്താ, കാലത്തിന്റെ ഇടപെടൽ കൊണ്ട് ഈ പറയുന്ന കലകളായിട്ട് ഈ പറഞ്ഞ ഡെസ്റ്റിനി എന്ന് പറയുന്ന സംഭവം മായയുടെ രൂപത്തിൽ വന്ന് അതിനെ മുറിച്ച് നമുക്ക് ജന്മങ്ങൾ തന്നുകൊണ്ടിരിക്കണം. ഒരു ജന്മവും പെർമനന്റ് അല്ല. കാരണം ഈ പറഞ്ഞ ജീവാത്മാവ് എന്ന് പറയുന്ന ജീവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. കാരണം എവിടെ നിന്നാണോ വന്നത് അവിടെ തിരിച്ചെത്തുന്നത് വരെ ആ ഉള്ളിൽ ഇങ്ങനെ ആവേശമാണ് തിരിച്ചു പോകാൻ. എന്റെ തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് എന്താ, ഞാൻ പറയുന്ന നമ്മുടെ വീടുകൾ നമ്മൾ പറയും എന്റെ വീട്ടിൽ പോകണം, എനിക്ക് എന്റെ വീട്ടിൽ പോകണം, എന്നാലേ എനിക്ക് സുഖമുള്ളൂ. ഏതാ എന്റെ വീട്? നമുക്ക് അതുപോലെ ജീവൻ ഒരു അദമ്യമായിട്ടുള്ള ആഗ്രഹമുണ്ട്. കാരണം എത്രയോ ഉയർന്ന തലത്തിൽ അമ്മയോട് ചേർന്ന് ആനന്ദ സ്വരൂപമായിരുന്ന ജീവൻ എന്തൊക്കെയോ കർമ്മങ്ങൾ കൊണ്ട് ഇവിടെ ഭൂമിയിൽ വന്നു. അപ്പൊ നമുക്ക് എപ്പോഴും പോണം. അതാണ് മോളിലോട്ട് നോക്കുന്നത്. ഈശ്വരാ എന്ന് വിളിക്കുന്ന അറിയാതെ കണ്ണ് മോളിലോട്ട് പോകുന്ന എന്താ, നമ്മുടെ ആകാശത്തിരിക്കുന്ന ഈശ്വരൻ എന്നാണോ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ധാമം, നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഉയർന്ന സ്ഥലത്തു നിന്നാണ്. അപ്പൊ അങ്ങോട്ട് എനിക്ക് പോകണം. ഏത് ജീവനും എത്ര ജന്മമെടുത്ത് ഇവിടുത്തെ എത്ര സുഖഭോഗങ്ങൾ അനുഭവിച്ചാലും ആ ഒരു എന്താ പറയാ, ഒരു മുഴുമിപ്പിക്കപ്പെടാത്ത, ഒരു പൂർണ്ണത്വമില്ലാത്ത ഒരു അവസ്ഥ വരും. കാരണം എന്ത് സുഖങ്ങളും നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഈ സുഖം എന്ന് പറയുന്നത് എന്താ പറയാ, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും യാതൊരു വിധത്തിലുള്ള കുറവും സംഭവിക്കാത്ത ഒരു ആനന്ദം. അതിന് സുഖം എന്ന് പറയാൻ പറ്റില്ല. സുഖം എന്ന് പറയുന്നത്, ഖം എന്ന് പറയുന്നത് അന്തരാത്മാവില് ആ ഒരു അന്തർയാമിക്ക് അകത്ത് വരുന്ന, ഖം ആകാശം എന്നാണ് അർത്ഥം. അപ്പോ ആ ഒരു ചിതാകാശത്തിൽ വരുന്ന സുഖം, അതിനെയാണ് നമ്മൾ എന്താ പറയാ താൽക്കാലികമായിട്ട് ഇന്ദ്രിയ സുഖങ്ങൾ. പക്ഷെ ആനന്ദം എന്ന് പറയുന്നത്, ആ സച്ചിദാനം എന്ന് പറയുന്നത് ആ സഹസ്രാര പത്മത്തില് നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിൽ വരുന്ന ശിവശക്തി ഐക്യത്തില് കിട്ടുന്നത് ആനന്ദം. സുഖങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവും, ദുഃഖങ്ങളും നഷ്ടപ്പെട്ടു പോവും. പക്ഷെ ആനന്ദം അതെന്താ, പെർമനന്റ് ആണ്. അത് ഒരിക്കലും ഒരു പ്രാവശ്യം അനുഭവിച്ചാല് അത് നമുക്ക് വിട്ടുപോവില്ല, നിരന്തരമായിട്ടുള്ളതാണ്. അപ്പോ ചിത് രൂപത്തില് ഈ പഞ്ചവിധ സങ്കോചങ്ങള് ശുദ്ധം തന്നെയാണെങ്കിലും മായയാല് അത് മറച്ചിരിക്കുകയാണ്. അപ്പോ മായ അചിത് രൂപമാണ്, കാണാൻ പറ്റില്ല നമുക്ക്, അശുദ്ധമാണ് മായ. അപ്പൊ ശുദ്ധാശുദ്ധ പാത എന്ന് പറയാനും എന്താ, അഹം ഇതം, ഇത് തമ്മിലുള്ള ഭേദം ശുദ്ധപാതയില്, അതായത് ശുദ്ധം പൂർണ്ണമായിട്ട് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്, ഈ പറഞ്ഞ 26 തത്വങ്ങൾ നല്ലവണ്ണം അറിയുമ്പോൾ ശുദ്ധമേത് അശുദ്ധമേത്, ഏതാണ് അജിത് രൂപം, മായയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇപ്പൊ തന്മാത്ര, 5 തന്മാത്ര, 5 മഹാഭൂതങ്ങള്, 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, മനസ്സ്, അഹങ്കാരം, മഹത്വം, മൂലപ്രകൃതി, പുരുഷൻ, ഇല്ലേ? 25 സംഖ്യാ തത്വങ്ങള്. അതിന്റെ കൂടെ എക്സ്ട്രാ നമ്മൾ കൂട്ടുമ്പോൾ 36. മൂലപ്രകൃതി ഇതം, പുരുഷൻ അഹം, ഈ പറഞ്ഞ 25 പ്ലസ് മായ 26, അങ്ങനെ നമുക്ക് കൂട്ടാം. ഇല്ലെങ്കിൽ എന്താ, 36 തത്വങ്ങളായിട്ട് പ്രാണനെയും ഉപപ്രാണനുകളെയും ചേർക്കാം. അപ്പൊ ശുദ്ധത്തില് ഈ പറഞ്ഞ 36 ഷഡ് ത്രിം ശത തത്വം, അതായത് 36 തത്വങ്ങള് എന്താ, ഇത് ശക്തി തത്വങ്ങളാണ്. ഇതിനകത്ത് ആ പറഞ്ഞ ഗുരു കടാക്ഷമാണ് ശിഷ്യന്റെ വിജയത്തിന് നിദാനം. ഈ പറഞ്ഞ തത്വങ്ങളെല്ലാം തന്നെ തതത്വം, തത്വമസിയെ കാണിക്കുകയാണ്. ഈ പറഞ്ഞ 36 തത്വങ്ങളും എവിടെ നിന്ന് വന്നു? ഈ പറഞ്ഞ ശുദ്ധബോധത്തിൽ നിന്ന് വന്നതാണ്. മായ കൊണ്ടാണ് അത് അശുദ്ധമായത്. ആ ശുദ്ധ തത്വത്തിലോട്ട് തിരിച്ചു പോകണമെങ്കിൽ എന്താ വേണ്ടത്? ഗുരു കടാക്ഷം വേണം. ശിഷ്യന്റെ വിജയത്തിന്റെ എല്ലാം ആണിക്കല്ലെന്ന് പറയുന്നത് എന്താ, ഞാൻ ഗുരുവാണ്, ഞാൻ ഈശ്വരനാണ്, ഞാൻ എൻ്റെ ഭഗവതി ഞാനും ഗുരുവും വേറെ അല്ല എന്നുള്ള തന്മയീഭാവം, അതാണ് താതാത്മ്യം. ഇപ്പൊ ശിഷ്യൻ ഗുരുവെ ഈശ്വരനായിട്ട് കാണണം, താനായിട്ട് ഭാവന ചെയ്യണം. ഗുരുഭക്തി ഉപാസനാ മാർഗങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതാണ് ആദ്യത്തെ ആ ഒരു എന്താ പറയാ ഭാവന ഉപനിഷത്തിലെ ആദ്യത്തെ ഗുരുവിന്റെ പ്രാധാന്യം. രണ്ടാമത് കൊടുത്തിരിക്കുന്ന എന്താ, രണ്ടാമത് തേന നവരന്ധ്ര രൂപേണ ദേഹം. രണ്ടാമത് ദേഹത്തെ കുറിച്ച് പറയണം, നമ്മുടെ ശരീരം. അതായത് അവനാൽ ശരീരത്തിന് 9 ദ്വാരങ്ങളുണ്ടെന്നും ഈ ശരീരം 9 ദ്വാരങ്ങളോടുകൂടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും നമ്മൾ നേരത്തെ തന്നെ കണ്ടു, അല്ലെ? നവദ്വാരേ പുരേ ദേഹി. അപ്പൊ ഗുരു
ഗുരുവാണ് ശക്തി, ഗുരുവാണ് വിമർശം. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നവസ്വഭാവം നവദ്വാരങ്ങളിലൂടെ ഭാസിക്കപ്പെടുകയാണ്. ശിവൻ പ്രകാശമാണ്, അതിന്റെ വിമർശ സ്വരൂപമാണ് മനസ്സ് അഥവാ ശക്തി. ഗുരുവിലൂടെയാണ് പ്രകാശിക്കുന്നത്. അതിനാൽ ഗുരു എന്ന ശക്തി ശിവൻ തന്നെയാണ്, പരസംവിത്ത് തന്നെയാണ്. ആ അഹം എന്നത് ആ ശക്തിയാണ്, ശിവമാണ്. എന്നുവെച്ചാൽ ഇതൊന്നും വ്യത്യാസമല്ല, ഏകമായിട്ടുള്ള ഒന്നാണെന്ന് അർത്ഥമുള്ളൂ. അപ്പൊ ഈ തന്ത്രരാജതന്ത്രത്തെ ആധാരമാക്കി ഭാസ്കരായർ പറയാണ് വിമർശത്തെ. അദ്ദേഹം പറയുന്നു ശരീരത്തിൽ വരുമ്പോൾ വിമർശത്തെ, അതായത് ദേവിയെ എങ്ങനെ കാണണം? സുഷുമ്ന രൂപത്തിൽ കാണണം. അതായത് സ്ഥൂല സൂക്ഷ്മങ്ങളായിട്ടുള്ള നാഡി, വേദചിന്ത, യോഗം, തന്ത്രം, ആയുർവേദം ഇവയ്ക്ക് പൊതുവെ വിഷയമാണ്. ഇതെല്ലാം തന്നെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ഹൃദയത്തിൽ നിന്ന് 101 നാഡികൾ പ്രവഹിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് 101 നാഡികൾ, അത് വേദ ഉപനിഷത്തുകളിലെല്ലാം ഉണ്ട്. ഒരു മുടിനാരോളം മാത്രമേ നാഡിക്ക് വലിപ്പമുള്ളൂ. അതായത് അതിന് 1000 ഭാഗങ്ങളുണ്ടെന്നാ പറയണത്. ഓരോന്നിലൂടെയും പ്രാണൻ പ്രവഹിക്കുകയാണ്. എല്ലാ പ്രവർത്തനത്തിനും ഈ പ്രാണപ്രവാഹം വേണം. ഒരെണ്ണത്തിന് അതായത് 1/101, അതായത് മുകളിലേക്കുള്ള ഊർധ്വം, അതായത് അമൃതനാഡി എന്ന് പറയും. ബാക്കിയെല്ലാം ഇതിൽ ഒരു നാഡി, ഇപ്പൊ 101 നാഡി വരുന്നതിൽ ഒറ്റ ഒരു നാഡി മാത്രമാണ് മുകളിലോട്ട് പോകുന്നത്. ബാക്കിയെല്ലാമോ ഈ 100 എണ്ണവും അതായത് താഴോട്ടാണ് പോകുന്നത്. കാരണം ഇത് സംസാരത്തിൽ നമ്മളെ ബന്ധിക്കുന്നതാണ്. ഒരു നാഡി എന്ന് പറയുന്ന അമൃത നാഡി മാത്രമാണ് ആ ഊർധ്വത്തിലോട്ട്, അതായത് നമ്മുടെ സഹസ്രാര പത്മത്തിലോട്ട് പോകുന്നത്. അപ്പോ മൈത്രി ഉപനിഷത്തുകളിൽ ഈ നാഡികളെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അതിന് എണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എന്താ ഈ നാഡീ ചക്രങ്ങളെ കുറിച്ച് അറിയുന്നത്? കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ശ്രീചക്രത്തില് നാഡികളുണ്ട്. അതായത് നാഡീ സന്ധാനം എന്ന് പറഞ്ഞ് തന്നെ ഒരു ആവാഹനത്തിൽ പറയുന്നുണ്ട്. മർമ്മങ്ങള്, നാഡികള്, കാരണം ഇത് ശരീരത്തെ തന്നെ ഉദ്ദേശിച്ചായി പറയുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോയാൽ മതി. താന്ത്രിക യോഗ സാധനകളില് 31/2 2 കോടി ഊർജ നാഡികള് ആ ചക്രത്തിൽ നിന്ന് 101, അതായത് 100 വിഭജിക്കുന്നു. ഇതിൽ ഒരു നാഡി മാത്രം, അതിനെയാണ് അമൃത നാഡി. അതുകൊണ്ടാണ് നമ്മൾ അമൃത ബിന്ദു എന്ന് പറയുന്നത്. നമ്മുടെ മോതിര വിരലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നാഡിയാണ് അമൃത നാഡി. അത് മാത്രമാണ് അമൃതത്തെ കൊടുക്കുന്നത്, നമ്മുടെ ഊർധ്വമായിട്ട് പോകുന്ന നാഡി. അതുകൊണ്ടാണ് മോതിരത്തിൽ നമ്മൾ വിവാഹത്തിന് മോതിരം ഇടുന്നത്, ആ മോതിര വിരൽ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് ആ ഒരു അമൃതത്വത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കേന്ദ്ര നാഡി എന്താണ്? സുഷുമ്ന നാഡിയാണ്. അതിനകത്ത് അതിസൂക്ഷ്മമായിട്ട് ചിത്രിണി എന്ന് പറയുന്ന ചന്ദ്രനാഡിയുണ്ട്. അപ്പൊ ചിത്രിണിയെ ആവരണം ചെയ്ത് സംരക്ഷിച്ചുകൊണ്ട് വജ്രിണി എന്ന് പറയുന്ന സൂര്യ ഊർജ നാഡിയുണ്ട്. ഇതിനകത്താണ് മേരുദണ്ഡം. ഈ മേരുദണ്ഡം എന്ന് പറയുന്നതാണ് നമ്മുടെ സുഷുമ്ന നാഡി. സുഷുമ്ന നാഡി എന്താണ്? അഗ്നിയാണ്. അതിൽ സത്വ, രജസ്, തമോ ഗുണങ്ങളുണ്ട്. മൂന്നും ചേർന്നതാണ് ഈ സുഷുമ്ന. അപ്പൊ മൂലാധാരം അഥവാ ഖണ്ഡയോനി ആധാരകുണ്ഡത്തിൽ നിന്ന് ഉത്ഭവിച്ച ബ്രഹ്മരന്ധ്രം വരെ സുഷുമ്ന വരെ നീണ്ടു കിടക്കണം. ഇത് ശുദ്ധ ബോധത്തിന്റെ സ്ഥാനം. സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ജലം, മണിപൂരകം അഗ്നി, അനാഹതം വായു, വിശുദ്ധി ആകാശം, ആജ്ഞ മനസ്സ് എന്നീ ചക്രങ്ങളിലൂടെ സുഷുമ്ന കടന്നു പോകുന്നു. അപ്പൊ എന്താണിത്? നമ്മുടെ ശരീരത്തിലെ സുഷുമ്ന നാഡി ഒന്നുണ്ട്, അതിനകത്ത് വജ്രിണിയുണ്ട്, ചിത്രിണിയുണ്ട്. ഇത് രണ്ടും ഒരു സൂര്യനാഡിയും ഒരു ചന്ദ്രനാഡിയും അതിനെ കവർ ചെയ്തിട്ടാണ് സുഷുമ്ന നാഡി ഇരിക്കുന്നത്. മേരുദണ്ഡം, ആ മേരുദണ്ഡം എന്ന് പറയുന്നത് നട്ടലിനകത്താണ് ഇതിരിക്കുന്നത്. അപ്പൊ ഒന്ന് അഗ്നിയാണ്, ഒന്ന് സൂര്യൻ. നമ്മുടെ 3 ഖണ്ഡങ്ങള്, ദേവിയുടെ 3 പഞ്ചദശി മന്ത്രത്തിന്റെ 3 ഖണ്ഡങ്ങൾ പോലെ അഗ്നിയും സൂര്യനും സോമവും ചന്ദ്രനും 3 ചേർന്നാണ്. അപ്പൊ ഇത് എവിടുന്ന തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂലാധാരം എന്ന് പറയുന്ന ഖണ്ഡയോനി, ഏറ്റവും താഴേന്ന് തുടങ്ങി ഈ നട്ടൽ ഏതുവരെ പോകുന്നു? നമ്മുടെ ആ ഒരു ആധാര കുണ്ഡത്തിൽ നിന്ന് ഉത്ഭവിച്ച് ബ്രഹ്മരന്ധ്രം വരെ അത് നീണ്ടു കിടക്കണം സുഷുമ്ന. ഇവിടുന്നുള്ള അറിവുകളെല്ലാം തന്നെ എങ്ങനെയാണ് കുണ്ടലിനി ഊർധ്വമായിട്ട് സഞ്ചരിക്കണം എന്ന് വെച്ചാൽ ഈ പറയുന്ന സുഷുമ്ന നാഡി കൂടെ മുകളിൽ ചെന്നിട്ടാണ് ഇത് ശിവനുമായിട്ട് സംയോഗം ചെയ്യുന്നത്. അപ്പൊ സുഷുമ്ന എന്ന് പറയുന്നത് അതിന്റെ ഇടത് ഭാഗത്ത്, മേരുദണ്ഡത്തിന്റെ ഇടത് ഭാഗത്ത് ഇട, വലത് ഭാഗത്ത് പിങ്കള. ഇപ്പൊ 2 മൂലാധാരത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷെ ഇടത് നാസികയിലും പിങ്കള വലത് നാസികയിലും അവസാനിക്കുകയാണ്. ഇട എന്ന് പറയുന്നത് എന്താ? പുരുഷൻ വെളുപ്പ ചന്ദ്രൻ, പിങ്കള സ്ത്രീ ചുവപ്പ സൂര്യൻ, സുഷുമ്ന അഗ്നി ശിവശക്തി സ്വരൂപം. ഇവ ത്രിവേണിയായിട്ട് മൂലാധാരത്തിൽ ചേർന്നിരിക്കുക. അതിനെയാണ് യുക്ത ത്രിവേണി എന്ന് പറയുന്നത്. അപ്പൊ അമാവാസി ദിവസത്തില് കറുത്തവാവ് സൂര്യ ചന്ദ്ര സംഗമത്തെ ഈ ത്രിവേണി സംഗമം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണ് ത്രിവേണി സംഗമം? നമ്മൾ പറയുന്ന 3 നദികള് അത് ഒരുമിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തില് ഇത് 3ഉം കൂടെ ചേർന്നിരിക്കുന്നത്, അതാണ് യുക്ത ത്രിവേണി. അമാവാസി ദിവസം എന്ത് ചെയ്യും? ഇത് 3ഉം ചേർന്നിരിക്കുന്ന ആ സംഗമത്തെയാണ് നമ്മള്, ആ സംഗമത്തിൽ നിന്ന് ഇവര് വേർപിരിഞ്ഞ് സഞ്ചരിക്കും. അതിനെയാണ് മുക്ത ത്രിവേണി എന്ന് പറയുന്നത്. അതായത്
ഇട എന്ന് പറയുന്ന ഗംഗ, പിങ്കള എന്ന് പറയുന്ന യമുന നദി, സുഷുമ്ന എന്ന് പറയുന്നത് സരസ്വതി നദി. സരസ്വതി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത ഭൂമിക്കടിയിലുള്ള ഒരു നദിയാണ് സരസ്വതി. ഇതാണ് ത്രിവേണി സങ്കല്പം. നമ്മൾ വെളിയിൽ ഈ 3 നദികളെ കാണാറുണ്ട്, ഇത് തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി എന്താ പറയാ, സൗന്ദര്യ ലഹരിയിൽ പറയണുണ്ട്, അമ്മയുടെ കണ്ണ് എന്തിനാ അമ്മ ഞാൻ മുക്ത ത്രിവേണിക്ക് പോകുന്നത്? അമ്മയുടെ കണ്ണ്, ഒരു കണ്ണ് ചുവപ്പാണ്, ഒരു കണ്ണിൽ കറുപ്പ് ഞാൻ കാണുന്നു, ഒരു കണ്ണ് എന്താ പറയുക വെളുത്തിരിക്കുക, കണ്ണില് കൃഷ്ണമണി കറുത്തിരിക്കുന്നു, അതിൽ ആ പറഞ്ഞ വെളുപ്പ് നിറത്തിൽ ശകലം ചുവന്ന ഇത് കാണുന്നു. ഞാൻ എന്തിന് ത്രിവേണി സംഗമത്തിന് പോകണം അമ്മ? അമ്മയുടെ കണ്ണ് കണ്ടാൽ മതിയല്ലോ. അവിടെയും ത്രിവേണി സംഗമം പറയുന്നുണ്ട്. കാരണം അമ്മയുടെ കണ്ണിനകത്തിരിക്കുന്ന കൃഷ്ണമണി കറുത്തിരിക്കുന്നു, കാളിന്തി കറുപ്പാണ്. ഈ പറഞ്ഞ യമുന നദി എന്ന് പറയുന്നത് കറുപ്പ്, ഗംഗ എന്ന് പറയുന്നത് ശുദ്ധ വെളുത്ത നിറം, ഈ പറഞ്ഞ യമുന എന്ന് പറയുന്നത് കുറച്ച് ചുവപ്പ് കലർന്നത്. ഇത് അമ്മയുടെ കണ്ണിലുണ്ട്. ഞാൻ എന്തിനു കാണണം? അമ്മയുടെ ആ നോട്ടം മതി. ഞാൻ ത്രിവേണി സംഗമത്തിൽ കുളിച്ച ആ ശുദ്ധമാണ് എനിക്കുള്ളത്. അമ്മയുടെ ഒരു നോട്ടം എന്റെ പുറത്ത് പതിച്ചാൽ അമ്മ ഞാൻ എന്തിനു വേറെ പോണെന്ന് ഈ പറഞ്ഞ ശങ്കരാചാര്യര് തന്നെ അതിൽ പറയണുണ്ട്. അപ്പൊ സുഷുമ്ന എന്ന് പറയുന്നത് ഈ 3 സുഷുമ്ന സരസ്വതിയാണ്. ഈ 3 ത്രിവേണിയും കൂടെ ചേരും. കുണ്ടലിനി സുഷുമ്നയിലൂടെ ഉണർന്ന്, അതിലാണ് സാധകന് ഗുരുവിനെ പോലെ തന്നെ സുഷുമ്നയും ഉപായമാർഗമാണ്. എങ്ങനെയാണ് ഒരു ഗുരു നമുക്ക് വഴികാട്ടി തരുന്നത്? നമുക്ക് ഈ പറഞ്ഞ നട്ടൽ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഉപാസന സമയത്ത് നട്ടല് നിവർത്തിയിരിക്കൂ. കാരണം ഇത് നേരെ പോണെങ്കിൽ, ഇത് വളഞ്ഞിരിക്കുന്ന നട്ടലിന് പോകാൻ പറ്റില്ല. അതാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ഭഗവാൻ കൃഷ്ണൻ തന്നെ കുബ്ജയെ 3 വളവുകളുള്ള ത്രിവക്രയെ എന്താ നേരെയാക്കിയത്? അവളുടെ സുഷുമ്ന നാടിയിൽ കൂടെ ഈ പറഞ്ഞ ബോധം പോയാൽ മാത്രമേ അവന് ആ ലോകത്തെ ശരിക്ക് കാണാൻ പറ്റൂ. അതുവരെ അവൾക്ക് അജ്ഞാനമായിരുന്നു, അവള് കൂനിയായിരുന്നു. അതുപോലെ നമുക്ക് കൂനെന്ന് പറയുന്നത് എന്താ? ചിന്തകളിലുള്ള വൈകല്യം, നമുക്ക് അജ്ഞാനം, അറിവില്ലായ്മ. ആ കൂനിനെ ഇല്ലാതാക്കണമെങ്കിൽ ശരിക്കുള്ള സുഷുമ്നയെ കൂടെ നമ്മുടെ കുണ്ടലിനി ശക്തി മേളിലോട്ട് പോകണം, പ്രവഹിക്കണം. എപ്പോഴും നമ്മുടെ ഈവൻ ശ്രീവിദ്യ ദീക്ഷ കൂനുള്ളവർക്ക് കൊടുക്കാറില്ല, അംഗവൈകല്യം ഉള്ളവർക്ക് കൊടുക്കാറില്ല. കാരണം ഇതാണ്, ആ സുഷുമ്ന നാടി നേരെ ഇരുന്നെങ്കിൽ മാത്രമേ ആ ഒരു നട്ടലിന് ഉറപ്പും. അത് വളയാത്തവർക്ക് എന്താ, ഈ പറഞ്ഞ നട്ടല് നേരെ ഇരുന്നാൽ മാത്രം പോരാ, മനസ്സും നല്ല ഉറപ്പ് വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ പറഞ്ഞ വീരന്മാരായിട്ട് ഈ പറഞ്ഞ ഇന്ദ്രിയ നിഗ്രഹണം നടത്തി നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോ കുണ്ടലിനി സുഷുമ്നയിലൂടെ ഉണരുമ്പോ സാധവൻ എന്ത് ചെയ്യും? ആ ഒരു ഉപായ മാർഗം എന്ത്? ഈ ബ്രഹ്മത്തെ അറിയാനായിട്ട്. എങ്ങനെയാണോ ഗുരു ആ വിദ്യ കൊടുത്ത് മന്ത്രം കൊടുത്ത് അവന്റെ ഉള്ളിലെ ശക്തികളെ ഉത്തേജിപ്പിക്കുന്നത്, അതുപോലെ സുഷുമ്ന എന്താണ്? ആ ഒരു ലക്ഷ്യപ്രാപ്തിക്കുള്ള ഒരു ഉപായ മാർഗം. എപ്പോഴും സുഷുമ്ന നാഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഗുരു വിമർശ ശക്തി സുഷുമ്നയാണ്. ഗുരു എന്ന് പറയുന്നത് വിമർശ ശക്തിയും സുഷുമ്നയുമാണ്. അതിനാലാണ് ആ എന്താ വിവിധ ചക്രസ്ഥാനത്ത് സുഷുമ്ന വിവിധ ധർമ്മങ്ങൾക്ക് കാരണമാകുന്നത്. നമുക്കറിയാം, ഭൂമി, ജലം, അഗ്നി, ഇങ്ങനെ ആ പ്ലെക്സസ് ആധാര ചക്രങ്ങളിൽ തന്നെ പല കാര്യങ്ങളും ഭഗവാനും ദേവിയും ഹംസേശ്വരി ഈ പറഞ്ഞ രൂപത്തില്, ഈ പറഞ്ഞ സപ്തധാതുക്കളുടെ രൂപത്തിലൊക്കെ ദേവി തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് എന്താ? ശരിക്ക് പ്രവർത്തിച്ചാല് നാവിന്റെ രുചി അറിയാം, മണിപൂരകം പ്രവർത്തിച്ചാൽ കണ്ണിന്റെ കാഴ്ചശക്തി കൂടും, അനാഹതം പ്രവർത്തിച്ചാല് ഗുദം, ലിംഗം, യോനി ഇവയുടെ പ്രവർത്തനം നല്ലതായിട്ട് വരും, വിശുദ്ധി ശരിക്ക് പ്രവർത്തിച്ചാൽ ശ്രവണശക്തി കേൾക്കാൻ പറ്റും. ഇങ്ങനെ സർവത്തിനെയും സുഷുമ്ന വഴി നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയണത്, ഈ പറഞ്ഞ പഞ്ചഭൂത ശുദ്ധി വേണമെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ ആധാര ചക്രങ്ങളെ നിയന്ത്രിക്കാൻ പറ്റൂ. ഓരോ ഇന്ദ്രിയവും പ്രാണശക്തി കടക്കാനുള്ള വാതിലുകളാണ്. അപ്പോ അകത്തെ ലോകത്തെ പുറത്തെ ലോകവുമായി ബാലൻസ് ചെയ്യിക്കുന്നത്, അതായത് ഒരു സമീകരണം ഈ പറയുന്ന ധാതു പ്രസാദം കൊണ്ടേ സാധിക്കൂ. ഗുരുവിന് സുഷുമ്ന രൂപത്തിൽ 9 രൂപമുണ്ട്. 1 ശിവരൂപമാണ്, 2 3 ഓഖങ്ങൾ, അതായത് ഒഴുക്കുകൾ. വേഗത അനുസരിച്ച് ഈ ഓഖങ്ങളെ ശിഷ്യന്റെ വേഗത അനുസരിച്ച് അത് 3 ആയിട്ട് തിരിക്കാം. 1 എന്താ? ദിവ്യൗഖം, അത് 3 രൂപം, 3 തരം ശിവരൂപമാണ്. അതെല്ലാം തുരീയമാണ്, മനുഷ്യർക്ക് പ്രാപ്തമല്ല. രണ്ടാമത്തെ സിദ്ധൗഖം അതീന്ദ്രിയമാണ്, മനുഷ്യർക്കിടയിൽ അവതരിച്ച് അവർ ഉപദേശം കൊടുക്കും. അത് കഴിഞ്ഞ് മാനൗഖം എന്ന് പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഓഖത്രയങ്ങളാണ് ആ ശ്രീചക്രത്തിൽ നമ്മൾ കണ്ടത്. ആ ഓഖത്രയങ്ങളെയാണ് പറയണത്. 3 മനുഷ്യ ഗുരുക്കന്മാര്, ഓരോന്നിലും 3 തലമുറയിലെ ഗുരുക്കന്മാരെ പെടുത്താം. മനുഷ്യ ഗുരുക്കന്മാരില് 3 തലമുറയിലെ ഗുരുക്കന്മാർ, അതായത് ഗുരുവിന്റെ ഗുരു പരമഗുരു, പരമഗുരുവിന്റെ ഗുരു പരമേഷ്ടി ഗുരു, അങ്ങനെ 3 പരമ്പര. നമ്മുടെ ഒരു വലത് കണ്ണ്, ഇടത് കണ്ണ്, ആജ്ഞാചക്രം, ഇങ്ങനെയാണ് ഗുരു, സ്വഗുരു, പരമഗുരു, പരമേഷ്ടി ഗുരു. നമ്മൾ എപ്പോഴും ഈ 3 പേരെയും പ്രാർത്ഥിക്കും. കാരണം അവരിൽ നിന്നാണ്, പരമേഷ്ടി ഗുരുവിൽ നിന്ന് പരമഗുരുവിന് കിട്ടുന്നു, പരമഗുരു സ്വഗുരുവിന് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഈ ശ്രീവിദ്യാ സമ്പ്രദായം ഒഴുകി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഗുരുപരമ്പരയുടെ പേര് വേദത്തിൽ ഓർക്കണം, പക്ഷെ തന്ത്രശാസ്ത്രത്തില് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ആദിവിദ്യയില്
അതായത് ഭാവന ഉപനിഷത്തിൽ 9 പേരെ നമുക്ക് കാണാം. അതായത് നമ്മളെ കാതിവിദ്യയാണ് ഏറ്റവും ഉയർന്നത്. അഗസ്ത്യൻ, മന്മഥൻ ഇവര് ഉണ്ടാക്കിയ വിദ്യയാണ് കാത്. അവിടെ 9 നാഥന്മാരുണ്ട്. അതിൽ ഒന്ന് ദിവ്യൗഖം എന്ന് പറയുന്നത് പ്രകാശം, വിമർശം 2, 3 ആനന്ദം, അടുത്തത് സിദ്ധൗഖം, ശ്രീജ്ഞാനം, ശ്രീ സത്യ, ശ്രീ പൂർണ്ണ. പിന്നെ മാനൗഖം എന്ന് പറയുന്നത് സ്വഭാവം, അതായത് നിയതി, പ്രതിഭ, വിദ്യ, അത് കഴിഞ്ഞ് സുഭഗ, കല. അപ്പൊ 10ാമതായിട്ടാണ് ആനന്ദനാഥൻ എന്ന ഗുരുനാമം. നമ്മുടെ ഈ പറഞ്ഞ അമൃതാനന്ദനാഥൻ, ആനന്ദനാഥൻ എന്ന് പറയുന്നത് എന്താണ്? ഗുരുനാമം. അതായത് ഒരു മാനൗഖ ഗുരുവിന് ഈ പറഞ്ഞ സമ്പ്രദായം കൊടുക്കുന്ന നാമമാണ്. അവരതിൽ ദീക്ഷിതരാകുമ്പോൾ തന്റെ സ്വഗുരു, പരമഗുരു, പരമേഷ്ഠി ഗുരു അവരിൽ നിന്ന് കിട്ടുന്ന നാമമാണ് എന്ത്? അദ്ദേഹത്തിന്റെ പേര് പ്രഹ്ലാദ ശാസ്ത്രി എന്നായിരുന്നു നമ്മുടെ ഗുരുജിയുടെ. അദ്ദേഹത്തിന് പൂർണ്ണ ദീക്ഷിതനായപ്പോ അദ്ദേഹത്തിന് കൊടുത്ത നാമമാണ് അമൃതാനന്ദ നാഥ സരസ്വതി എന്ന്. ആനന്ദനാഥനാണ് ഗുരുനാമം. അപ്പൊ അതുകൊണ്ടാണ് ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ കാണിച്ചു തരുന്നത്. അമൃത ആനന്ദം. ആനന്ദം എന്ന് പറയുന്നത് അമൃതമാണ്, ഒരിക്കലും മൃതമല്ലാത്തത്, നശിച്ചു പോവാത്തത്. ആ അമൃതത്തെ തന്റെ ശരീരത്തിൽ കാണിച്ചു കൊടുക്കുന്ന ആള് ഗുരു. അതാണ് അമൃതാനന്ദം. അപ്പൊ ഭാസ്കരരായരെ പറഞ്ഞിട്ട് പറയുന്നത് എന്താ? ഭാസ്കരരായർ പറയുന്നു, ഇവരെല്ലാം ഈ പറഞ്ഞ മാനൗഖ ഗുരുക്കന്മാര് നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അതാരാണ്? പ്രകാശം എന്ന് പറയുന്നത് വലത് ചെവിയാണ്, അത് ശിവനാണ്. ഇനി ന്യാസങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. വലത് ചെവി ശിവൻ, വിമർശം എന്ന് പറയുന്നത് ഇടത് ചെവി ശക്തി, ആനന്ദം എന്ന് പറയുന്ന നാവ് പരസംവിത്ത്. അവിടെ നിന്നാണല്ലോ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. അപ്പോ നാവ് വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. ജ്ഞാനം എന്ന് പറയുന്ന വലത് കണ്ണ് ശുദ്ധവിദ്യ, സത്യം എന്ന് പറയുന്നത് ഇടത് കണ്ണ് ഈശ്വരൻ, പൂർണ്ണ എന്ന് പറയുന്നത് ശിശുനം സദാശിവൻ, സ്വഭാവം എന്ന് പറയുന്നത് വലത് നാസ വിദ്യ, സുഭക എന്ന് പറയുന്ന ഗുദം കല. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ 9 പേരും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. സുഷുമ്നയിലൂടെയാണ് നാദത്തിന്റെ സഞ്ചാരം. ആധാരം മുതൽ മുകളിലോട്ട് ഒരു മുളംകുടലിലൂടെ എന്ന വണ്ണം നാദം സഞ്ചരിക്കുന്നു. പര, പശ്യന്തി, മധ്യമ, വൈഖരി. അതിന് 8 പർവ്വങ്ങൾ, അതായത് 8 ജോയിന്റ്സ് ഉണ്ട്. ആരോഹണത്തിന്റെ 8 ഘട്ടങ്ങൾ. അതായത് ഈ 8 എന്ന് പറയുന്നത് 8 ആകാശമാണ്. നാദത്തിന് സഞ്ചരിക്കാൻ എന്താ വേണ്ടത്? ആ ഒരു ആകാശത്തിൽ ഒരു ശൂന്യമായിരിക്കുന്നിടത്തല്ലേ വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ. അതിനെയാണ് ആകാശം എന്ന് പറയുന്നത്. ആ രന്ധ്രങ്ങൾ വഴി, അതിനെയാണ് നമ്മൾ രന്ധ്രം എന്ന് പറയുന്നത്. അകത്തോട്ടും പുറത്തോട്ടും, അതായത് ആരോഹണ അവരോഹണങ്ങളില്, അതായത് നമ്മളെ ശ്വാസം എങ്ങനെയാണോ അകത്തോട്ടും പുറത്തോട്ടും പോകുന്നത് അതുപോലെ. അപ്പോൾ ഈ പറഞ്ഞ ഉപാദേയങ്ങളെ സ്വീകരിക്കാനും അനുപാദേയങ്ങളെ പുറന്തള്ളാനും അവയ്ക്ക് കഴിയും. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രാണനാണ് നല്ലതും ചീത്തയും ഒക്കെ അരിച്ച് പുറത്തോട്ട് കളയുന്നതും അകത്തോട്ട് എടുക്കുന്നതും. ഗുരു ശിഷ്യനെ അർത്ഥപ്രവൃത്തിയാൽ വ്യാപരിക്കാനും അനർത്ഥ പ്രവൃത്തിയിൽ, അതായത് ഉപരതിയിൽ നിന്ന് നിയന്ത്രിക്കാനും തന്റെ കടാക്ഷത്താൽ സഹായിച്ച് വിവേകപൂർവ്വം കൊള്ളേണ്ടതാകുന്നു, തള്ളേണ്ടതുമാകുന്നു. അതായത് തള്ളാനും കൊള്ളാനും എന്താണ്? ആ ഒരു സാമർഥ്യമാണ് ഗുരു ശിഷ്യന് കൊടുക്കുന്നത്. കാണേണ്ടതിനെ കാണുക, കാണേണ്ടാത്ത തള്ളിക്കളയുക. കണ്ണടച്ച് നമുക്ക് ഗുരുക്കന്മാരെ വിശ്വസിക്കാം. കാരണം അവർക്ക് അതിനകത്ത് പേഴ്സണലായിട്ട് യാതൊന്നും എടുക്കാനില്ല. അപ്പൊ അവിടെ ഈ സംശയം വരുമ്പോൾ നമുക്ക് നമ്മുടെ സാധന ഒരുപാട് വഴിമുട്ടി നിൽക്കും. അപ്പോ നവചക്ര രൂപം ശ്രീചക്രം, ശ്രീചക്ര രൂപം നവചക്ര രൂപമാണ്. ആ പറഞ്ഞ 9 ദ്വാരങ്ങൾ എന്ന് പറയുന്നത് 9 എന്താ പറയാ 9 ഗുരുക്കന്മാരാണ് നമുക്ക് പലതും പഠിക്കാനുള്ള. അപ്പൊ ഉപനിഷത്ത് ബ്രഹ്മയോഗി നവശക്തിമയം ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ഭാസ്കരരായർ അതിന് പറയുന്നത് നവചക്ര രൂപം ശ്രീചക്രം, അത് തന്റെ ശരീരം തന്നെയാണ്. തന്റെ ശരീരത്തെ ശ്രീചക്രമായിട്ട് കാണണം. ഈ ഗുരുക്കന്മാരെ അവിടെ കാണാം. ഈ ഗുരുക്കന്മാരിലൂടെ സിദ്ധൗഖ, മാനൗഖ, ദിവ്യൗഖ ഗുരുക്കന്മാരിലൂടെ എത്തിച്ചേരേണ്ടത് പരസംവിത് സ്വരൂപിണിയായിട്ടിരിക്കുന്ന ചിദ്രൂപിണിയായിട്ടിരിക്കുന്ന മഹാശക്തിയാണ്. അതും നമ്മുടെ ശരീരത്തിലാണ്. ആ ശരീരത്തിൽ ചെന്ന് സത്തായിട്ടിരിക്കുന്ന, ഉണ്മയായിട്ടിരിക്കുന്ന, എക്സിസ്റ്റൻസ് ആയിട്ടിരിക്കുന്ന ശിവബോധത്തില് ആ ഒരു മംഗള സ്വരൂപമായിട്ട് ശക്തിബോധം ചേർന്നിട്ട് എന്ത് ചെയ്യണം? ആനന്ദമായിട്ടിരിക്കണം. ഈ പറയുന്ന ശരീരം എന്ന് പറയുന്നത് ജീർണിച്ചു പോകുന്നതാണ്. ജീർണിക്കാത്ത, ഒരിക്കലും ഇല്ല, മാഞ്ഞു പോവാത്ത ആ സ്ഥാണുവായിട്ടിരിക്കുന്ന സത്യബോധത്തെയാണ് ആ പറഞ്ഞ ശിവമായിട്ടിരിക്കുന്ന, മംഗളകാരമായിട്ടിരിക്കുന്ന നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ആ ചിദ്രൂപിണിയായിരിക്കുന്ന ദേവിക്ക് നമ്മള് സാഷ്ടാംഗം പ്രണമിച്ച് അതെല്ലാം സമർപ്പിക്കുമ്പോൾ അമ്മ നമ്മളെ അവിടെ ചെല്ലേണ്ടടുത്ത് കൊണ്ടെത്തിക്കും. തീർച്ചയായിട്ടും ഭാവന ഉപനിഷത്ത് ഇനി നമുക്ക് നാളെ യാത്ര തുടരാം. ഇന്നത്തേക്ക് ശ്രീമാത്രേ നമഃ.